ഈ വൈകുന്നേര സമയം ക്രിസ്തീയ ജനങ്ങളുടെ ഈ നല്ല സമ്മേളനത്തിൽ നാം എല്ലാവരും ഇവിടെ ആദരപൂർവ്വം സന്നിഹിതരായിരിക്കുകയും നാം ആദരവ് നൽകുകയും ചെയ്യുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുവിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ അവസരത്തെ ഒരു വലിയ സൌഭാഗ്യമായി ഞാൻ കരുതുന്നു. ട്യൂസോണിലെയും കൂടാതെ ഫീനിക്സിലെയും വിഭാഗങ്ങളുടെ 2 അധ്യക്ഷരായ സഹോദരൻ ടോണിയോടും സഹോദരൻ വില്യംസിനോടും കൂടെ ഇവിടെ ആയിരിക്കുന്നത് നന്നായിരിക്കുന്നു. ഞങ്ങൾക്ക് കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ അവിടെ യോഗമുണ്ടായിരുന്നിട്ട് തീർച്ചയായും അവിടെയുള്ള രമഡാനിൽ അതൊരു മഹത്തായ സമയമായിരുന്നു. കൂടാതെ ഈ മാസം 19 മുതൽ മറ്റൊരു മഹത്തായ സമയം കൂടി ഞങ്ങൾ അവിടെ തന്നെ പ്രതീക്ഷിക്കുകയും അത് എനിക്കവിടെ നീട്ടിത്തന്നിരിക്കുന്ന യോഗത്തിലേക്ക് തിരികെ പോകുന്നതിനുള്ള എന്റെ സൌഭാഗ്യം കൂടിയായിരിക്കുന്നു. 19-ാം തീയതി മുതൽ നമുക്ക് 4 രാത്രികൾ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. 22-ാം തീയതിയോ 23-ാം തീയതിയോ ആണ് വ്യവസായക്കാരുടെ വിദേശീയ യോഗം തുടങ്ങാൻ പോകുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. 22-ാം തീയതി വരെ ഞാൻ അവിടെ ഉണ്ടായിരിക്കും. അതിനുശേഷം 1 അല്ലെങ്കിൽ 2 രാത്രികൾ അവരുടെ യോഗത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് രാജ്യത്തിന്റെ വിഭിന്ന ഭാഗങ്ങളിൽ നിന്നുള്ള ക്രിസ്തീയ ജനങ്ങളോടൊപ്പം ഒരുമിച്ചുകൂടി ക്രിസ്തുവിനോടും അവരോടും കൂടിയുള്ള എന്റെ സ്നേഹവും ആർദ്രതയും വ്യക്തമാക്കുന്നതിനും കൂടാതെ ഒരുമിച്ചുള്ള ഈ മഹത്തായ കൂട്ടായ്മയുടെ അവസരം ലഭിക്കുന്നതും എനിക്കൊരു മഹത്തായ സൌഭാഗ്യം തന്നെയാകുന്നു. ഇപ്പോൾ എന്നോട് ക്ഷമിക്കണം, ഞാനിവിടെ എത്തിയിരിക്കുന്നത് നിങ്ങൾക്കുണ്ടായിരിക്കുന്ന ഈ നല്ലതായ ഭക്ഷണത്തെ ആസ്വദിക്കുന്നതിനായിട്ടല്ല. എന്നാൽ ഞാനിവിടെ എത്തിയിരിക്കുന്നത് കൂടിക്കാഴ്ചകൾക്കും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും വഴിയിൽ ആരെയെങ്കിലും സഹായിക്കാൻ ശ്രമിക്കുന്നതിനുമായിരിക്കുന്നു. ഇതൊരു രോഗം ബാധിച്ച പഴയ ലോകത്താണ് നാം ജീവിക്കുന്നത്. വളരെയധികം രോഗങ്ങളും കുഴപ്പങ്ങളുമാകുന്നു. എന്നാൽ അതിന്റെ എല്ലാം മധ്യേ ഈ കാര്യങ്ങൾക്കെല്ലാം ഉപരിയായി ഇതിനും അപ്പുറത്തേക്ക് ആഞ്ഞുകൊണ്ട് നമുക്ക് മേലേക്ക് നോക്കുന്നതിന് ആരോ ഒരാൾ നമുക്കുണ്ടെന്നുള്ളത് ഒരത്ഭുതകരമായ കാര്യമല്ലേ? ഒരു യഥാർത്ഥ ക്രിസ്മസ് ഇല്ലായിരുന്നുവെങ്കിൽ എന്തായിരുന്നേനെ? ഒരു യഥാർത്ഥ ക്രിസ്മസ് ഇല്ലായിരുന്നെങ്കിൽ കാര്യങ്ങൾ ഇന്ന് രാത്രിയിലായിരിക്കുന്നത് പോലെ ആകുമായിരുന്നില്ല. ഒരു ക്രിസ്മസ് ഇല്ലായിരുന്നെങ്കിൽ ഒരു രക്ഷയും അവിടെ ഉണ്ടാകുമായിരുന്നില്ല. അങ്ങനെ ഇപ്പോൾ നാം ക്രിസ്തുമസിനെ വീണ്ടും അഭിമുഖീകരിക്കുമ്പോൾ അത് യേശുവിന്റെ ജനനമായിരിക്കെ അതിന്റെ യഥാർത്ഥമായ അർത്ഥത്തെ നാം മാറ്റിക്കളഞ്ഞിട്ട് ക്രിസ്തുവിന്റെ സ്ഥാനത്തെ ക്രിസ്മസിൽ തന്നെ സാന്റാക്ലോസ് എടുത്തിരിക്കുന്നത് എത്ര മോശമായ കാര്യമാകുന്നു. കൂടാതെ ഏതോ ക്രിസ്ത്യനുകൾ ഒരു ചാക്ക് കളിപ്പാട്ടങ്ങൾ തന്റെ പുറത്ത് തൂക്കിയിട്ടുകൊണ്ട് ലോകം മുഴുവൻ ഒറ്റ രാത്രി കൊണ്ട് സന്ദർശിക്കുന്ന ഒരു കെട്ടുകഥയും. അതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ മക്കളോട് നിങ്ങളത് പറയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കൊള്ളാം. എന്നാൽ തിരുവെഴുത്ത് നീ കള്ളം പറയരുത് എന്നെ പഠിപ്പിച്ചിരിക്കുന്നതായി ഞാൻ കരുതുന്നു. അതിനുശേഷം ഏതെങ്കിലും ഒരു ദിവസം ഇങ്ങനെ ഒരു സാന്താക്ലോസ് ഇല്ലായിരുന്നുവെന്ന് അവർ കണ്ടുപിടിക്കുമ്പോൾ ഈ യേശു തന്നെ ആയിരുന്നുവോ ആ സാന്താക്ലോസ് എന്നവർ നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ഒരു ദിവസം വരും. അതുകൊണ്ട് ഞാൻ തന്നെ സ്വയം അത് തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് ചിന്തിക്കുന്നു. അത് നിങ്ങളുടെ ആശയമായിരിക്കാനിടയില്ല. നിങ്ങളുടെ മക്കളെ എങ്ങനെ വളർത്തണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. എന്നാൽ ആ കാര്യത്തിൽ നിങ്ങൾ കള്ളം പറയുകയാണെന്ന് അവർ കണ്ടുപിടിച്ചാൽ പിന്നെ മറ്റേതും ഒരു കള്ളമല്ലേ എന്ന് ഏതെങ്കിലും ഒരു ദിവസം അവർ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നതാണ്. അതുകൊണ്ട് അവരോട് സത്യം പറയുക, നേരായിട്ട് സത്യം പറയുക. അപ്പോൾ നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് അവർ മനസ്സിലാക്കും. അതുകൊണ്ട് പുറമെ എത്ര അഴുക്കായി അത് കാണപ്പെട്ടിരുന്നാലും കൂടാതെ അവർ എന്താണ് പുറത്ത് ചെയ്യുന്നതെന്നുമുള്ള കാര്യങ്ങൾ ക്രിസ്തുമസ് എന്തായിരിക്കണമോ എന്ന് നാം ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നും ഒരിക്കലും അത് നമ്മെ ശല്യപ്പെടുത്താനിടയാക്കരുത്. നോക്കൂ, വെളിച്ചം ഏറ്റവും നന്നായി ഇരുട്ടിൽ പ്രകാശിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. എത്രയും ഇരുട്ടാണോ അത്രയും നന്നായി അത് പ്രകാശിക്കുന്നു. ചിലപ്പോൾ അതൊരു ചെറിയ വെളിച്ചമായിരിക്കാം. അധികം വെളിച്ചമുള്ളിടത്ത് അത് ശ്രദ്ധയിൽപ്പെടുന്നില്ല. എന്നാൽ എത്രയും അത് ഇരുട്ടാകുന്നുവോ അത്രയും അധികം ശക്തിയായി ആ ചെറിയ വെളിച്ചം പ്രകാശിക്കുന്നു. കൂടാതെ ഓർക്കുക, വെളിച്ചത്തിനു മുമ്പിൽ യാതൊരുവിധ അന്ധകാരത്തിനും നിലനിൽക്കാൻ കഴിയുന്നില്ല. വെളിച്ചം അന്ധകാരത്തെക്കാൾ അത്രയും കൂടുതൽ ശക്തിയുള്ളതായിട്ട് അതിന്റെ സാന്നിധ്യത്തിൽ അതിന് നിൽക്കാൻ തന്നെ കഴിയില്ല. സൂര്യൻ പ്രകാശിക്കാൻ തുടങ്ങുമ്പോൾ ഇരുട്ടിന് നിലനിൽക്കാൻ കഴിയില്ല. കാരണം സൂര്യൻ അത്രയും അധികം ശക്തിയേറിയതായിട്ട് സൂര്യപ്രകാശം ഇരുട്ടിനെ തള്ളി പുറത്താക്കിയിട്ട് അത് പിന്നെ ഇനിയും അവിടെ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഈ ഇരുണ്ട ലോകം ഏതെങ്കിലും ഒരു ദിവസം മുഴുവൻ വെളിച്ചമായി മാറാൻ പോകുകയാണ്. നീതിസൂര്യനായ യേശു ക്രിസ്തു വീണ്ടും വരുമ്പോൾ പിന്നെ നമുക്ക് ഇരുട്ട് ഉണ്ടായിരിക്കുകയില്ല. ആ സമയം വരെയും നാം രാത്രിയെ നോക്കിയിട്ട് ചന്ദ്രൻ പ്രകാശിക്കുന്നത് കാണുന്നു. ചന്ദ്രനും സൂര്യനും ഭാര്യയും ഭർത്താവുമാകുന്നുവെന്ന് നാം പറയുന്നത് പോലെ തന്നെയാകുന്നു.
കൂടാതെ സൂര്യന്റെ അഭാവത്തിൽ ചന്ദ്രൻ സൂര്യന്റെ വെളിച്ചത്തെ ഭൂമിയിലേക്ക് പ്രതിഫലിപ്പിച്ചിട്ട് അതിനൊരു കുറഞ്ഞ വെളിച്ചം കൊടുക്കുകയും അതിനാൽ സൂര്യൻ ഉദിക്കുന്നതുവരെ ചന്ദ്രന്റെ വെളിച്ചത്തിൽ കൂടെ എപ്രകാരം നമുക്ക് കാര്യങ്ങൾ നടത്താം എന്നറിയുന്നു. അതിനുശേഷം സൂര്യനും ചന്ദ്രനും ഒന്നായി തീരുന്നതുപോലെ ഇതും അതേ കാര്യം തന്നെയായിട്ട് സൂര്യന്റെ വെളിച്ചവും ചന്ദ്രന്റെ വെളിച്ചവും എല്ലാം ഒരേ കാര്യം തന്നെയാകുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ സഭയും അതുപോലെ തന്നെയായിട്ട് അവൻ ഈ ഭൂമിയിൽ നിന്നും ഒരു ഭൗതിക ശരീരത്തിൽ അസഹിഷ്ണുതനായിരിക്കുമ്പോൾ അവന്റെ വെളിച്ചത്തെ പ്രതിഫലിപ്പിച്ചിരിക്കണം. ഈ ഇരുണ്ട നാഴികയിൽ സഭ യേശുക്രിസ്തുവിന്റെ പ്രതിഫലനമായിരിക്കണം. സാന്താക്ലോസും തോരണങ്ങളും തെരുവ് മുഴുവനായിരിക്കുമ്പോൾ ഇത് യേശുക്രിസ്തുവിന്റെ ജനനമാകുന്നു. ഇത് വിശുദ്ധ നിക്കോളാസിന്റെ സന്ദർശനമല്ല എന്ന് നാം ഉച്ചത്തിൽ നിലവിളിക്കണം. നാം ഭയങ്കരമായൊരു ഇരുണ്ട സമയത്താണ് ജീവിക്കുന്നത്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വെളിച്ചം പ്രകാശിക്കേണ്ടത്. ഇപ്പോൾ നാം ദൈവത്തിന്റെ വചനത്തെ വായിക്കുന്നതിന് മുമ്പ് അവന്റെ വചനത്തെ നാം ആദരിച്ചിരിക്കണം എന്ന് ഞാൻ ആശ്ചര്യപ്പെടുന്നു. നാം എങ്ങനെയാണ് അവന്റെ വചനത്തെ ആദരിക്കുന്നത്? നാം അവന്റെ വചനത്തെ വായിക്കുകയും പിന്നെ അത് വിശ്വസിക്കുകയും ചെയ്യുന്നതിൽ കൂടെയാകുന്നു. ഇപ്പോൾ നാം അത് വായിച്ചിരിക്കണം. വിശ്വാസം കേൾവിയാൽ വരുന്നു. അങ്ങനെ നാം അത് വായിക്കുന്നതിൽ കൂടെ അവനെ ബഹുമാനിക്കുന്നുവെങ്കിൽ പിന്നെ നാം വായിച്ചത് വിശ്വസിക്കുന്നതിൽ കൂടെ നാം അവനെ ബഹുമാനിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ആദ്യമായിട്ട് അവനെ ആദരിക്കുന്നതിനായി അവന്റെ വചനത്തെ നാം ഇപ്പോൾ വായിക്കാൻ പോകുമ്പോൾ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഞാൻ തിരുവെഴുത്തിൽ നിന്ന് ഒരു ഭാഗം വായിക്കാൻ പോവുകയാണ്. അവന്റെ വചനത്തെ വായിക്കുമ്പോൾ ബഹുമാനപൂർവമായി നാം നിൽക്കുന്നു. ഇന്ന് രാത്രിയിൽ കുറച്ചു നേരം സംസാരിക്കുന്നതിനു വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്ന ഭാഗം വായിക്കാൻ പോവുകയാണ്. അത് വിശുദ്ധ മത്തായിയുടെ പുസ്തകത്തിൽ നിന്നുമുള്ള ക്രിസ്തുമസ് കഥയാകുന്നു. മത്തായിയുടെ 2-ാം അധ്യായത്തിൽ നിന്നും നാം ഇത് വായിക്കുന്നു. Now when Jesus was born in Bethlehem of Judea in days of Herod the king, behold there came ഇപ്പോൾ ഹെരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദിയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. When Herod the king had heard these things, he was troubled, and all Jerusalem with him. ഹെരോദ രാജാവ് അത് കേട്ടിട്ട് അവനും യെരുശലേമൊക്കെയും ഭ്രമിച്ചു. ജനത്തിന്റെയും മഹാപുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരെയും കൂട്ടിവരുത്തി ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നതെന്ന് അവരോട് ചോദിച്ചു. And they said unto him, In Bethlehem of Judea, for thus it is written by the prophet. അവർ അവനോട് യഹൂദിയിലെ ബേത്ലഹേമിൽ, യഹൂദദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എന്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്നും പുറപ്പെട്ടു വരും. എന്നാറെ ഹെരോദാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം തെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. ഇപ്പോൾ ഒരു നിമിഷത്തേക്ക് നമ്മുടെ തലകളെ, ഇപ്പോൾ ഈ വചനത്തിന്റെ ഗ്രന്ഥകർത്താവിനോട് നാം സംസാരിക്കുമ്പോൾ ഒരു നിമിഷത്തേക്ക് നമ്മുടെ തലകളെ വണങ്ങാം. സർവശക്തനായ ദൈവമേ, ഈ അന്ത്യകാലത്ത് നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിഞ്ഞിരിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തിനായി ഞങ്ങളുടെ ആഴമേറിയ ഹൃദയങ്ങളിൽ നിന്നും ഇന്ന് രാത്രിയിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, കാരണം അങ്ങേ ആരാധിക്കുന്നതിനു വേണ്ടിയും ഞങ്ങൾക്ക് ഇവിടെ ഒരുമിച്ച് കൂടുന്നതിനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുകയും കൂടാതെ ഏതെങ്കിലും ഒരു ദിവസം നീ നിന്റെ സഭയെ എടുക്കുന്നതിനു വേണ്ടി വരുന്നു എന്നുള്ള വാഴ്ത്തപ്പെട്ട ഉറപ്പും ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ഞങ്ങൾ ഈ കാലത്തെ വിളക്കുവാഹകരായിട്ട് ഈ കാലത്തേക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന വചനത്തിന്റെ വെളിപ്പെടുത്തലിനായി ഞങ്ങൾ തയ്യാറായി ഇപ്പോൾ ജീവിക്കുന്നതിനായും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ആദിയിൽ തന്നെ നിന്റെ വചനത്തെ നീ ഞങ്ങൾക്ക് പങ്കിട്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ആദ്യം മുതൽ അവസാനം വരെ ഓരോ കാലത്തെയും നീ അറിഞ്ഞിരിക്കെ നീ ആ കാലങ്ങളിലേക്കുള്ള നിന്റെ വചനത്തെ പകുത്തു കൊടുത്തിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. എങ്ങനെയായാലും അത് എപ്രകാരം സംഭവിച്ചിരിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് അറിയില്ലെങ്കിലും അങ്ങയുടെ വചനത്തിലേക്ക് ഞങ്ങൾ തിരികെ നോക്കുമ്പോൾ ആ ഓരോ കാലഘട്ടങ്ങളിലും ഒരഭിഷേകം ആ കാലത്തേക്ക് വന്നിട്ട് ആ വചനത്തെ നിവൃത്തിയാക്കിയിരിക്കുന്നതായി ഞങ്ങൾ കാണുന്നു. ഇപ്പോൾ ഞങ്ങൾ ജീവിക്കുന്ന ഈ ദിവസങ്ങളിലേക്കും ഒരു വചനം പങ്കിട്ടതുണ്ടായിട്ട് അത് ഈ കാലത്തേക്കുള്ള ഒരു വാഗ്ദത്തമാകുന്നു. പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഈ ഭൂമിയിൽ ഈ കാലത്തെ ഈ നാഴികയ്ക്ക് വേണ്ടി പ്രവചിക്കപ്പെട്ടിരിക്കുന്ന ആ വചനത്തെ ന്യായീകരിക്കുന്നതിൽ കൂടെ അത് വെളിപ്പെടുത്തി നിവൃത്തിയാക്കുന്നതിനുള്ള ഹൃദയങ്ങളെ തേടിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നിലേക്ക് നോക്കുമ്പോൾ ഏകദേശം 1900 വർഷങ്ങൾക്ക് മുമ്പ്
ഏദൻ തോട്ടത്തിൽ വെച്ച് ഒരു രക്ഷിതാവ് വരുന്നതിനെക്കുറിച്ച് ഒരു വചനം പ്രവചിക്കപ്പെട്ടിരുന്നത് ഒരുവനാൽ വന്ന് അത് പ്രവചിക്കപ്പെട്ടിരുന്നത് പോലെ തന്നെ ഓരോ വാക്കും നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അവന്റെ ജീവൻ ദൈവത്തിന്റെ വചനത്തെ ന്യായീകരിച്ച് കാണിച്ചു, കാരണം അവൻ തന്നെ ആ വചനമായിരുന്നു. ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും അവനിൽ വസിച്ചിരുന്നു. അവൻ എല്ലാ പ്രവാചകന്മാരാലും പറയപ്പെട്ടിരുന്ന കാര്യങ്ങളുടെ നിവൃത്തിയും ഉത്തരവുമായിരുന്നു. അവനെ ഇന്ന് രാത്രിയിൽ വീണ്ടും അവന്റെ ജന്മദിവസത്തിന്റെ ആഘോഷണ സമയത്ത് നാം സമീപിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ദേശം അവരെ തന്നെ ആരോ കെട്ടിച്ചമച്ച ഏതോ തരത്തിൽപ്പെട്ട ചില പുരാണ കഥയിൽ അവരെ തന്നെ മൂടിപ്പൊതിഞ്ഞിരിക്കുന്നു എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട്. എന്നാൽ കർത്താവെ, സത്യവിശ്വാസി അത് തെറ്റാണെന്നും ജീവനും സത്യവാനുമായ ദൈവത്തിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധയെ അടച്ചു കളയുന്നതിനു വേണ്ടി ശത്രു അത് ചെയ്തിരിക്കുന്നതാണെന്നും അറിയുന്നു. ദൈവമേ, ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ക്രിസ്മസിന്റെ ഈ കഥയിലേക്ക് കടക്കുമ്പോൾ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൂടാതെ കർത്താവായ യേശുവേ, ഇന്ന് രാത്രിയിൽ ഈ കെട്ടിടത്തിൽ നിന്നെ രക്ഷിതാവായി ഇതുവരെയും സ്വീകരിക്കാത്ത ആരെങ്കിലും വ്യവസായിയായ പുരുഷനോ അല്ലെങ്കിൽ സ്ത്രീയോ ഇവിടെ ഉണ്ടെങ്കിൽ ഈ രാത്രിയിൽ തന്നെ അവരുടെ ഹൃദയം അന്നത്തെ പോലെ തള്ളിക്കളഞ്ഞ് വെറുക്കപ്പെട്ട ദൈവത്തിന്റെ മശീഹയായ യേശുവിനു വേണ്ടി ഒരു പുൽത്തൊഴുത്ത് തൊട്ടിലാക്കപ്പെട്ടതുപോലെ ആയിത്തീരുവാനിടയാക്കണമേ. ഇന്ന് രാത്രിയിൽ അവർ പോകുമ്പോൾ പ്രഭാത നക്ഷത്രം അവരുടെ മേൽ തൂങ്ങിക്കിടന്നുകൊണ്ട് ഏതെങ്കിലും ഒരു ദിവസം അവർ യോർദാൻ മറികടക്കുന്നതുവരെ ഈ വെളിച്ചം അവരുടെ വഴികളെ വെളിച്ചമാക്കിക്കൊണ്ട് പോകുവാൻ ഇടയാക്കണമേ. പിതാവെ, അനുവദിക്കണമേ. അവന്റെ നാമത്തിൽ അവന്റെ മഹത്വത്തിനായി അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾക്കിരിക്കാം. സാധാരണയായിട്ട്, അതായത് ഞാൻ സ്വല്പം ദീർഘനേരം സംസാരിക്കാറുണ്ട്. ഇന്ന് രാത്രിയിൽ ഞാൻ അങ്ങനെ പ്രസംഗിക്കുന്നതിന് ശ്രമിക്കുകയില്ല, കാരണം എന്റെ തൊണ്ട ഇടറിയതാകുന്നു. എന്നാൽ ഈ ക്രിസ്മസിന്റെ കഥയെക്കുറിച്ച് ഒരു ചെറിയ നാടകം നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൂടാതെ ഈ കാര്യത്തിൽ യാതൊരു സംശയമില്ല, അതായത് നിങ്ങളിത് പലവട്ടം കേൾക്കുകയും ഇതേ തിരുവെഴുത്ത് തന്നെ വായിക്കുകയും നിങ്ങളുടെ റേഡിയോയിൽ കൂടെയും ടെലിവിഷനിൽ കൂടെയും അത് വരികയും കൂടാതെ നിങ്ങളുടെ പള്ളികളിൽ വിശ്വസ്തരായ നിങ്ങളുടെ പാസ്റ്റർമാരായാലും വ്യവസായക്കാരായ മനുഷ്യരാലും മറ്റ് പല വിധേനയും ഈ ക്രിസ്മസിന്റെ കഥ നിങ്ങൾ കേൾക്കുകയും ഇതിലും കൂടുതൽ വിശേഷപരമായി ഈ ക്രിസ്മസിന്റെ കഥ കേൾക്കുകയും ചെയ്തിട്ടുണ്ടാകും. എന്നാൽ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച വ്യവസായക്കാരായ മനുഷ്യരുടെ ഫീനിക്സ് ചാപ്റ്ററിൽ വെച്ച് യേശു എന്തുകൊണ്ടാണ് ബേത്ലഹേമിൽ ജനിച്ചത് എന്ന വിഷയത്തെ എടുത്ത് പ്രസംഗിച്ചതിൽ നിന്നും ഒരു സ്വല്പം വ്യത്യസ്തമായി ഈ വിഷയത്തെ സമീപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റ് യാതൊരു സ്ഥലത്തും അവന് ജനിക്കാൻ കഴിയുമായിരുന്നില്ല. നോക്കൂ, കാരണം അത് അവന്റെ നാമത്തെയും അവൻ എന്തായിരുന്നു എന്നുള്ളതിനെയും കുറിച്ച് പറഞ്ഞിരുന്നു. നാം തിരുവെഴുത്തിൽ കൂടെ, അതായത് അവൻ തന്നെ ബേത്ലഹേമും അത് ദൈവത്തിന്റെ അപ്പത്തിന്റെ ഭവനവും കൂടാതെ അവൻ തന്നെ ദൈവത്തിന്റെ ജീവന്റെ അപ്പവും ആയിരുന്നു എന്ന് നാം കണ്ടുപിടിച്ചിരുന്നു. കൂടാതെ മറ്റ് യാതൊരു രീതിയിലും, അതായത് വീണ്ടും ജനിച്ചവരായ ക്രിസ്ത്യാനികളായ നാം എല്ലാവരും ബേത്ലഹേമിൽ തന്നെയാണ് ജനിച്ചതെന്ന് അത് നമ്മെ അറിയുന്നതിനുമിടയാക്കുന്നു. ക്രിസ്തു ദൈവത്തിന്റെ ബേത്ലഹേമും അവന്റെ ഭവനം നിത്യജീവന്റെ അപ്പവുമാകുന്നു. ഇപ്പോൾ ഇന്ന് രാത്രിയിൽ നാം ഇതിനെ വ്യത്യസ്തമായ ഒരു രീതിയിൽ സമീപിക്കാൻ പോകുകയാണ്. കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇന്ന് രാത്രിയിലെ എന്റെ വിഷയത്തെ ഞാൻ എടുക്കാൻ പോകുന്നത് ഞങ്ങൾ അവന്റെ നക്ഷത്രം കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു. ഈ മനുഷ്യർ വിദ്വാൻമാരായിരുന്നു. അതിനെക്കുറിച്ച് നമുക്കിവിടെ ഒരു ആശയമുള്ളത്, അതായത് തലമുറകളായി നമ്മോട് പറയപ്പെട്ടിരിക്കുന്നത്, അതായത് അവർ 3 വിദ്വാൻമാരായ മനുഷ്യരായിരുന്നു എന്നാണ്. എന്നിരിക്കലും അത് സത്യമാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. വേദപുസ്തകം അവർ 3 പേരായിരുന്നു എന്നവിടെ പറയുന്നില്ല. എങ്ങനെയൊക്കെയായാലും അവർ വന്നിരുന്ന ദേശമായ ഇന്ത്യയിൽ ശുശ്രൂഷ ചെയ്യാനുള്ള സൗഭാഗ്യം എനിക്കുണ്ടായിട്ട് അവർ 3 പേർ ചേർന്ന് യാത്ര ചെയ്തിരുന്നു. അതുതന്നെയാണ് നാം ഇപ്പോഴും അവരെ കാണുന്നത്. അധിക സമയമായിട്ടില്ല ഞാൻ ഇന്ത്യയിലായിരുന്നു. ഇവിടെ നാം അവരെ തെരുവുകളിൽ പകൽ സമയത്ത് അവരുടെ തലക്കെട്ടുകൾ തമ്മിൽ തമ്മിൽ തട്ടിമുട്ടിക്കൊണ്ട് കുത്തിയിരുന്ന് കാണുന്നത് ഒരു തരത്തിൽപ്പെട്ട ഒരു പകൽ കിനാവ് പോലെയാകുന്നു. അവർ ഒരിക്കലും അവിടെ തന്നെ ഇരിക്കുന്നില്ല. അവർ പാളയമടിച്ചു കിടക്കുന്നു. ആ കാരണത്താലാണ് ഞാൻ വിചാരിക്കുന്നത്, അതായത് അവർ 3 വിദ്വാൻമാരായിരുന്നു, കാരണം അവർ 3 പേർ ചേർന്ന് യാത്ര ചെയ്തിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ അവന്റെ നക്ഷത്രം കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു. മറ്റൊരു ശബ്ദത്തിൽ പറഞ്ഞാൽ, ഈ കാലത്തേക്കുള്ള അവന്റെ അടയാളം ഞങ്ങൾ കണ്ടിരിക്കുന്നു. അത് അവർ ജീവിച്ചിരുന്ന കാലമായിരുന്നു. അതപ്രകാരം പ്രവചിക്കപ്പെട്ടു വരുന്നു. നോക്കൂ, ദൈവത്തിന്റെ വചനം നിത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി നമ്മുടെ ഇടയിൽ വസിച്ചു.
So the word can never be changed. അതുകൊണ്ട് വചനത്തിന് ഒരിക്കലും മാറാൻ കഴിയുകയില്ല, അത് നിത്യമാകുന്നു. ഇത് ദൈവം സ്വയം അച്ചടിച്ച രൂപത്തിൽ വേദപുസ്തകമായിട്ട് ദൈവത്തിന്റെ വചനമാകുന്നു. അവന് സഭയെ ഏതെങ്കിലും ഒരു വകുപ്പനുസരിച്ച് ന്യായം വിധിക്കേണ്ടതായിട്ടുണ്ട്. അത് നാം ഉണ്ടാക്കിയിരിക്കുന്ന ഏതെങ്കിലും സമ്പ്രദായത്തിന്റെ വകുപ്പനുസരിച്ച് അവന് ന്യായം വിധിക്കാൻ കഴിയുകയില്ല. കാരണം നമ്മുടെ എല്ലാ സമ്പ്രദായങ്ങളും മനുഷ്യനിർമ്മിതമായതാകുന്നു. കൂടാതെ ഇത് ന്യായം വിധിക്കപ്പെടേണ്ടത് ആവശ്യമാകുന്നു. അപ്പോൾ നിങ്ങൾ എന്നോട് വിയോജിച്ചിട്ട് പറയാൻ ആഗ്രഹിക്കും, ഇല്ല സഹോദരൻ ബ്രഹാം, നിങ്ങൾ ഈ കാര്യത്തിൽ അവിടെ തെറ്റാണ്, ഞാൻ ഞങ്ങളുടെ രീതിയെ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി പറയും, കൊള്ളാം, ഞങ്ങളുടേതാണ് ശരി. എങ്കിൽ പിന്നെ 900-ലും വ്യത്യസ്തമായ സമ്പ്രദായങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ പിന്നെ അവയിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? അതുകൊണ്ട് ദൈവത്തിന് 900-ലും വ്യത്യസ്തമായ വിഭിന്നതകളോടുകൂടിയ സമ്പ്രദായത്താൽ സഭയെ ന്യായം വിധിക്കാൻ കഴിയുകയില്ല. എന്നാൽ അവിടെ ഒന്നുണ്ടായിരിക്കും. അവൻ പറഞ്ഞു, അവൻ ക്രിസ്തുവിനാൽ, യേശു ക്രിസ്തുവിനാൽ ലോകത്തെ ന്യായം വിധിക്കും. ക്രിസ്തു വചനമാകുന്നു. ആ കാരണത്താൽ നാം ദൈവത്തിന്റെ വചനത്താൽ ന്യായവിധിയുടെ മുമ്പിൽ നിൽക്കും. ഇപ്പോൾ ദൈവം ഒരിക്കലും ആദ്യം ഒരു അടയാളം കാണിക്കാതെ യാതൊന്നും ചെയ്യുന്നില്ല. ദൈവം എപ്പോഴെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നതിൽ കുറ്റക്കാരനല്ല. എന്നാൽ ആദ്യം ഒരടയാളത്താൽ അവനത് പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ഈ വിദ്വാൻമാരായ മനുഷ്യർ പറഞ്ഞു, ഞങ്ങൾ കിഴക്ക് അവന്റെ നക്ഷത്രം കണ്ടിരിക്കുകയും അവരിത് കാണുമ്പോൾ അവർ കിഴക്കായിരുന്നു. അത് ബാബിലോണായിരുന്നു. അത് യെരുശലേമിന് കിഴക്കായിരുന്നു. അങ്ങനെ അവർ പടിഞ്ഞാറുമായിട്ട് 2 വർഷങ്ങൾക്ക് ശേഷം അവർ പറഞ്ഞു, ഞങ്ങൾ അവനെ ആരാധിപ്പാൻ വന്നിരിക്കുന്നു. ക്രിസ്തീയ പരമ്പര പ്രകാരം നമുക്കത് ഇന്ന് പശുത്തൊഴുത്തിൽ കിടക്കുന്ന ഒരു കുഞ്ഞിന്റെ അടുക്കൽ വിദ്വാൻമാർ എത്തുന്നതാകുന്നു. അതപ്രകാരമല്ല. തിരുവെഴുത്ത് അതിന് വിരുദ്ധമാകുന്നു. തിരുവെഴുത്ത് പറയുന്നത് അവർ ഒരു ശിശുവിന്റെ അടുക്കൽ എത്തി എന്നാകുന്നു. അതൊരു പിഞ്ചു കുഞ്ഞായിരുന്നില്ല. കൂടാതെ ഹെരോദാവ് 2 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളെ കൊല്ലിച്ചു എന്ന് പറയുന്നു. നോക്കൂ, അവർ ടൈഗ്രിസ് നദി മറികടന്ന് ഒട്ടകത്തിന്റെ പുറത്തിരുന്ന് യാത്ര ചെയ്ത് അവിടെ എത്തിച്ചേരുന്നതിന് അവരുടെ യാത്രയ്ക്ക് 2 വർഷങ്ങൾ എടുത്തിരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുക. ഞങ്ങൾ അവന്റെ നക്ഷത്രം കണ്ടു. അതവർ കിഴക്കായിരുന്നപ്പോഴായിരുന്നു. അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, ക്രിസ്മസ് ഇപ്പോൾ മാറിയിരിക്കുന്നു. ഇപ്പോൾ ശരിയായ ക്രിസ്മസ് ദിവസം എന്ന് പറയുന്നത് ഒരു തർക്ക വിഷയമാകുന്നു. കാരണം നമുക്കതറിയില്ല. നാം ക്രിസ്മസ് എടുക്കുന്ന രീതി എന്നത്, നിങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ, അത് റോമൻ കത്തോലിക്ക സഭയുടെ ക്രിസ്മസിനെ കുറിച്ചുള്ള ധാരണയാകുന്നു. യഥാർത്ഥത്തിൽ ക്രിസ്തുവിന് ഡിസംബർ 25-ന് ജനിക്കാൻ കഴിയില്ല. കൂടാതെ തിരുവെഴുത്ത് പ്രകാരമായും, കാരണം ആ സമയത്ത് യഹൂദിയിൽ 30 അടിയോളം മഞ്ഞുണ്ടായിരിക്കുകയും, നോക്കൂ, അതുകൊണ്ട് അവർക്ക് ഈ ആട്ടിടയർക്ക് മലയുടെ മുകളിലായിരിക്കാനും അതുപോലെയും മറ്റുമുള്ള കാര്യത്തിന് കഴിയില്ല. കൂടാതെ അതെല്ലാ രീതിയിലും പ്രകൃതിക്ക് വിരോധമായിരിക്കും. അവൻ പ്രകൃതിക്കനുസരിച്ചാണ് വരുന്നത്. എന്തുകൊണ്ടാണെന്നാൽ ദൈവത്തിന് ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥകൾക്ക് മാറ്റമുണ്ടാകാൻ കഴിയുകയില്ല. സൂര്യൻ അസ്തമിക്കുന്നു, ശരി, എന്നാൽ അത് ഉയർക്കയില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുകയില്ല. അത് ഉദിക്കുന്നു. ചൂടുകാലവും തണുപ്പ് കാലവും ഇത്യാദി എല്ലാം അത് ദൈവത്തിന്റെ നിയമങ്ങളായിട്ട് അവനത് ക്രമീകരിച്ചു വെച്ചിരിക്കുന്നു. കൂടാതെ ഈ വ്യവസ്ഥകളെല്ലാം സമ്പൂർണമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇപ്പോൾ അവൻ ഒരുപക്ഷെ ഏപ്രിലിലോ അല്ലെങ്കിൽ മെയ് മാസത്തിലോ ഒന്നിൽ ജനിച്ചിരിക്കാനിടയുണ്ട്. അവനൊരു കുഞ്ഞാടായിരിക്കുകയും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവനൊരു കുഞ്ഞാടായിരിക്കുമെന്ന് തെളിയിക്കുകയും ചെയ്തിരിക്കുന്നു. ആ കാരണത്താലാണ് അവനൊരു വീട്ടിൽ ജനിക്കാതെ ഒരു പുൽത്തൊഴുത്തിൽ, ഒരു കളപ്പുരയിൽ ജനിച്ചത്. കാരണം കുഞ്ഞാടുകൾ ജനിക്കുന്നത് കളപ്പുരയ്ക്ക് പുറത്ത് കച്ചിയും അതുപോലെയുള്ള കാര്യങ്ങൾ ഉള്ളിടത്തുമായിട്ട് അതൊരു വീട്ടിലായിരിക്കുന്നില്ല. അവനെ ക്രൂശീകരിക്കാൻ കൊണ്ടുപോകുമ്പോൾ അവൻ നയിക്കപ്പെടുകയാണ് ഉണ്ടായത്. നിങ്ങൾ ഓർക്കുക, ഒരു ചെമ്മരിയാട് നയിക്കപ്പെടുകയാണ് ചെയ്യാറുള്ളത്. നാം ഇവിടെയുള്ള കശാപ്പിശാലയിൽ പോകുകയാണെങ്കിൽ അവർക്കവിടെ ഒരു കോലാടോ അതുപോലെ എന്തെങ്കിലും ഈ ചെമ്മരിയാടുകളെ നയിക്കുന്നതിന് വേണ്ടി ഉണ്ടായിരിക്കും. ഈ ചെമ്മരിയാടുകൾ സ്വയമായി പോകുകയില്ല, അവയെ നയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് എല്ലാ രീതിയിലും അവൻ അതായിരിക്കും. അതിനാൽ പ്രകൃതിക്കനുസരിച്ചും അവൻ കുഞ്ഞാടുകൾ ജനിക്കേണ്ട സമയത്ത് തന്നെ ജനിച്ചിരിക്കണം. അതിനാൽ അത് ഏപ്രിലായിട്ട് നോക്കൂ, അപ്പോഴാണ് അവൻ ജനിക്കാനിടയുള്ളത്. എന്നാൽ ക്രിസ്തുമതം റോമൻ സിദ്ധാന്തത്തിലേക്ക് നിക്കാവിൽ വെച്ച് കൊണ്ടുവന്ന് കൂട്ടിച്ചേർത്തതിനു ശേഷം പിന്നെ അവർക്ക് സൂര്യദേവനും ജൂപ്പിറ്റർ എന്ന റോമിലെ സൂര്യദേവന്റെ ജന്മദിനവും ഉണ്ടായിട്ട് അത് ഡിസംബർ മാസം 25-നോ അതിനിടയ്ക്കോ മറ്റായിട്ടാകുന്നു. കാരണം റോമാക്കാരുടെ സർക്കസ് 21-ന് തുടങ്ങി 25 വരെ നീണ്ടു നിൽക്കുകയും അതവരുടെ സൂര്യദേവന്റെ ജന്മദിവസമായി ആഘോഷിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് റോമൻ മതസിദ്ധാന്തത്തിന്റെ വിഗ്രഹാരാധനയെ ക്രിസ്തുമതത്തോടുകൂടെ ഒന്നിച്ചു കലർത്തുന്നതിൽ കൂടെ അവർ പറഞ്ഞു, നമുക്കിതിനെ ദൈവപുത്രന്റെ ജന്മദിവസമായി മാറ്റിയെടുത്തിട്ട് പിന്നെ നമുക്കെല്ലാവർക്കും അത് യോജിക്കാൻ കഴിയും. ശ്രദ്ധിക്കൂ, ഇതെല്ലായ്പ്പോഴും സത്യത്തോട് സമ്പ്രദായങ്ങൾ അനുരഞ്ജനം നടത്തുന്നതായിട്ട് എല്ലാ സമയത്തും എല്ലായ്പ്പോഴും അതുപോലെയായിരിക്കുന്നു. അങ്ങനെ ഇന്ന് നാം കാണുന്നത് അവർ
അവിടെ വെച്ച് എല്ലാ കാര്യങ്ങളെയും ഇതിലേക്ക് കുത്തിവെച്ച് കടത്തിയിട്ട് നമ്മുടെ എല്ലാ അവധി ദിവസങ്ങളും ദുഷിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ഈസ്റ്റർ ഇനിയും ക്രിസ്തുവിന്റെ പുനരുദ്ധാനം തന്നെ ആയിരിക്കുന്നില്ല. അതേതോ തരത്തിൽപ്പെട്ട ഈസ്റ്റർ മുയലും അല്ലെങ്കിൽ ഒരു പുതിയ തൊപ്പിയും അല്ലെങ്കിൽ മറ്റെന്തോ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇളം ചുവപ്പായ താറാവോ ആയിരിക്കുന്നു. സാന്താക്ലോസിന് ക്രിസ്തുവിന്റെ ജന്മദിവസമായിട്ട് യാതൊന്നും ചെയ്യാനില്ലാത്തതുപോലെ ഇതിനും ക്രിസ്തുവിന്റെ പുനരുദ്ധാനവുമായി യാതൊന്നും ചെയ്യാനില്ല. എന്നാൽ ഇത് ലോകമാകുന്നു. വാണിജ്യ ലോകം ഈ കാര്യങ്ങളെല്ലാം കൂടി ഇതുപോലൊരു താറുമാറലിൽ കൂട്ടിപ്പണച്ചിട്ട് ദൈവം ഇതെല്ലാം കൂടി കത്തിയരിച്ച് കളയുന്നതിൽ ന്യായീകരിക്കത്തക്ക അവസ്ഥയിലാകുന്നു എന്നുള്ളതിൽ യാതൊരു അത്ഭുതവുമില്ല. അവനത് ചെയ്യാൻ പോവുകയാണ്. അവനത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിന് ഇത് ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കണം. അതിനിനിയും യാതൊരു പ്രത്യാശയുമില്ല. അത് പോയി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ നാം ജീവിക്കുന്ന ഈ ഇരുണ്ട നാഴികയിലും ക്രിസ്ത്യാനികൾ അവരുടെ ക്രിസ്തുമസിന് ഒരു സത്യമുണ്ടെന്നും അത് ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ ജന്മദിവസമാണെന്നുള്ള വെളിച്ചത്തെ ഇപ്പോഴും ഉയർത്തിപ്പിടിച്ചിരിക്കണം. ഒരു കറുത്തിരുണ്ട രോഷാകുലമായ ആകാശത്തിലെ മേഘങ്ങൾക്കിടയിൽ കൂടെ വളഞ്ഞു പിരിഞ്ഞ് രണ്ടായി തിരിഞ്ഞ് വെട്ടിത്തിരിയുന്ന കൊല്ലിയാൻ ഇരുട്ടിലും വെളിച്ചമുണ്ടാക്കാൻ കഴിയുമെന്ന് കാണിക്കുന്നു. അത് ഇരുണ്ട സമയത്തും വെളിച്ചമുണ്ടാക്കാൻ കഴിയുമെന്ന് തെളിയിക്കുന്നു. ഇതിനെക്കുറിച്ച് ഇന്ന് രാത്രിയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരുപക്ഷെ അസാധാരണമായി കടന്നു വന്നേക്കാം. വിശേഷിച്ചും ഞാൻ എഴുതിക്കൊണ്ടുവന്നിട്ടുള്ള ഈ കുറിപ്പുകളും തിരുവെഴുത്തുകളും അത് ഞാൻ സൂചിപ്പിക്കുന്നതാണ്. അത് വളരെയധികം പേർ തിരുവെഴുത്തുകളും മറ്റുള്ള കാര്യങ്ങളും കുറിച്ചെടുക്കുന്നതാകുന്നു. ഇപ്പോൾ ഇതൊരു സ്വല്പം അസാധാരണമായ കാര്യമാകുന്നു. എന്നാൽ നിങ്ങൾ ഇതെല്ലായ്പ്പോഴും മനസ്സിൽ വെച്ചുകൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം എല്ലായ്പ്പോഴും അസാധാരണമാകുന്നു. അവൻ അസാധാരണമായ കാര്യങ്ങളെ ചെയ്യുന്നു. അതാണ് ഇന്ന് നമുക്കുള്ള കുഴപ്പം. നാം സാധാരണമായ കാര്യങ്ങളുമായിട്ട് അത്രയും ഉറച്ചു കഴിഞ്ഞിട്ട്, അതായത് എന്തെങ്കിലും അസാധാരണമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ പിന്നെ നാം എല്ലാവരും അതിന് പുറത്തായിട്ട് എന്ത് സംഭവിച്ചുവെന്ന് നമുക്ക് തന്നെ അറിയില്ല. ദൈവം അസാധാരണമായത് ചെയ്യുന്നു. വേദപുസ്തകം എപ്പോഴെങ്കിലും വായിക്കുന്ന ഏതൊരു മനുഷ്യനും അറിയാം, ദൈവം എല്ലായ്പ്പോഴും അസാധാരണമായ കാര്യങ്ങളെ പ്രവർത്തിക്കുന്നു. കൂടാതെ ഓർക്കുക, ഇതെല്ലാം ദൈവത്താൽ സ്വയം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട കാര്യങ്ങളാകുന്നു. അവന്റെ പുത്രന്റെ ഈ ജനനം തന്നെ അതെപ്പോഴാണ് സംഭവിക്കേണ്ടതെന്നും എങ്ങനെയായിരുന്നുവെന്നും എപ്പോഴായിരിക്കുമെന്നും ഇതെല്ലാം ദൈവം സ്വയം തന്നെ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട കാര്യങ്ങളാകുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ശരിക്കും കൊലപാതകനായ ഹെരോദാവ് എന്ന രാജാവിന്റെ സമയത്ത് തന്നെ ആകേണ്ടിയിരുന്നു. അവനൊരു കൊലപാതകനല്ലാതെ മറ്റാരുമല്ലായിരുന്നു. അവൻ ആ പിഞ്ചു കുഞ്ഞുങ്ങളെയെല്ലാം കൊന്നുകളയുകയും അത് കർത്താവിനെ കുറിച്ച് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് രാമയിൽ കരച്ചിലും നിലവിളിയും, റാഹേൽ മക്കളെ ചൊല്ലി കരഞ്ഞു, അവർ ഇല്ലായികയാൽ ആശ്വാസം കൈക്കൊള്ളാൻ മനസ്സിലാതിരുന്നു. അങ്ങനെ അരുളി ചെയ്തത് നിവൃത്തിയാകുന്നതിനിടയായി. നോക്കൂ, ഒരു കൊലപാതകനായ രാജാവ് വർഷങ്ങൾക്ക് മുമ്പ് മുൻകൂട്ടി അരുളി ചെയ്തിരുന്ന ഈ പ്രവചനത്തെ നിവൃത്തിയാക്കുന്നതിന് അവിടെ ആവശ്യമായിരുന്നു. എന്നാൽ ദൈവം തന്റെ പ്രവാചകനാൽ ഒരു വാക്ക് സംസാരിക്കുമ്പോൾ അത് ദൈവത്തിന്റെ വചനമാണെങ്കിൽ അത് സംഭവിച്ചിരിക്കേണ്ടത് ആവശ്യമാകുന്നു. അതെത്ര സമയം നീണ്ടു നിന്നാലും അതൊരു കാര്യമല്ല. അതപ്പോഴും വന്നു ഭവിച്ചിരിക്കും. കാരണം അതൊരു വിത്താകുന്നു. യേശു പറഞ്ഞു, ദൈവത്തിന്റെ വചനം വിതയ്ക്കുന്നവൻ വിതച്ച വിത്താകുന്നു. അതുകൊണ്ട് അതിന്റേതായ കാലത്ത് അത് അതിന്റെ ഫലങ്ങളെ വഹിച്ചിരിക്കണം. അങ്ങനെ ഇപ്പോൾ ഈ കൊലപാതകനായ രാജാവിന് ആ കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിനായി ആ സമയത്ത് അവിടെ ഉണ്ടാകേണ്ടിയിരുന്നു. മറ്റൊരു കാര്യം നാം ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കുന്നത്, തികച്ചും ആ സമയത്ത് തന്നെ ലോകമൊക്കെയും പേർ വഴി ചാർത്തണം എന്ന ആജ്ഞ ജനങ്ങളുടെ മേൽ പുറപ്പെടുകയുണ്ടായി. അങ്ങനെ ചെയ്യുന്നതിൽ കൂടെ യോസഫും തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോടുകൂടെ തിരികെ ബേത്ലഹേമിൽ എത്തുന്നതിന് അവർ നിർബന്ധിതരാകുകയുണ്ടായി. കാര്യങ്ങളെല്ലാം എങ്ങനെ ചെയ്യണമെന്ന് ദൈവത്തിനറിയാം. അവൻ തന്റെ ശത്രുവിന്റെ പ്രവൃത്തിയെപ്പോലും തനിക്ക് സ്തുത്യർഹമായി ചെയ്യുന്നതിനിടയാക്കും. പലപ്പോഴും കാര്യങ്ങളൊക്കെയും ശരിയായ സമയത്ത് നടത്തി തീർക്കുന്നതിന് നമുക്കിത് ചെയ്യാനുണ്ട്, നമുക്കത് ചെയ്യാനുണ്ട് എന്ന് നാം ചിന്തിക്കാറുണ്ട്. ദൈവത്തിന്റെ ഘടികാരം കൃത്യമായി ശബ്ദമുണ്ടാക്കുകയും യേശു കൃത്യസമയത്ത് ഇവിടെയായിരിക്കുകയും ചെയ്യും. അവൻ ഒരു നിമിഷം പോലും പിന്നിലായിരിക്കില്ല. എല്ലാ കാര്യങ്ങളും ദൈവം കൽപ്പിച്ചിട്ടുള്ളതുപോലെ തന്നെ കൃത്യമായി സംഭവിച്ചിരിക്കും. അതുകൊണ്ട് നാം അത് ചെയ്താലും നാം അത് ചെയ്യുന്നില്ല എങ്കിലും അത് അതേപോലെ തന്നെ ഇവിടെ ആയിരിക്കും. കാരണം ദൈവം അത് കൽപ്പിച്ചിരിക്കുകയും അത് അപ്രകാരം സംഭവിക്കുകയും ചെയ്യും. ഇപ്പോൾ നാം കാണുന്നത് ഈ ചാർത്തലിൽ ഹെരോദാവ് പറഞ്ഞത് അവരവരുടെ ജന്മസ്ഥലങ്ങളിൽ നിന്നും ചിതറിപ്പോയവർ എല്ലാവരും അവരുടെ പട്ടണങ്ങളിലേക്ക് തിരികെ എത്തിയിരിക്കണം. അവൻ ഇത് ചെയ്തപ്പോൾ അവൻ എന്തോ വലിയ കാര്യം ചെയ്യുകയാണെന്നായിരുന്നു അവൻ വിചാരിച്ചിരുന്നത്. എന്നാൽ അവൻ കൃത്യമായും യഹോവയുമായി യോജിപ്പില്ലായിരുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. എത്രയധികം പുരോഹിതന്മാർ യഹോവയുടെ നാമത്തിൽ ആ സമയത്ത് ഒരുപക്ഷെ ഹെരോദിനെ ശപിച്ചിട്ടുണ്ടായിരിക്കണം. ഒരുപക്ഷെ രഹസ്യമായിട്ട് എത്രയോ പേർ എഴുന്നേറ്റിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഓ ഈ റോമാക്കാരൻ, അതെന്തൊരു കാര്യമായിട്ട് നമുക്കിവനെ ഒരു വട്ടം കയ്യിൽ കിട്ടിയിരുന്നുവെങ്കിൽ നാം ഇവനെ ഇങ്ങനെയും അങ്ങനെയും ഇങ്ങനെയും എല്ലാം ചെയ്യുമായിരുന്നു. എന്നാൽ അതെല്ലാം കൃത്യമായും ദൈവത്തിന്റെ പദ്ധതിക്കനുസരിച്ച് പ്രവർത്തിക്കായിരുന്നു എന്ന് അറിഞ്ഞിരുന്നില്ല. പലപ്പോഴും ഇന്ന് നാം കമ്മ്യൂണിസത്തെയും അതുപോലെയുള്ള ഈ കാര്യങ്ങളെയെല്ലാം ശപിക്കാറുണ്ട്. അതതിനെ അർഹിക്കുന്നു എന്ന് ഞാൻ ഊഹിക്കുന്നു. എന്നാൽ സത്യം എന്താണെന്ന്
നിങ്ങൾക്കറിയാൻ മാത്രം കഴിഞ്ഞാൽ അത് ശരിക്കും ദൈവത്തിന്റെ കരങ്ങളിൽ പ്രവർത്തിച്ചിട്ട് ദൈവം ചെയ്യുന്നതിനു വേണ്ടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ശരിക്കും അതുപോലെ തന്നെ ചെയ്യുകയാകുന്നു. ബാബിലോണിനെ ഈ ഭൂമിയിൽ നിന്നും എടുത്തു കളയുന്നതിനു വേണ്ടി അവൻ എന്തെങ്കിലും ഒരു കാര്യത്തെ ഉയർത്തേണ്ടതായിട്ടുണ്ടായിട്ട് അവന്റെ പക്കൽ അതിനുള്ള ഉപകരണങ്ങൾ അവന്റെ കയ്യിലായിരിക്കുന്നു. നിങ്ങൾ തിരുവെഴുത്ത് വായിക്കുക മാത്രം ചെയ്യുക. അവൻ എന്ത് ചെയ്യുമെന്ന് എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് നേരെയായി അവിടെയായി എഴുതിയിരിക്കുന്നു. അന്നാളിലെ ദൈവ ശുശ്രൂഷകർ ഇത് വായിച്ച് പഠിച്ചിരുന്നുവെങ്കിൽ അത് സംഭവിക്കേണ്ടതായിരുന്നു എന്നവർ അറിയുമായിരുന്നു. ഇപ്പോൾ ഈ വലിയ ചാർത്തലിൽ രാജാവ് തന്റെ ഉത്തരവ് കൊടുത്തിരിക്കുകയും അല്ലെങ്കിൽ തന്റെ കൽപ്പന പുറപ്പെടുവിക്കുകയും, അതായത് എല്ലാ ജനങ്ങളും അവരുടെ ജന്മദേശത്തേക്ക് മറ്റ് യാതൊന്നും പരിഗണിക്കാതെ തിരികെ എത്തിയിരിക്കണം. ഇപ്പോൾ ഇത് കണ്ടിട്ട് ഒരു ഭയങ്കരമായ കാര്യമായിരുന്നിട്ട് ആ പാവം പിടിച്ച സ്ത്രീക്ക് വയറ്റിലുള്ള ഈ കുഞ്ഞിന്റെ ഭാരവുമായിട്ട് അവളായിരുന്ന ആ സ്ഥലത്ത് നിന്നും ഒരു നീണ്ട യാത്ര തന്നെ എടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഇന്നായിരുന്നുവെങ്കിൽ നാം ഒരു ആംബുലൻസ് വാഹനം എടുക്കുന്നതിനെ കുറിച്ച് ഓർക്കുമായിരുന്നു. അങ്ങനെ അവൾക്കത് ആവശ്യമായിരുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും പലസ്തീനിലായിരുന്നിട്ടുണ്ടെങ്കിൽ ആ പരിപരുത്ത ഉരുണ്ട പാറക്കല്ലുകളിൽ കൂടി ഒരു കോവർ കഴുതയുടെ പുറത്തിരുന്നുകൊണ്ട് ഏത് രീതിയിൽ അവൾക്ക് യാത്ര ചെയ്ത് കടന്നു വരേണ്ടിയിരുന്നു എന്ന് കാണാമായിരുന്നു. അതെത്ര മോശമായിരുന്നാലും, അതെത്ര ക്രൂരമായി കാണപ്പെട്ടിരുന്നാലും അതൊരു കാര്യമായിരുന്നില്ല. അത് രാജാവിന്റെ ഉത്തരവായിട്ട് എല്ലാവരും അത് ചെയ്തിരിക്കണം. ചെറുപ്പമായിരുന്നാലും വയസ്സായാലും തയ്യാറാണെങ്കിലും അല്ലെങ്കിലും എങ്ങനെയൊക്കെ ആയിരുന്നാലും അവർക്കത് ചെയ്യേണ്ടിയിരുന്നു. പലപ്പോഴും നമ്മുടെ ഭാരങ്ങൾ എന്ന് നാം അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. എനിക്ക് ഈ കാര്യത്തെ ഇവിടെ തന്നെ കൊണ്ടുവരേണ്ടത് ആവശ്യമായിട്ടുണ്ട്. അതായത് പലപ്പോഴും നമ്മുടെ ഭാരങ്ങൾ അത്രയും ഭാരമേറിയതായിട്ട് ഈ ലോകത്തിൽ അതുപോലെ യാതൊന്നുമില്ല എന്ന് നാം കരുതാറുണ്ട്. നിങ്ങൾക്കറിയാമോ, ആ വക കാര്യങ്ങളെല്ലാം നല്ലതിനു വേണ്ടിയാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? അവയെല്ലാം നിങ്ങളെ വളച്ചെടുക്കുന്നതിനും നിങ്ങളെ ഉണ്ടാക്കുന്നതിനുമാകുന്നു. പ്രവാചകന്മാരും വിശുദ്ധന്മാരും മരുഭൂമിയുടെ പിന്നിലായി ആ പൊരിയുന്ന ചൂട്, സൂര്യന്റെ ചൂടിൽ ഉപദ്രവങ്ങളിൽ കൂടെയും ക്ലേശങ്ങളിൽ കൂടെയും വളച്ചെടുക്കപ്പെട്ടു. ഇന്ന് നമുക്കുള്ളതായ ഈ കാര്യങ്ങൾ, നമുക്ക് മുമ്പുള്ള മറ്റ് ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ചിട്ടുള്ളതായ കാര്യങ്ങൾ യാതൊന്നും തന്നെ നമുക്ക് സംഭവിച്ചിട്ടില്ല. മറ്റുള്ള ക്രിസ്ത്യാനികൾക്ക് ഇതുപോലെയുള്ള ഇരുണ്ട നാഴികയിൽ നിൽക്കേണ്ടി വരികയും അവരുടെ സാക്ഷ്യങ്ങൾക്ക് വേണ്ടി സിംഹങ്ങൾക്ക് പോലും ഇരയാകേണ്ടി വന്നിരുന്നു. അതേസമയത്ത് നാം അതിനെ ഒരു ചെറിയ അന്തസ്സിന്റെ കാര്യത്തിലേക്ക് എടുക്കുകയും, അല്ലെങ്കിൽ നാം ആരോ എന്തോ ആണെന്ന് വിചാരിച്ചുകൊണ്ട്, ശരി കൊള്ളാം, ഞാൻ ഇന്നയിടത്തെ അംഗമാകുന്നു, അത് ഈ വിശിഷ്ട സഭയാകുന്നു, ഞാൻ അതിനൊരു നിന്ദ കൊണ്ടുവരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് ഭയപ്പെടേണ്ടതിന്റെ ആവശ്യമില്ല. നിങ്ങളുടെ വെളിച്ചത്തെ വീശുക. അവൻ ദൈവപുത്രനാകുന്നു എന്നുള്ള നിങ്ങളുടെ ദൃഢവിശ്വാസവുമായിട്ട് ചേർത്ത് നിൽക്കുക. ഇതൊരു ക്രിസ് കിറിങ്കിളിന്റെ ഒരു രാത്രിയിലെ സന്ദർശനമല്ല. ഇത് യേശു ക്രിസ്തുവിന്റെ ജനനമാണ് നാം ആഘോഷിക്കുന്നത്. നോക്കൂ, ഇപ്പോൾ ആ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം നാം കണ്ടിരിക്കുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു മണി ഉണ്ടാക്കുമ്പോൾ ഏതെങ്കിലും പ്രസിദ്ധിയാർജിച്ച മണി ഒരു പള്ളിയിലെ മുഴക്കത്തിനായോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു വിശേഷപരമായ മണിനാദം കൊടുക്കുന്നതിന് വേണ്ടി നിർമ്മിക്കുന്നത് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരു മണിനാദം മുഴക്കുകയാണെങ്കിൽ അതിന്റെ ഓരോ മണിക്കും ഒരു പ്രത്യേക വ്യാപ്തി എടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ചില പ്രത്യേക വസ്തുക്കൾ അതിലേക്ക്, ഇത്രയും പിത്തളയും ഇത്രയും ലോഹവും ഇത്രയും ധാതുക്കളും ഈ മണിക്ക് വേണ്ടി അതിലേക്ക് ഇടേണ്ടതായിട്ടുണ്ട്. അത് നേരെ പിത്തള മാത്രമാണെങ്കിൽ അത് ശരിയായി മണിയടിക്കുകയില്ല. അതിനുവേണ്ടി എല്ലാ തരത്തിൽപ്പെട്ട വസ്തുക്കളും അതിലേക്ക് ഇട്ടിട്ട് അത് ശരിയായ തരത്തിൽപ്പെട്ട ഒരു ധ്വനി അതിൽ നിന്ന് അടിക്കുന്നതിനിടയാക്കുന്നു. ഇതിന്റെ ആകാരത്തെ ഉണ്ടാക്കിയ, ഇതിന്റെ ആകാരത്തെ ഒരുക്കിയ ആ വ്യക്തിക്ക് കൃത്യമായും ആ ഗോളാകൃതിയിലേക്ക് അതിനെ എടുക്കുന്നതിന് അതിലേക്ക് എത്ര ലോഹം പോകണമെന്നും ആ മണി അതിന്റെ ശരിയായ മുഴക്കത്തെ നൽകുന്നതിന് ആവശ്യമാണെന്നും അറിയുന്നു. ദൈവം നമ്മുടെ ഗോപുരശേഖരമാകുന്നു. ദൈവം അവൻ ആ മഹത്തായ വലിയ ശുദ്ധീകരണ ചൂളയായിട്ട് ഈ കാര്യങ്ങളെല്ലാം അവന് നമ്മുടെ മേലിട്ടിട്ട് പരീക്ഷകളും ഉപദ്രവങ്ങളും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളിലും കൂടി നമ്മെ വളച്ചുകൂട്ടിയെടുത്തിട്ട് നമ്മുടെ സാക്ഷ്യങ്ങളെ ഒരു വിശേഷ സമയത്തേക്ക് വേണ്ടിയുള്ള നാദത്തിനായി, ഒരു വിശേഷ വാർത്തയോടുകൂടി ഒരു വിശേഷ ദിവസത്തേക്കുള്ള മണിനാഥ മുഴക്കത്തിനായി ദൈവം ആഗ്രഹിക്കുന്നു. നാം വ്യത്യസ്തരായി ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു. നാം എല്ലാവരും വ്യത്യസ്തരായി ഉണ്ടാക്കപ്പെട്ടവരാകുന്നു. നാം വ്യത്യസ്തമായി കാണുന്നു. എന്നാൽ നാം എല്ലാവരും ഒരു കാര്യം കാണുന്നു, അത് യേശു ക്രിസ്തുവാകുന്നു. നമുക്കവനെ നോക്കാം. നമുക്കവനെ കാണാൻ കഴിയുന്ന ഒരേ ഒരു വഴി എന്നത് ഈ വചനത്തിന് വിപരീതമായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കുന്നത് അവനെയല്ല, കാരണം ഈ വചനം അവൻ തന്നെയാകുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു മതസംഹിതയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സഭാ സംഘടനയോ നോക്കിയിട്ട് ഞാനതിലെ അംഗമാകുന്നു, അത് ധാരാളം മതി എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അത് ആ വചനത്തിലേക്ക് നോക്കുന്നില്ലെങ്കിൽ പിന്നെ അതിൽ നിന്നും നിങ്ങളുടെ നോട്ടം മാറ്റിക്കൊള്ളുക. ആ വചനത്തിലേക്ക് നോക്കുക. അത് തന്നെയാണ് നാം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ക്രിസ്തു, ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പെടുത്തൽ, അവൻ ദൈവത്തിന്റെ വചനത്തിന്റെ ന്യായീകരണമാകുന്നു. ഇപ്പോൾ അവിടെ സംഭവിച്ച ഈ വലിയ കാര്യങ്ങളെല്ലാം ഈ ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം വിചിത്രമായി കാണപ്പെട്ടിരുന്നു. ഇത് അവർക്ക് വിചിത്രമായി കാണപ്പെട്ടെന്നിരിക്കാം, എന്നാൽ അതെല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുകയായിരുന്നു.
ഇപ്പോൾ യോസഫിന്റെ സ്വപ്നത്തെക്കുറിച്ച് ഞാൻ ഒരു നിമിഷം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനെക്കുറിച്ചുള്ള തിരുവെഴുത്ത് എഴുതിക്കൊണ്ടുവന്നത് എന്റെ പക്കൽ ഇവിടെയുണ്ട്. ദൈവം എല്ലാ സമയത്തും എല്ലാ കാലങ്ങളിലും തന്റെ ജനങ്ങളോട് സ്വപ്നങ്ങളിൽ കൂടി സംസാരിക്കുകയും സ്വയം വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്വപ്നം ഒരു ഉറപ്പായ കാര്യമാകുന്നില്ല. എല്ലാ സ്വപ്നങ്ങളും ദൈവത്തിൽ നിന്നുമാകുന്നില്ല. ഇപ്പോൾ വളരെ പേർക്ക് സ്വപ്നങ്ങൾ ഉണ്ടാകുകയും അവർക്ക് എല്ലാ തരത്തിൽപ്പെട്ട സ്വപ്നങ്ങൾ ഉണ്ടാകാറുമുണ്ട്. നിങ്ങൾ രാത്രിയിൽ കിടക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു നല്ല വലിയ അത്താഴവും കഴിഞ്ഞിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് സ്വപ്നവും കണ്ടെന്നിരിക്കാനിടയുണ്ട്. നിങ്ങൾക്ക് പനിയുണ്ടായിരുന്നിരിക്കാം, നിങ്ങൾക്ക് പലതരത്തിൽപ്പെട്ട ദുസ്വപ്നങ്ങളും മറ്റും ഉണ്ടായിരുന്നിരിക്കാം. അത് ദൈവത്തിൽ നിന്നുമാകുന്നില്ല. എന്നാലും എന്നിരിക്കലും ദൈവം സ്വപ്നങ്ങളിൽ കൂടെ ജനങ്ങളോട് ഇടപെടാറുണ്ട്. നാം ഇതിനു മുമ്പ് യാക്കോബിന്റെ പുത്രനായ യോസഫിനെ അവൻ എപ്രകാരം ഒരു പ്രവാചകനായിരുന്നു എന്ന് കണ്ടിരുന്നു. ഒരു പ്രവാചകൻ സ്വപ്നങ്ങൾ മനസ്സിലാക്കിയിരുന്നു. ഇപ്പോൾ ഒരു സ്വപ്നം വ്യാഖ്യാനിക്കപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ അതൊരു ദർശനമായി തീരുന്നു, അതൊരു പ്രവചനമാകുന്നു. ഇപ്പോൾ ഇതിനു മുമ്പായിട്ട് നെബൂഖദ്നേസർ രാജാവിന്റെ കാലത്തും അതിനും പിന്നിലായി ദാനിയേലിന്റെ കാലത്തും വളരെ പിന്നിലായും ദൈവം ജനങ്ങളോട് സ്വപ്നങ്ങളിൽ കൂടെയും ആത്മീയ സ്വപ്നങ്ങളിൽ കൂടെയും ഇടപെട്ടിട്ടുള്ളതായി നാം കാണുന്നു. ഞാൻ അവയിൽ വിശ്വസിക്കുന്നു. നമുക്കതിപ്പോഴുമുണ്ട്. എത്രയോ വട്ടം എനിക്ക് തന്നെ അത് സാക്ഷീകരിച്ചിട്ട് പറയേണ്ടതായി വന്നിട്ടുണ്ട്. അതായത് നൂറുകണക്കിന് ആളുകളുടെ സ്വപ്നങ്ങൾ ശരിയായി വ്യാഖ്യാനിക്കപ്പെട്ടിട്ട് അത് കൃത്യമായും അതുപോലെ തന്നെ സംഭവിക്കുകയും ഉണ്ടായിട്ടുണ്ട്. സ്വപ്നം ഒരു തരത്തിൽ ഒരു സാങ്കല്പികമായ കാര്യമാകുന്നു. ഇപ്പോൾ ഒരു വട്ടം ഒരു പരിശോധനയ്ക്കിടയിൽ വെച്ച് സ്വപ്നത്തെക്കുറിച്ച് എന്നോട് ചോദിക്കപ്പെടുകയുണ്ടായി. ഒരു സ്വപ്നമുണ്ടാകുന്നത് നിങ്ങൾ നിങ്ങളുടെ ഉപബോധാവസ്ഥയിലായിരിക്കുമ്പോഴാകുന്നു എന്ന് നമ്മോട് പറയപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു വ്യക്തിക്ക് മുൻപേ തന്നെ ഒരു ബോധമുള്ള അവസ്ഥയുണ്ട്. ഈ മുൻപേ തന്നെയുള്ള ബോധമായ അവസ്ഥയിൽ നിങ്ങളുടെ 5 ഇന്ദ്രിയങ്ങളായ കാണുക, രുചിക്കുക, സ്പർശിക്കുക, മണക്കുക, കേൾക്കുക എന്നിവ സജീവമാകുന്നു. എന്നാൽ നിങ്ങൾ നിദ്രയിലേക്ക് പോകുമ്പോൾ ഈ 5 ഇന്ദ്രിയങ്ങളും നിഷ്ക്രിയമായി പോകുന്നു. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു ഉപബോധാവസ്ഥയിലേക്ക് കടന്നിട്ട് അത് നിങ്ങളിൽ നിന്നും വളരെ അകന്ന ഒരവസ്ഥയായിട്ട് പിന്നെ നിങ്ങൾ ആ അവസ്ഥയിൽ അവിടെ സ്വപ്നങ്ങൾ കാണുന്നു. എന്നാൽ നിങ്ങൾ അതിൽ നിന്നും തിരികെ വന്ന് ഉറക്കമുണരുമ്പോൾ എന്നാൽ അവിടെ ഒരു വ്യക്തി ഉണ്ടായിരിക്കില്ല, അവിടെ ഒരു മനുഷ്യൻ പോലും ഉണ്ടായിരിക്കില്ല എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ള സ്വപ്നം നിങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ടാകും. അതിനുശേഷം തിരികെ വീണ്ടും നിങ്ങൾ സുബോധാവസ്ഥയിലെത്തുമ്പോൾ അതിന്റെ എവിടെയെങ്കിലുമുള്ള ചില ഭാഗങ്ങൾ നിങ്ങൾ അപ്പോഴും ഓർത്തിരിക്കും. ഒരുപക്ഷെ അത് വർഷങ്ങൾക്ക് മുമ്പുള്ളതായിരിക്കാം. ഞാനൊരു ബാലനായിരുന്നപ്പോൾ കണ്ടിട്ടുള്ള സ്വപ്നങ്ങൾ ഞാൻ ഓർക്കാറുണ്ട്. ഞാനിപ്പോഴും അത് ഓർക്കാറുണ്ട്. അപ്പോഴും അതിലുള്ള ചില ഭാഗങ്ങൾ മറ്റെവിടെയെങ്കിലും ആയിരിക്കാനുള്ള സാധ്യതയുണ്ടായിരിക്കും. ഇപ്പോൾ അതെല്ലാം സ്വപ്നമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ബോധമായുള്ള അവസ്ഥയിൽ നിന്നും ദൂരത്താകുന്നു. അതിനുശേഷം അത് തിരികെ എത്തുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നം പറയുന്നു. അത് ദൈവത്തിൽ നിന്നാണെങ്കിൽ സ്വപ്നങ്ങൾക്ക് ഒരു വ്യാഖ്യാതാവുണ്ടായിരിക്കും. വേദപുസ്തകം പറയുന്നു, നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനുണ്ടെങ്കിൽ യഹോവയായ ഞാൻ അവന് ദർശനത്തിൽ എന്നെ വെളിപ്പെടുത്തുകയും സ്വപ്നത്തിൽ അവനോട് അരുളി ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ യാക്കോബിന്റെ പുത്രനായ യോസഫ് അത്തരത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു എന്ന് നാം കാണുന്നു. അതായത് അവർ സ്വപ്നങ്ങൾ കാണുകയും അവനത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. അവന് സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാൻ കഴിയുകയും അവൻ ദർശനങ്ങൾ കണ്ടുവരുന്നു. അതെല്ലാം ഒരാത്മാവിന്റെ പ്രവൃത്തിയായിരുന്നു. അതുകൂടാതെ ഈ കാര്യത്തിൽ നാം കാണുന്നത് ഒരു ദീർഘദർശിയായി അല്ലെങ്കിൽ ദർശനങ്ങൾ കാണുന്നവനായി ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ നിങ്ങൾ ദൈവത്താൽ വിളിക്കപ്പെട്ട വ്യക്തിയായിരിക്കണം. ശ്രദ്ധിക്കുക, ഇവിടെ നിങ്ങളുടെ ഉപബോധാവസ്ഥ പ്രാകൃതികമായും ഇവിടെ നിങ്ങളുടെ മുമ്പെയുള്ള ബോധമേറിയ അവസ്ഥയുമാകുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബോധത്തിൽ നിന്നും നിങ്ങളുടെ 5 ഇന്ദ്രിയങ്ങളിൽ നിന്നും ഉപബോധാവസ്ഥയിലേക്ക് പോകുന്നതിനു വേണ്ടി ഉറക്കത്തിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം തിരികെ എത്തേണ്ടതായിട്ടുമുണ്ട്. അതാകുന്നു ഒരു സ്വപ്നം. എന്നാൽ ഒരു ദർശനക്കാരന് 2 ബോധാവസ്ഥയും നേരെ ഒരുമിച്ചാകുന്നു. നിങ്ങൾ ഈ 5 ഇന്ദ്രിയങ്ങളിൽ നിന്നും പുറത്തു പോകാതെ നിങ്ങൾ അപ്പോഴും ഈ 5 ഇന്ദ്രിയങ്ങൾ തന്നെ നേരെ നിന്നുകൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് നേരെ നോക്കി കാണുന്നു. നോക്കൂ, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ബോധമായ അവസ്ഥയെ ഒരിക്കലും വിട്ടുപോകുന്നില്ല. നിങ്ങൾ അവിടെ തന്നെയായിട്ട് നിങ്ങൾ എവിടെയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുകയും നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ അറിയുകയും നിങ്ങളുടെ വാക്കുകളെ സംസാരിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ അതൊരു മുൻ നിയമിക്കപ്പെട്ട കൃപാവരമാകുന്നു. ദൈവം തന്റെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അനുദപിക്കുന്നില്ലല്ലോ. നോക്കൂ, ദൈവം അത് ചെയ്യുന്നു. നിങ്ങൾ ഉറക്കത്തിലേക്ക് പോകുന്നില്ല. നിങ്ങൾ 2 കണ്ണുകളും തുറന്നുകൊണ്ട് അവിടെ തന്നെ നിൽക്കുകയും നേരെ അവിടെ നിന്നുകൊണ്ട് അതിലേക്ക് നോക്കുകയും നിങ്ങൾ നോക്കുന്നതിനെ കാണുകയും ചെയ്യുന്നു. മനസ്സിലായില്ലേ? തീർച്ചയായും ദൈവത്തിൽ നിന്നുമുള്ള ഒരു ദർശനം എന്താകുന്നുവോ അതാകുന്നു. ഇന്ന് നാം ഉറങ്ങുന്നു. അതാണ് ഇന്നത്തെ ലോകത്തിന്റെ കുഴപ്പം. അത് ഉറങ്ങുകയാകുന്നു. വളരെയധികം ആളുകൾ വെറുതെ ഉറങ്ങുന്നത് ഇഷ്ടപ്പെടുന്നു. എന്നാൽ ഞാനിത് പറയട്ടെ, സ്വർഗത്തിൽ കിടക്കകളില്ല. നാം സ്വർഗത്തിലെത്തുമ്പോൾ നാം ഉറങ്ങുന്നതിന് പോകുകയില്ല. കാരണം അവിടെ രാത്രികളില്ല. അവിടെ രാത്രിയില്ലാത്തതിന്റെ കാരണത്താൽ നിങ്ങൾ സ്വർഗത്തിലെത്തുമ്പോൾ നിങ്ങൾക്ക് ഉറങ്ങേണ്ടി വരികയില്ല. കാരണം അവിടെ കിടക്കുകളുമില്ല.
എന്നാൽ ശ്രദ്ധിക്കുക, നമ്മുടെ ബോധമുള്ള അവസ്ഥയിൽ ദൈവത്തിന് നമ്മുടെ എല്ലാ ഭാഗങ്ങളെയും നാം അത് അവനു വേണ്ടി പരിവർത്തനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ കഴിയും. നാം ആയിരിക്കുന്നതെല്ലാം അവന്റെ സേവനത്തിനായി പരിവർത്തനം ചെയ്ത് പൂർണ്ണമായും ദൈവത്തിന്റെ കൈകളിൽ കൊടുക്കുമ്പോൾ അവന് നമ്മെ സ്വപ്നങ്ങളിൽ ഉപയോഗിക്കാനും അവന് നമ്മെ സംസാരത്തിൽ ഉപയോഗിക്കാനും അവന് നമ്മെ എല്ലാ ഇന്ദ്രിയങ്ങളിലും ഉപയോഗിക്കാനും കഴിയും. നാം ആയിരിക്കുന്നതെല്ലാം ദൈവത്തിനു വേണ്ടി മാറ്റപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ ദൈവത്തിന് അത് ഉപയോഗിക്കാൻ കഴിയും. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? നോക്കുക, അവനു വേണ്ടി നാം എല്ലാ കാര്യങ്ങളെയും പരിവർത്തനം ചെയ്ത് കഴിയുമ്പോൾ അവന് അത് ഉപയോഗിക്കാൻ കഴിയും. നമുക്ക് നമ്മുടെ മുഴുവൻ ജീവിതവും പരിവർത്തനം ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ക്രിസ്ത്യാനികളായി നമുക്ക് ഈ ദിവസം ആത്മീയ സ്വപ്നങ്ങൾ ഉണ്ടാകാൻ കഴിയുകയും അതിന് എന്തെങ്കിലും അർത്ഥമുണ്ടായിട്ട് അതിന് കാര്യങ്ങളെ മുൻകൂട്ടി പറയാനും കഴിയും. അത് സത്യമാണെന്ന് നമുക്കറിയാം. ഒരു ആത്മീയ സ്വപ്നം വ്യാഖ്യാനം ചെയ്യപ്പെടുകയും ശരിയായി വ്യാഖ്യാനം ചെയ്യപ്പെടുന്നത് ഒരു ദർശനത്തിന് സമമാകുന്നു. ഒരു ദർശനം എന്താകുന്നു? ഒരു ദർശനം എന്നത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളുടെ മുൻകൂട്ടിയുള്ള പ്രവചനമാകുന്നു. അത് സംഭവിക്കുന്നതിന് മുമ്പേ മുൻകൂട്ടി പറയുന്നു. ആ രീതിയിലാണ് ദൈവം എല്ലായ്പ്പോഴും അത് സത്യമാണോ അല്ലയോ എന്ന് ന്യായീകരിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ പഴയ നിയമത്തിലുണ്ടായിരുന്ന ആ വ്യക്തി ഒരു പ്രവാചകനായിരിക്കാനുള്ള സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് അവൻ പറഞ്ഞത് സംഭവിക്കുന്നതിൽ കൂടെ അറിയാൻ കഴിഞ്ഞിരുന്നു. അതിനുശേഷം അവർ അറിഞ്ഞിരുന്നു, ഈ മനുഷ്യൻ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ആ മനുഷ്യൻ വെറുതെ അവന്റെ തലയിൽ കൈവച്ചിട്ടോ അല്ലെങ്കിൽ പിടിച്ചു കുലുക്കിയിട്ടോ ഒരു കൃപാവരം കൊടുത്തിട്ടോ അല്ല അത് വന്നിരിക്കുന്നത്. അവൻ ഒരു കൃപാവരത്താൽ ജനിച്ചിരിക്കുന്നു. അവൻ ജനിച്ചപ്പോൾ അതിൽ അത് ജനിച്ചു. അത് ജനിക്കുന്നതിന് മുമ്പേ യെശയ്യാ പ്രവാചകനെ നോക്കൂ. അവൻ യോഹന്നാനെ കുറിച്ച് അവൻ ജനിക്കുന്നതിന് 712 വർഷങ്ങൾക്ക് മുമ്പ് അവൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാകുന്നുവെന്ന് അവനെ കുറിച്ച് പ്രവചിച്ചിരുന്നു. യെരമ്യാവിനെ നോക്കൂ. അവന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ അവൻ അവിടെ എത്തുന്നതിന് മുമ്പേ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ വിശദീകരിച്ച് ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. മനസ്സിലായില്ലേ? ദൈവം തന്റെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അനുദപിക്കുന്നില്ലല്ലോ. അതിനു മാത്രമായിട്ട് നിങ്ങൾക്ക് കഴിയുന്നത് അതിനോടൊപ്പം പ്രവർത്തിക്കുന്നതിനായി എന്തെങ്കിലും ഉള്ളപ്പോൾ മാത്രമാണ് അതിന് പ്രവർത്തിക്കാൻ കഴിയുന്നത്. അതിപ്രകാരമായിട്ട് നിങ്ങൾക്കൊരു വലതു കൈ പ്രവർത്തിക്കാനുണ്ടായിട്ട് നിങ്ങൾക്കൊരു വലതു കൈ ഉണ്ടായിരിക്കുകയും ചെയ്യുന്നെങ്കിൽ പിന്നെ അത് ദൈവരാജ്യത്തിനായി പ്രവർത്തിക്കുന്നതിനിടയാകട്ടെ. നിങ്ങൾക്ക് കാഴ്ചയ്ക്കായി കണ്ണുകളുണ്ടെങ്കിൽ പിന്നെ ശരിയായ കാര്യങ്ങളെ കാണുക. ചുണ്ടുകൾ സംസാരിക്കുന്നതിനായി ശബ്ദമുണ്ടെങ്കിൽ ശരിയായ കാര്യങ്ങളെ സംസാരിക്കുക. അതെന്ത് തന്നെയായാലും ശരിയായ കാര്യങ്ങളെ ചെയ്യുക. നിങ്ങൾക്കുള്ളതെല്ലാം ദൈവത്തിനു വേണ്ടി അവന്റെ മഹത്വത്തിനായി പരിവർത്തനം ചെയ്യുക. ഇപ്പോൾ മുൻകൂട്ടിയുള്ള പ്രവചനം ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി പറയുന്നു എന്ന് നാം കാണുന്നു. അത് വിചിത്രമായി കാണപ്പെടുന്നു. അതായത് സർവശക്തനായ ദൈവം അത് മുൻകൂട്ടി പറയുകയും ശിശുവായ യേശുവിന്റെ ക്ഷേമം എടുക്കുകയും ഒരു സ്വപ്നത്തിൽ കൂടി എന്തു ചെയ്യണമെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോൾ ആ ദൈവം തന്നെ ഈ രണ്ടാമതായ രീതിയിൽ കൂടി തന്റെ സ്വന്തം പുത്രന് വേണ്ടി യോസഫിന് ഒരു സ്വപ്നത്തിൽ കൂടി അത് വെളിപ്പെടുത്തി കൊടുത്തു. അവൻ അങ്ങനെ ചെയ്തു എന്ന് വേദപുസ്തകം പറയുന്നു. അതേ ശ്രീമാൻ. ഇപ്പോൾ യോസഫ് ഒരു നീതിമാനായ മനുഷ്യനും ദാവീദിന്റെ സന്താനവും മറിയവുമായിട്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞവനുമായിരുന്നു. നാം മുമ്പോട്ട് പോകുന്നതിന് മുമ്പ് ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു. വിവാഹ നിശ്ചയം എന്ന് പറയുന്നത് പൂർവ്വദേശത്ത് വിവാഹം പോലെ തന്നെയാകുന്നു. അത് വിവാഹ നിശ്ചയമാകുന്നു. അവർ വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ വിവാഹിതരാകുന്നു. അവർക്കിടയിൽ ആ ദൈവിക പ്രതിജ്ഞ നടത്തി കഴിയുമ്പോൾ തന്നെ ആവർത്തന പുസ്തകം 22:23 വായിക്കുക. അവിടെ നിങ്ങൾക്ക് കാണാം, വിവാഹ നിശ്ചയം കഴിഞ്ഞ സ്ത്രീയും പുരുഷനും അവരുടെ പ്രതിജ്ഞ നിവൃത്തിയാക്കാൻ മാസങ്ങളോളം താമസിച്ചിരിക്കാം. അവർ ആ പ്രതിജ്ഞ ലംഘിച്ചാൽ അവർ വ്യഭിചാരത്തിന് കുറ്റക്കാരായിരിക്കും. അത് ശരിയാണ്. അവർ വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ വിവാഹിതരായവരെ പോലെ തന്നെയാകുന്നു. നിയമം അവർക്ക് ഭാര്യ ഭർത്താവിനെ പോലെ ജീവിക്കാനുള്ള അവകാശം അതുവരെയും അവർക്ക് കൊടുത്തിട്ടില്ലെങ്കിലും ദൈവം മുമ്പാകെ അവർ തമ്മിൽ വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുകയും അവരുടെ വാക്കുകൾ ദൈവരാജ്യത്തിൽ മുദ്രയിടപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതിനെ ലംഘിക്കുന്നത് വ്യഭിചാരം ചെയ്യുന്നത് തന്നെയാകുന്നു. ഇപ്പോൾ യോസഫ് മറിയമുമായിട്ട് വിവാഹ നിശ്ചയം ചെയ്തു കഴിഞ്ഞിരുന്നു. ദൈവവേലക്കാരായ സഹോദരന്മാർ ഇത് ശരിയായ രീതിയിൽ എടുത്ത് പഠിക്കുകയാണെങ്കിൽ വിവാഹവും വിവാഹമോചനവും എന്ന വിഷയത്തെ അത് നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാക്കുകയും അതിനെക്കുറിച്ച് ഇന്ന് ജനങ്ങളുടെ ഇടയിൽ അത് അത്രമാത്രം കഠിനമായും വ്യത്യസ്തമായും കാണപ്പെടുന്നു. ഇപ്പോൾ അവളുടെ ഭർത്താവായ യോസഫിനെ ശ്രദ്ധിക്കുക. അവൻ ഒരു നീതിമാനായ മനുഷ്യനായിരിക്കെ നോക്കൂ, ഇത് തകർക്കപ്പെടാൻ കഴിയില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അവൾ പറഞ്ഞു, അവൾ അവനോട് പറഞ്ഞിരിക്കണം, ഈ ചെറുപ്പക്കാരിയായ മനോഹരിയും
യൗവനക്കാരിയുമായ യഹൂദക്കാരിയായ കന്യകയായ പെൺകുട്ടി, അവൾ എനിക്ക് കാണാൻ കഴിയാവുന്നിടത്തോളം നാം എല്ലാവരും ഇവിടെ പ്രായപൂർത്തിയായിട്ടുള്ളവരാണ്. അവൾ അമ്മയാകാൻ പോവുകയായിരുന്നു. കൂടാതെ യോസഫ് അവളോടുകൂടെ പോകുകയും ഈ കാര്യം ശ്രദ്ധിച്ചു വരുന്നു. അത് അവളുമായി വിവാഹ നിശ്ചയം നടത്തിയതിനു ശേഷമായിരുന്നു. അവൾ അമ്മയാകാൻ പോകുന്നുവെന്ന് അവൻ കണ്ടുപിടിച്ചിരിക്കുന്നതിൽ യാതൊരു സംശയമില്ലായിരുന്നു. ഇപ്പോൾ അവനൊരു നീതിമാനായിരുന്നു. അവൻ നീതിമാനായിരുന്നുവെന്ന് വേദപുസ്തകം പറയുന്നു. അവളുടെ നിരപരാധിത്വം അവനോട് പറഞ്ഞിരിക്കണം. ആ സ്നേഹവതിയായ സ്ത്രീ പറയുന്നത് എനിക്ക് കേൾക്കാൻ കഴിയും. എന്റെ പ്രിയ സ്നേഹിത, എന്റെ പ്രിയ ഭർത്താവായ ജോസഫേ, ഈ കാര്യത്തിൽ ഞാൻ നിരപരാധിയാകുന്നു. അവൾ തീർച്ചയായും അവനോട് അവൾക്കുണ്ടായ ആ മഹാനായ പ്രധാനദൂതന്റെ സന്ദർശനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കണം. ആ പ്രധാനദൂതനായ ഗബ്രിയേൽ അവളുടെ അടുക്കലെത്തുകയും അവളെ ഈ മഹത്തായ അടയാളത്തോടുകൂടി സന്ദർശിക്കുകയും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുമുള്ളതിനെക്കുറിച്ച് അവളോട് പറയുകയും ചെയ്തിരുന്നു. അതിനുശേഷം നാം അവളെ ശ്രദ്ധിക്കുമ്പോൾ അവൾക്കുണ്ടായ ഈ സന്ദർശനത്തിന് ശേഷം ഈ ദൂതന്റെ സന്ദേശവുമായിട്ട് അവൾ അത്രമാത്രം ആവേശഭരിതയായിട്ട് അവൾ നസറത്തിൽ നിന്നും കുന്നിൻ പ്രകൃതമായ യഹൂദിയ ദേശത്തേക്ക് പോകുകയും നസറത്തിൽ അവൾ ദേശവാസിയും അതൊരു താണ നിലവാരമുള്ള ഒരു ചെറിയ നഗരവുമായിരുന്നു. അങ്ങനെ അവൾ അവിടെ എത്തിയപ്പോൾ അവളുടെ ചാർച്ചക്കാരത്തിയായ എലിസബത്തും അമ്മയാകുന്നതിന് 6 മാസമായി കഴിഞ്ഞിരിക്കുകയും മച്ചി എന്ന് അവളെക്കുറിച്ച് പറഞ്ഞു വന്നുവരുന്നു. അവളുടെ ഭർത്താവ് സെഖറിയാവ് ദേവാലയത്തിൽ ഒരു പുരോഹിതനായിരുന്നു. ഒരു ദിവസം അവൻ ധൂപം അർപ്പിക്കുമ്പോൾ, ധൂപം കാട്ടുമ്പോൾ എന്ന് പറയുന്നതാണ് കൂടുതൽ ശരിയായിട്ടുള്ളത്, ജനസമൂഹമൊക്കെയും പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിന്റെ ദൂതനായ ഗബ്രിയേൽ ഇപ്പോൾ വർഷങ്ങളായും 100ഓളം വർഷങ്ങളായി എന്തെങ്കിലും അമാനുഷികമായി യാതൊന്നും അവൻ കാണുകയോ അല്ലെങ്കിൽ യാതൊന്നും അങ്ങനെ കാണപ്പെടുകയോ ഉണ്ടായിട്ടില്ലായിരുന്നു. എന്നാൽ ധൂപപീഠത്തിന്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് ആ ദൂതൻ അവനോട് പറഞ്ഞു, നിന്റെ ഭാര്യ ഗർഭവതിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ യോഹന്നാൻ എന്ന് പേരിടണം. ഈ കഥയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. അതിനുശേഷം ഗബ്രിയേൽ തന്നെ 6 മാസത്തിന് ശേഷം നസറത്തിൽ മറിയമിനെ സന്ദർശിച്ചപ്പോൾ അവളുടെ ചാർച്ചക്കാരിയായ എലിസബത്തിന് സംഭവിച്ചതിനെക്കുറിച്ചും അവളോട് പറഞ്ഞിരുന്നു. ഉടനെ തന്നെ മറിയം സംഭവിക്കാൻ പോകുന്ന ഈ മഹത്തായ രഹസ്യത്തെ അവളുടെ ഹൃദയത്തിൽ പിടിച്ചുകൊണ്ട് അവളുടെ ചാർച്ചക്കാരിയെ കണ്ടുമുട്ടുന്നതിനായി മലനാട്ടിലേക്ക് ബന്ധപ്പെട്ടിരുന്നു. എലിസബത്ത് അവളെ തന്നെ ഒളിപ്പിക്കുകയും അവളുടെ ഈ അവസ്ഥയിൽ മനുഷ്യരുടെ മുമ്പാകെ പ്രത്യക്ഷപ്പെടാൻ ആഗ്രഹിക്കാതെ അവൾ സ്വയം 6 മാസത്തോളം ഒളിച്ചു പാർത്തു. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നതിനനുസരിച്ച് തിരുവെഴുത്ത് പ്രകാരം അവൾ വിഷമാവസ്ഥയിലായിരുന്നു. ആ സമയം വരെയും ആ ശിശുവിന് ജീവനുണ്ടായിരുന്നില്ല. കുറഞ്ഞപക്ഷം 3 അല്ലെങ്കിൽ 4 മാസത്തെ സമയത്തിനുള്ളിൽ ഒരു ശിശു ഗർഭത്തിനകത്ത് അനക്കമില്ലാതിരിക്കുന്നത് സാധാരണയിലും ദൂരത്തായ കാര്യമായിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഇത് 6 മാസമായി കഴിഞ്ഞിരിക്കുകയും ഈ കുട്ടി ഒരിക്കലും അനങ്ങിയിട്ടുമുണ്ടായിരുന്നില്ല. അങ്ങനെ എലിസബത്തും മറിയമും തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ അവർ തമ്മിൽ കെട്ടിപ്പിടിക്കുകയും അവർ തമ്മിൽ ആലിംഗനം ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അവർ തമ്മിൽ ചാർച്ചക്കാരായിരിക്കെ അവർ തമ്മിൽ കണ്ടുമുട്ടിയിട്ട് അത്രയും സന്തോഷത്തിലായിരുന്നു. അവർ തമ്മിൽ എന്ത് സംസാരിച്ചിരിക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. എലിസബത്ത് മറിയത്തോട് പറയുന്നത് എനിക്ക് കേൾക്കാൻ കഴിയും. പ്രിയേ, നീ കാണാൻ വളരെ മനോഹരിയായിരിക്കുന്നു. മറിയം പറഞ്ഞു, നിനക്കറിയാമോ, നീ ഒരു അമ്മയാകാൻ പോകുകയാണെന്ന് ഞാൻ അറിയുന്നു. അതെ, അതെന്നെ ഒരുവിധം വല്ലാതെ അലട്ടുന്നു. കൂടാതെ 6 മാസമായിട്ട് എന്റെ കുഞ്ഞ് ഇതുവരെയും അനങ്ങിയിട്ടില്ല. അതെ, എനിക്ക് നിന്നോടും പറയുവാൻ ചില കാര്യങ്ങളുണ്ട്. എനിക്കതിനെയും നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ദൈവവുമായിട്ട് ബന്ധത്തിലായി കഴിയുമ്പോൾ അതിനെക്കുറിച്ച് എന്തോ ഒന്നുണ്ടായിട്ട് പിന്നെ നിങ്ങൾക്ക് മിണ്ടാതിരിക്കാൻ കഴിയില്ല. നിങ്ങൾക്കൊരു യഥാർത്ഥവും സത്യവുമായ സംഭാഷണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയേണ്ടത് ആവശ്യമാകുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും ഞാൻ കാര്യമാക്കുന്നില്ല, നിങ്ങൾക്കത് എവിടെയെങ്കിലും പ്രകടമാക്കേണ്ടത് ആവശ്യമാകുന്നു. അങ്ങനെ അവൾ പറയുന്നത് എനിക്ക് കേൾക്കാൻ കഴിയും. നിനക്കറിയാമോ, എനിക്കും നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്കും ഒരു മകൻ ഉണ്ടാകാൻ പോകുകയാണ്. അതെയോ എന്ന് എലിസബത്ത് പറഞ്ഞിട്ട് ചോദിച്ചു. ഞാൻ ഊഹിക്കുകയാണപ്പോൾ, നീ ഞങ്ങളെ എന്തുകൊണ്ട് വിവാഹത്തിന് ക്ഷണിച്ചില്ല? നീയും യോസഫും എപ്പോഴാണ് നിങ്ങൾ അവസാനമായി വിവാഹിതരായത്? നിങ്ങളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു എന്ന് എനിക്കറിയാം. എന്നാൽ വിവാഹത്തിന് എന്തുകൊണ്ട് നീ എന്നെ ക്ഷണിച്ചില്ല? ഞങ്ങൾ ഇതുവരെയും വിവാഹിതരായിട്ടില്ല. എന്നിട്ട് നിനക്കൊരു കുട്ടിയുണ്ടാകാൻ പോവുകയാണെന്നോ? അതെ, ശരി. എങ്കിൽ മറിയം, എനിക്ക് ഇതൊട്ടും മനസ്സിലാകുന്നില്ല. നിനക്കറിയാമോ, ഗബ്രിയേൽ എന്ന കർത്താവിന്റെ ദൂതൻ എനിക്ക് പ്രത്യക്ഷപ്പെടുകയുണ്ടായി. അവൻ തന്നെയാണ് എന്നോട് പറഞ്ഞത്, നീ പ്രസവിക്കാൻ പോവുകയാണ്. അവൻ തന്നെയാണ് എന്നോട് അത് പറഞ്ഞത്. എന്നിട്ട് അവൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് എന്റെ മേൽ നിഴലിടാൻ പോവുകയാണ്. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഞാൻ അവന് യേശു എന്ന് പേർ വിളിച്ചിരിക്കണം. കാരണം അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിക്കും. അപ്പോൾ ആദ്യമായിട്ട് ആ അത്ഭുത നാമം മനുഷ്യന്റെ അധരങ്ങളാൽ സംസാരിച്ചപ്പോൾ അമ്മയുടെ ഉദരത്തിൽ മരിച്ചു കിടന്നിരുന്ന പിള്ള ആനന്ദത്താൽ തുള്ളിച്ചാടുകയും തന്റെ അമ്മയുടെ ഉദരത്തിൽ തന്നെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ചെയ്തു.
യേശുക്രിസ്തുവിന്റെ നാമം ഉച്ചരിക്കുന്നതിനുള്ള ശക്തി ഒരു അമ്മയുടെ ഗർഭത്തിൽ മരിച്ചു കിടന്ന ഒരു ചാപിള്ളയ്ക്ക് ജീവൻ കൊടുക്കാൻ കഴിയുമെങ്കിൽ അവന്റെ ആത്മാവിൽ ജനിച്ച് അവന്റെ ദാസരാണെന്ന് അവകാശപ്പെടുന്ന ഒരു സഭയ്ക്ക് അതിലും എത്രയോ അധികം അത് ചെയ്തിരിക്കണം. എലിസബത്ത് അത്രമാത്രം ഭയചകിതയായിട്ട് മറിയത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു, എന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി? എന്റെ കർത്താവിന്റെ മാതാവ്, നിന്റെ വന്ദനസ്വരം എന്റെ ചെവിയിൽ വീണപ്പോൾ തന്നെ പിള്ള എന്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. യോഹന്നാൻ ജനിച്ചത് അവന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് തന്നെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായിട്ടായിരുന്നു. ഈ പൈതൽ ഏത് പ്രകാരത്തിലുള്ളതായിരിക്കണം? അവളിത് യോസഫിനോട് വിവരിച്ചു പറഞ്ഞിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ യോസഫ് നോക്കൂ, ഒരു നീതിമാനായ മനുഷ്യനായിരിക്കെ ഒരു തരത്തിൽ ആശ്ചര്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്കറിയാമോ, ഇപ്പോൾ അവൾ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടാൽ ആദ്യത്തെ കാര്യം അവൾക്ക് സംഭവിക്കാൻ പോകുന്നത് അവൾ കല്ലെറിഞ്ഞു കൊല്ലപ്പെട്ടിരിക്കും എന്നെനിക്കറിയാം. അവൾക്കതിന് കഴിയില്ല. അവൾക്ക് ആ രീതിയിൽ ജീവിക്കാൻ കഴിയുകയില്ല. വേദപുസ്തകം പറയുന്നു, അതായത് വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന കന്യകയായ ഒരു യുവതിയെ ഒരുത്തൻ പട്ടണത്തിൽ വെച്ച് കണ്ട് അവളെ മാനഭംഗപ്പെടുത്തിയാൽ യുവതി പട്ടണത്തിലായിരുന്നിട്ടും നിലവിളിക്കായിക കൊണ്ട് നിങ്ങൾ അവരെ ഇരുവരെയും പട്ടണവാതിൽക്കൽ കൊണ്ടുവന്ന് കല്ലെറിഞ്ഞു കൊല്ലണം. എന്നാൽ അവൾ ദേശത്ത് തന്നെ വയലിൽ വെച്ച് യുവതി നിലവിളിച്ചാലും അവളെ രക്ഷിപ്പാൻ ആളില്ലായിക കൊണ്ട് അവനെ കൊന്നുകളയുകയും അവൾ ജീവിക്കുകയും ചെയ്യണം. ഇപ്പോൾ അതിനുശേഷം അതിന്റെ ശിക്ഷ എന്നത് ആവർത്തന പുസ്തകം 22-ാം അധ്യായം കുറച്ചു നേരം മുമ്പ് ഞാൻ നിങ്ങളോട് വായിക്കാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ കാര്യത്തിൽ അവൾ വിവാഹിതയാകാതെ ഒരമ്മയാകാൻ പോകുകയായിരുന്നു എന്ന് നാം കാണുന്നു. അതുകൊണ്ട് യോസഫിനെ സംബന്ധിച്ചിടത്തോളം മറിയം അവനെ പരിഹാസകരുടെയും നിന്ദക്കാരുടെയും ഇടയിൽ നിന്ന് ഒരു മറയായി പിടിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത് പോലെ കാണപ്പെടുന്നു. നോക്കൂ, യോസഫ് അവൾക്ക് ഒരു രക്ഷാകവചമായിരിക്കേണ്ടതാകുന്നു. എങ്ങനെയൊക്കെയായാലും അവർക്ക് മുമ്പോട്ട് തുടർന്ന് അവനവളെ വിവാഹം കഴിച്ച് അവൾക്കൊരു രക്ഷാകവചമായി തുടരേണ്ടിയിരുന്നു. എന്നാൽ ഒരു കുടുംബ ബന്ധത്തിലായിക്കൊണ്ട് അവൾക്കൊരു ഭർത്താവായിട്ടല്ല, എന്നാൽ അവനവൾക്ക് ഒരു രക്ഷാകവചമായിട്ട് ആകേണ്ടിയിരുന്നു. അവനവളെ വിശ്വസിച്ചിരുന്നു. ഞാൻ വാസ്തവമായും അങ്ങനെ വിശ്വസിക്കുന്നു. അവനവളെ വിശ്വസിക്കാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അവളുടെ കഥ തീരെ അസാധാരണമായിരുന്നു. ആ വിശ്വാസിക്ക് അത് വിശ്വസിക്കുന്നതിന് വളരെ പ്രയാസമായിരുന്നു. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, അതുപോലെ തന്നെ ഇന്നുമായിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ കഥ ഇന്ന് ഈ ഭൂമിയിൽ, ഇന്നത്തെ സഭയിൽ, സഭാ സംഘടനകൾക്കും സഭാ സാമുദായിക ചിന്താഗതിക്കും അത്രമാത്രം അസാധാരണമായിട്ട് അവർ അത് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അതത്രയും അസാധാരണമായിരിക്കുന്നു, അതത്രയും അതിവിചിത്രമാകുന്നു. എന്നാൽ അത് സത്യമാകുന്നു. അത് അപ്രകാരമായിരിക്കുമെന്ന് വേദപുസ്തകം പറഞ്ഞിരിക്കുകയും അതിവിടെയായിരിക്കുകയും ആകുന്നു. വളരെയധികം മനുഷ്യർ ഏതെങ്കിലും മതസംഹിതകളിൽ കെട്ടപ്പെട്ടിട്ട് വാസ്തവമായും അത് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അതത്രമാത്രം അസാധാരണമായിട്ട് അവന് കഷ്ടിച്ച് അത് ചെയ്യാൻ കഴിയുന്നുള്ളൂ. അവന് എന്ത് ചെയ്യണമെന്നറിയില്ല. അവൻ യോസഫിനെ പോലെ ഒരു വിഷമാവസ്ഥയിലായിത്തീരുന്നു. വേദപുസ്തകം പറയുന്നു, അവൻ ഇങ്ങനെ ഈ കാര്യങ്ങളെക്കുറിച്ച് നനച്ചിരിക്കുമ്പോൾ നോക്കൂ, അവനൊരു നീതിമാനായ മനുഷ്യനായിരുന്നു. കൂടാതെ അവന് തന്റെ സ്വന്തം പേര് ഭംഗപ്പെടുത്താൻ ആഗ്രഹിച്ചിരുന്നില്ല. എന്നിരിക്കലും അവൻ അറിഞ്ഞിരുന്നു, ആ സ്ത്രീ ഈ രീതിയിലായിരിക്കുന്നുവെങ്കിൽ അവൻ അവളെ വിവാഹം കഴിക്കാൻ കഴിയില്ല. അവൾ മറ്റൊരു പുരുഷനാൽ ഒരമ്മയാകേണ്ടിയിരിക്കുന്നു. എന്നിരിക്കലും അവൻ പറഞ്ഞു, ആ നിരപരാധിയായ ആ യുവതി, അവളുടെ ജീവിതം ഒരു പാവനമായ ഒരു താമരയെ പോലെ ആയിരിക്കും. ഞാൻ അവളെ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അവൻ ഈ കാര്യങ്ങളെക്കുറിച്ച് നനച്ചിരിക്കുമ്പോൾ അവൻ അവളെ ഗൂഢമായി ഉപേക്ഷിച്ചു കളയാൻ മനസ്സിൽ ഭാവിച്ചു. അവൻ പറഞ്ഞു, ഞാൻ ഈ കാര്യത്തിൽ എന്തെങ്കിലും വലിയ അപവാദത്തിന് കാരണമുണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ഓർക്കുക, അവൻ ഒരിക്കലും അതുവരെയും ഒരു പ്രതിജ്ഞ എടുത്തിരുന്നില്ല. എന്നാൽ അവൻ വിവാഹ നിശ്ചയം കഴിഞ്ഞവനായിരുന്നു. എന്നാൽ അവളെ ഗൂഢമായി ഉപേക്ഷിച്ചു കളയാൻ ഭാവിച്ചു. അങ്ങനെ അവൻ അവളെ ഗൂഢമായി ഉപേക്ഷിച്ചു കളയുന്നതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നോക്കൂ, അതവന്റെ ഏറ്റവും നല്ല അറിവിലുള്ള കാര്യമായിരുന്നു. നോക്കൂ, അവനൊരു നീതിമാനായ മനുഷ്യനായിരുന്നു. അവനൊരു നല്ല മനുഷ്യനായിരുന്നു. സഹോദര സഹോദരി, ഞാൻ നിങ്ങളോട് ഇത് പറയട്ടെ, നിങ്ങൾ നീതിമാനാണെങ്കിൽ, നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിങ്ങൾ ആത്മാർത്ഥതയുള്ളവരാണെങ്കിൽ, പിന്നെ ദൈവം ആ കാര്യത്തെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നതിന് ബാധ്യസ്ഥനാകുന്നു. അവളുടെ ഭർത്താവായ യോസഫ് ഒരു നീതിമാനായ മനുഷ്യനായിരിക്കെ അവൻ ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു. അതത്രമാത്രം അസാധാരണമായിട്ട് ഞാൻ പറഞ്ഞിരുന്നതുപോലെ അവന് കഷ്ടിച്ച് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നുള്ളൂ. എങ്ങനെ ഈ കാര്യങ്ങൾ സംഭവിപ്പാൻ കഴിയും? എന്നാൽ അവൻ കുത്തിയിരുന്ന് അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുകയും തിരുവെഴുത്തിൽ അത് പഠിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഈ കാര്യങ്ങൾ എങ്ങനെ സംഭവിക്കാൻ കഴിയും? അവൻ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവിന്റെ ദൂതൻ ഒരു സ്വപ്നത്തിൽ കൂടെ അവന് പ്രത്യക്ഷനായി. അവനൊരു പ്രവാചകനായിരുന്നില്ല. ആ ദിവസങ്ങളിൽ അവിടെ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നില്ല.
കൂടാതെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു എന്ന വചനവുമായിട്ട് വരാൻ ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. അതിനാൽ ദൈവം തന്റെ രണ്ടാമത്തേതായ വഴിയെടുത്തു. ആ കാരണത്താലാണ് ദൈവം തന്റെ സ്വന്തം പുത്രന്റെ ക്ഷേമത്തിനായി ഒരു മനുഷ്യനോട് ഒരു സ്വപ്നത്തിൽ സംസാരിക്കുകയും തന്റെ പുത്രനെ മിസ്രൈമിലാക്കുകയും അവനെ മിസ്രൈമിൽ നിന്ന് തിരികെ കൊണ്ടുവരികയും വിദ്വാൻമാരിൽ നിന്ന് മറച്ചുവെക്കുകയും അല്ലെങ്കിൽ വിദ്വാൻമാർ മറ്റൊരു വഴിയിൽ കൂടെ യാത്രയാകുകയും ചെയ്തത്. ദേശത്ത് യാതൊരു പ്രവാചകന്മാരും ഉണ്ടായിരുന്നില്ല. അതിനാൽ അവൻ തന്റെ രണ്ടാമത്തേതായ വഴിയായ സ്വപ്നത്തെ അതിനുവേണ്ടി എടുത്തു. എന്നാൽ ഒരു ദീർഘദർശിയായി ജനിക്കാതെ മറ്റു മനുഷ്യർ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അവർ നല്ല മനുഷ്യരായിരുന്നു. അങ്ങനെ അവർ ആയിരുന്നപ്പോൾ ദൈവം അവരുടെ ഉപബോധ മനസ്സിൽ അവരെ സന്ദർശിച്ചിട്ട് അവനെ തന്നെ സ്വയം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ദൈവത്തിന് നൽകാൻ കഴിഞ്ഞാൽ അവൻ സ്വയം അവനെ തന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്നതിന് വളരെയധികം വഴികളുണ്ട്. നോക്കൂ, നിങ്ങളൊരു പ്രവാചകനല്ല എന്ന് വരാം, നിങ്ങളൊരു ഉപദേശകനല്ല എന്ന് വരാം, നിങ്ങളൊരു സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന അധ്യാപകനല്ല എന്ന് വരാം, നിങ്ങളൊരു പ്രാസംഗികനല്ല എന്ന് വരാം. എന്നാൽ ദൈവത്തിന് അവനെ തന്നെ സ്വയം നിങ്ങൾക്ക് വെളിപ്പെടുത്തുവാനുള്ള വഴികളുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായോ? അത് സ്വപ്നത്തിലായിരിക്കാം, അത് മറ്റെന്തെങ്കിലും രീതിയിലായിരിക്കാൻ ഇടയുണ്ടാകാം. അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളെ തന്നെ യോസഫിനെ പോലെ അവന് സമർപ്പിക്കുകയാണെങ്കിൽ അവൻ ഇപ്രകാരം പറഞ്ഞിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഓ മഹാനായ യഹോവയായ ദൈവമേ, ഞാൻ ദാവീദിന്റെ വംശാവലിയിൽ കൂടെ വന്നിരിക്കുന്നു. കൂടാതെ ഞാനൊരു നീതിമാനായ മനുഷ്യനാകുന്നു. ഞാൻ ആശിക്കുന്നു, ഞാൻ നീ പറഞ്ഞത് എന്താണോ അത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പ്രിയയായ ആ പ്രണയി ഇവിടെ, ഞാൻ അവളുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് അവളെ ഉപേക്ഷിച്ച് കളയേണ്ടതായിട്ടുണ്ട്. അല്ലാത്ത പക്ഷം ഞാൻ വ്യഭിചാര കുറ്റത്തിന് കുറ്റവാളിയാക്കപ്പെടും. അവൾ ഒരു അമ്മയാകാൻ പോകുകയും അവളെ ഒരു ഭാര്യയായി ഞാൻ അറിഞ്ഞിട്ടുമില്ല. യഹോവേ, ഈ കാര്യങ്ങളൊക്കെ എന്താകുന്നു? നോക്കൂ, അവനൊരു പ്രവാചകനായിരുന്നില്ല. അതിനാൽ ദൈവത്തിന് അവനോട് ആ രീതിയിൽ സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവനെ ഉറങ്ങുന്നതിനിടയാക്കിയിട്ട് കർത്താവിന്റെ ദൂതനെ ഒരു സ്വപ്നത്തിൽ കൂടെ അവന്റെ അടുക്കലേക്ക് അയച്ചു. ആമേൻ. കർത്താവിന്റെ ദൂതൻ ഒരു സ്വപ്നത്തിൽ അവന്റെ അടുക്കലെത്തി അവനെ ഉണർത്തിയിട്ട് പറഞ്ഞു, ദാവീദിന്റെ മകനായ യോസഫേ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവിടെയാകുന്നു നിങ്ങൾ. അവളിൽ ഉൽപ്പാദിതമായത് ഏതെങ്കിലും മനുഷ്യനാലല്ല, പരിശുദ്ധാത്മാവിനാലാകുന്നു. സ്ത്രീ സത്യം തന്നെ പറഞ്ഞിരിക്കുന്നു. ഈ അസാധാരണമായ കഥ, ഈ അസാധാരണമായ കാര്യം സംഭവിച്ചിരിക്കുന്നത് യോസഫേ, അത് നിന്നെ ആകെ താറുമാറാക്കിയിരിക്കുന്നു. എന്നാൽ അത് പരിശുദ്ധാത്മാവാകുന്നു. ഓ അതേ ദൈവം ഇന്ന് രാത്രിയിലും ജീവിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പോഴും ഉപബോധമുണ്ടായിരിക്കുന്നു. കൂടാതെ നിങ്ങൾക്ക്, ക്രിസ്ത്യാനികളായ നിങ്ങൾക്ക്, നിങ്ങൾ കാണുന്ന ഈ കാര്യങ്ങൾ അസാധാരണമായി കാണപ്പെടുന്നുവെങ്കിൽ അതപ്പോഴും വചനവുമായിട്ട് കൃത്യമായി അനുയോജിച്ചു പോവുകയും ചെയ്യുന്നെങ്കിൽ പിന്നെ ദൈവത്തിന് അസാധാരണമായ കാര്യങ്ങളെ മറ്റ് പല രീതികളിൽ കൂടെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാൻ കഴിയും. അതുകൊണ്ട് അവൻ യോസഫിനോട് പറഞ്ഞു, ദാവീദിന്റെ മകനായ യോസഫേ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. ഇപ്പോൾ അതിനുശേഷം ദൈവം തന്റെ ദൂതനെ അയച്ച് അത് വെളിപ്പെടുത്തുകയും അവന്റെ സ്വപ്നത്തിന്റെ വെളിപാട് യോസഫിന്റെ അടുക്കലെത്തുകയും ചെയ്തു. അതിൽ യാതൊരു രഹസ്യമുണ്ടായിരുന്നില്ല എന്ന് അവൻ മനസ്സിലാക്കിയിരുന്നു. ദൂതൻ സ്വപ്നത്തിൽ അവന്റെ അടുക്കലെത്തി. അവൻ ദൂതനെ സ്വപ്നത്തിൽ കാണുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഒരു പ്രവാചകൻ അല്ലെങ്കിൽ ഒരു ദീർഘദർശി ഉറക്കത്തിലേക്ക് പോകാതെ തന്നെ ദൂതൻ ഇവിടെ നിൽക്കുന്നത് കാണുന്നു. മറ്റുള്ള മനുഷ്യർ നിദ്രയിലായതിനു ശേഷം ദൂതനെ കാണുന്നു. അങ്ങനെ ദൂതൻ പറഞ്ഞു, ഇപ്പോൾ യോസഫേ, ഇതിൽ യാതൊരു കടങ്കഥയുമില്ല. നിനക്കിത് വ്യാഖ്യാനിച്ചു തരാൻ അവിടെ മറ്റാരുമില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ നിന്നോട് പറയാൻ പോകുകയാണ്. ഞാനത് നിനക്ക് വാസ്തവമാക്കി തരാൻ പോകുകയാണ്. കാരണം മറ്റാർക്കും അത് യാഥാർത്ഥ്യമാക്കി നിന്നോട് പറയാൻ കഴിയുകയില്ല. ഇപ്പോൾ നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുകാൻ ഭയപ്പെടേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അതിനുശേഷം യോസഫ് ഉറക്കമുണർന്നപ്പോൾ, ഓ എപ്രകാരം അവന്റെ ഹൃദയം വിശ്വാസത്തിന്റെ പൊതുജനനത്താൽ നിശ്ചയമായും നിറഞ്ഞു കവിഞ്ഞിരുന്നു കാണും. അവനെ ശല്യപ്പെടുത്തിയിരുന്ന ആ രഹസ്യം, അവൻ വിശ്വസിക്കാൻ ആഗ്രഹിച്ചിരുന്ന കാര്യം, എന്നാൽ അവൻ വിശ്വസിക്കാൻ ഭയപ്പെട്ടിരുന്ന ആ കാര്യം, അതത്രയും അസാധാരണമായിട്ടും അതൊരു സ്വപ്നത്താൽ അവൻ അറിയിച്ചു കൊടുക്കപ്പെട്ടു. പുതിയ വിശ്വാസം അവന്റെ ഉള്ളിൽ പൊട്ടിമുളച്ചു. ഓ ദൈവമേ, അവന് ദൈവത്തിൽ വിശ്വാസമുണ്ടായിരുന്നു. അവനവന്റെ ഭാര്യയിൽ വിശ്വാസമുണ്ടായിരുന്നു. അതിനുശേഷം ദൈവത്തിൽ 2 വിശ്വാസം കൂടി. അതവന്റെ ഭാര്യയോടുള്ള സ്നേഹവും അതവൻ സ്നേഹിച്ചിരുന്ന അവളിലുള്ള വിശ്വാസവുമായിരുന്നു. അവിടെ ഇനിയും ഒരു ചോദ്യം ഉണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ച് ഇനിയും ഒരു ചോദ്യം ഉണ്ടായിരുന്നില്ല. അത് കർത്താവിന്റെ ദൂതനായിരുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നു. അവന്റെ മനസ്സിലുണ്ടായിരുന്ന ചോദ്യത്തിന് തക്കതായ ഉത്തരമാണ് ദൈവം അവന് വെളിപ്പെടുത്തി കൊടുത്തിരുന്നതെന്ന് അവൻ അറിയുകയും അതിനാൽ എല്ലാ ചോദ്യങ്ങളും അവനിൽ നിന്ന് പോയി കഴിയുകയും ചെയ്തിരുന്നു. അങ്ങനെ ദൈവം അത് ചെയ്യാൻ അവൻ ആഗ്രഹിക്കുന്ന ഏത് രീതിയിലും നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ പിന്നെ യാതൊരു സംശയമോ യാതൊരു ചോദ്യമോ അതിനെക്കുറിച്ച് ഉണ്ടായിരിക്കുന്നില്ല. അതൊരു വെളിപാടാകുന്നു.
നിങ്ങളിവിടെ തിരുവഴുത്തിൽ എന്തെങ്കിലും ഒരു കാര്യം കണ്ടിട്ട് നിങ്ങൾ പറഞ്ഞേക്കാം, കൊള്ളാം, ഇപ്പോൾ ഇത് അപ്പോസ്തലന്മാർക്ക് വേണ്ടി മാത്രമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു, അത് കഴിഞ്ഞുപോയ നാളുകളിൽ യേശു അത് ചെയ്തിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ വേദപുസ്തകം പറയുന്നു, അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. അതേ യേശു തന്നെയാകുന്നു. അപ്പോൾ അതൊരു ചോദ്യമായി നിങ്ങൾക്ക് കാണപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് വിചാരിക്കുകയും അതെന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെയും കൂടാതെ അത് നിങ്ങളുടെ മുമ്പിൽ സംഭവിക്കുന്നത് നിങ്ങൾ കാണുകയും നിങ്ങൾ ആശ്ചര്യപ്പെടുകയും ചെയ്യുമ്പോൾ കർത്താവിന്റെ ദൂതൻ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ സത്യസന്ധതയുള്ളവരാണെങ്കിൽ അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. അതിനുശേഷം അത് പിന്നെ ഒരു ചോദ്യമായിരിക്കാതെ നിങ്ങൾക്കതൊരു സത്യമായി തീരും. അതിനുശേഷം നിങ്ങൾക്ക് ഞാൻ അത്രമാത്രം നന്ദിയുള്ളവനാകുന്നു എന്ന് പറഞ്ഞ് ഒച്ചവെക്കുകയും ഉച്ചത്തിൽ ആർക്കുകയും ചെയ്യാൻ കഴിയും. എനിക്ക് ഊഹിക്കാൻ കഴിയും ഇത് സംഭവിച്ചപ്പോൾ യോസഫിന് അത് എപ്രകാരമായിരുന്നുവെന്ന്. അതെല്ലാം കൂടി അപ്പോൾ അവനൊരു രഹസ്യമായിരുന്നു. അതിനുശേഷം അത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ആനന്ദിച്ച് നാം കാണുന്നു, കാരണം അവൻ സന്തോഷവാനായിരുന്നു. ഇപ്പോൾ നാം കാണുന്നു, അതായത് അത് കഴിഞ്ഞ ഉടനെ തന്നെ അവൻ അവളെ വിവാഹം കഴിച്ചു. അവൻ ഇനിയും ഒരു ചോദ്യം പിന്നെ ഉണ്ടായിരുന്നില്ല. അവൻ മറിയത്തെ തന്റെ ഭാര്യയായി എടുത്തുകൊണ്ട് മകനെ പ്രസവിക്കും വരെ ഒരു ഭാര്യയായിരിക്കെ തന്നെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. അതിനെക്കുറിച്ച് അവൻ സന്തോഷവാനായിരുന്നു. മറിയത്തിന്റെ രക്ഷാകവചമായിരിക്കാൻ അവൻ സന്തോഷവാനായിരുന്നു. അവളുടെ നിന്ദയെ സഹിക്കാൻ അവൻ സന്തോഷവാനായിരുന്നു. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്ന് ഒരു മനുഷ്യന് വെളിപ്പെട്ട് കഴിഞ്ഞാൽ എത്ര മതസംഹിതകൾ അവനെ പിന്തിരിക്കാൻ ശ്രമിച്ചാലും അതൊരു കാര്യമല്ല. ഒരു രക്ഷാകവചമായിരിക്കാൻ അവൻ സന്തോഷവാനായിരിക്കും. ഒരു രക്ഷാകവചമായിരിക്കാൻ നിങ്ങൾ സന്തോഷമുള്ളവനായിരിക്കും. അവർക്ക് വേണ്ടിയതെന്തും അവർ പറയട്ടെ. നിങ്ങൾക്കൊരു വലിയ രക്ഷാകവചം ആ തീയുടെ അസ്ത്രങ്ങളെ തട്ടി താഴെയിടുന്നതിനായിട്ടുണ്ട്. അവിടെ പുറത്തുള്ളവർക്ക് ഇത് കൂടുതൽ ഒച്ചയിലാകുന്നില്ല എന്ന് ഞാൻ ആശിക്കുന്നു. അവരും കൂടി അത് കേൾക്കട്ടെ. അവർ അത് കേൾക്കേണ്ടത് ആവശ്യമാകുന്നു. ശ്രദ്ധിക്കുക, അതേ ശ്രീമാൻ, നിങ്ങളൊരു രക്ഷാകവചമായിരിക്കുന്നതിൽ സന്തോഷിക്കുന്നു. നിങ്ങളൊരു ചവിട്ടുമത്തയായോ അങ്ങനെ എന്തു തന്നെയുമായിരിക്കാൻ ആഗ്രഹിച്ചാലും അതൊരു കാര്യമല്ല. അത് നിങ്ങൾക്ക് കർത്താവിനാൽ വെളിപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അത് സത്യമാണെന്ന് അവൻ തന്റെ വചനത്താൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുകയും അതിനുശേഷം അത് വീണ്ടും ജീവിക്കുന്നതിനായി നിങ്ങൾക്ക് ഉറപ്പിച്ചു തരികയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ പറയും, അതാ അതിവിടെയാകുന്നു. ദൈവത്തോട് മുഖാമുഖം എത്തുന്നതുവരെ ഒരു മനുഷ്യനും സുവിശേഷം പ്രസംഗിക്കാനുള്ള അധികാരം പോലുമില്ല. അത് ശരിയാണ്. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാതെ ഒരു മനുഷ്യനും പ്രസംഗപീഠത്തിൽ പോലും ആയിരിക്കരുത്. യേശു തന്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ഇനിയും പ്രസംഗിക്കാൻ പോകരുത്, എന്നാൽ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം യെരുശലേമിൽ കാത്തിരിപ്പീൻ. ശ്രദ്ധിക്കുക, പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അതെന്താണ് ചെയ്തതെന്ന് നോക്കുക. പരിശുദ്ധാത്മാവ് ദൈവമാകുന്നു. പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിന്റെ പിതാവാകുന്നു. വിശുദ്ധ മത്തായി 2-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം പറയുന്നു, അതായത് അവന്റെ അമ്മയായ മറിയ യോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിന്റെ പിതാവാകുന്നു. പരിശുദ്ധാത്മാവ് കടന്നുവന്ന് വചനം വെളിപ്പെടുത്തി അതേപോലെ തന്നെ അതിനെ ജീവനുള്ളതാക്കുമ്പോൾ പിന്നെ അത് നിങ്ങൾക്കൊരു വെളിപാടായിത്തീരുന്നു. നിങ്ങൾ അത് കാണുന്നു. അത് തുറക്കപ്പെട്ടു കഴിഞ്ഞു. അത് ആ നാഴികയിലേക്ക് വാഗ്ദത്തം ചെയ്തതാകുന്നു. യോസഫ് അത് കണ്ടിരുന്നു. അതായത് അത് യെശയ്യാവിന്റെ പ്രവചനം നിറവേറിയതായിരുന്നു. യെശയ്യാവ് 9, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അവന്റെ ആധിപത്യത്തിന് അവസാനമുണ്ടാകുകയില്ല. അതാരാകുമെന്ന് അവൻ അറിഞ്ഞിരുന്നു. കാരണം കർത്താവിന്റെ ദൂതൻ അവനോട് ഇത് പറഞ്ഞപ്പോൾ, അതായത് അവളിൽ ഉത്പാദിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അപ്പോൾ അവൻ ആ മുഴുവൻ കാര്യത്തെയും കണ്ടിരുന്നു. ഒരു കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. ഇപ്പോൾ അതൊരു വലിയ മഹത്തായ രഹസ്യമായിരുന്നു. അത് ദൈവം മുഴുവൻ ലോകത്തിനു വേണ്ടി നൽകിയ ഏറ്റവും വിശിഷ്ടമായ അടയാളമായിരുന്നു. ഒരു വിശിഷ്ട അടയാളം, അതായത് അതവന്റെ പുത്രനായിരുന്നു. ഇപ്പോൾ നാം മുമ്പോട്ട് തുടരുമ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ നീണ്ട സമയം എടുക്കുകയില്ല. സമയം ദീർഘിക്കാതിരിക്കുന്നതിന് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ശ്രദ്ധിക്കുക, നാം ഇത് തുടരുമ്പോൾ യേശു, ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇവിടെയുള്ള കൊച്ചുകുട്ടികൾ ഇത് മനസ്സിലാക്കിയില്ല, എന്നാൽ ഇവിടെയുള്ള മുതിർന്നവർക്ക് വേണ്ടി എനിക്ക് ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. ക്രിസ്തുവേശു മറിയത്തിന്റെ ഉദരത്തിൽ രൂപം കൊണ്ടിരുന്നപ്പോൾ അപ്പോഴാണ് ഉപദ്രവം പ്രത്യക്ഷമായത്. അത് ശരിയാണ്, അത് ശരിയാണ്. അപ്പോഴാണ് അവളുടെ ഉപദ്രവം തുടങ്ങിയത്. അതേ കാര്യം തന്നെ അത് നിങ്ങളിലുമാകുന്നു. ഗലാത്യർ 1 അല്ലെങ്കിൽ ഗലാത്യർ 4:19 പറയുന്നു, അതായത് ക്രിസ്തു, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഉരുവാകുമ്പോൾ നിങ്ങളിൽ ഉരുവാകുന്നു. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുമ്പോൾ നിങ്ങൾ മരിക്കുകയും ക്രിസ്തു ജീവനിലേക്ക് വരികയും ചെയ്യുന്നു. ഉപദ്രവം കടന്നു വരുന്നത് ശ്രദ്ധിക്കുക. കുഴപ്പങ്ങൾ എല്ലായിടത്തും കടന്നു വരാൻ തുടങ്ങിയത് ശ്രദ്ധിക്കുക. പിശാച് കല്ലുതുള്ളിച്ചാടുന്നത് ശ്രദ്ധിക്കുക. തീർച്ചയായും അത് ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഉരുവാകുമ്പോഴാകുന്നു.
ക്രിസ്തു മറിയത്തിന്റെ ഉദരത്തിൽ ഉരുവാകാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് രാജാവിന്റെ ആജ്ഞ പുറപ്പെടുകയുണ്ടായി. ജനങ്ങളെല്ലാവരും അതവൾ ക്രിസ്തു മുഴുവൻ വളർച്ചയെത്തിയ ശിശുവായി തീർന്ന് പ്രസവിക്കേണ്ട ആ സമയത്ത് ഈ വലിയ ഉപദ്രവം കടന്നു വന്നു. ഈ ശിശു ദീർഘസമയമായി അവളുടെ ഉദരത്തിൽ വളരുകയായിരുന്നു. എന്നാൽ ഇത് അവസാന നാളുകളിൽ മുഴുവനായ അവസ്ഥയിലെത്തിയപ്പോൾ, ദിവ്യത്വത്തിന്റെ സർവ്വസമ്പൂർണതയും എത്തിയപ്പോൾ, ക്രിസ്തുവിന്റെ സർവ്വസമ്പൂർണതയും ജനങ്ങളുടെ ഇടയിൽ വെളിപ്പെടേണ്ട സമയമായപ്പോഴായിരുന്നു. അവൻ അപ്രകാരം പറയുന്നു. അവൻ തന്റെ വചനത്തിൽ അത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അങ്ങനെ ആ സമ്പൂർണ്ണത അവിടെ എത്തിയപ്പോൾ നിങ്ങൾ നോക്കൂ, അവിടെ അസാധാരണമായ കാര്യങ്ങൾ സംഭവിപ്പാൻ തുടങ്ങുകയും അത് അവൻ വാഗ്ദത്തം ചെയ്യുകയും ചെയ്തിരുന്നു. ആ കാരണത്താലാണ് നമ്മുടെ വലിയ സാമൂഹിക ജീവിതങ്ങൾക്കും അതുപോലെയുള്ള കാര്യങ്ങൾക്കും ഇത് മനസ്സിലാക്കാൻ കഴിയാതെ അവർക്ക് ഇത് മൂഢത്തരമായിരിക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, അവർ സഭകളുടെ സമിതി രൂപം കൊള്ളിക്കുന്നു. നോക്കൂ, സഭ അതിന്റെ കാലിൽ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങുന്ന അതേ സമയത്ത് തന്നെ അലൗകികത പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഇപ്പോൾ അവരെല്ലാം ഒരു കൂട്ടമായി അതിലേക്ക് പോകുകയും അവർ ഈ കാര്യത്തെ നിർത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യാൻ പോകുകയാണ്. അപ്പോഴത്തെ പോലെ തന്നെ ശരിക്കും അതാകുന്നു. കഴിഞ്ഞ ശനിയാഴ്ച ഫീനിക്സിൽ വെച്ച് ഞാൻ പറഞ്ഞതുപോലെ തന്നെ, അതായത് ഫെലിസ്തീയർ ബേത്ലഹേമിൽ താവളമടിച്ചു കഴിഞ്ഞിട്ട് സഭാസമിതിയിൽ കൂടെ അല്ലാതെ ജനങ്ങൾക്ക് കടന്നു വരാൻ സാധ്യമല്ലാതായിരിക്കുന്നു. അവർ തങ്ങൾക്ക് വേണ്ടി ഒരു വെള്ളം കെട്ടി നിൽക്കുന്ന മൺപാത്രത്തെ എടുക്കും, ബേത്ലഹേമിലെ ശുദ്ധജലത്തെ എടുക്കുകയില്ല. തീർച്ചയായുമില്ല. ഇപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം, അതിനുശേഷം രാജാവ് തന്റെ ആജ്ഞ പുറപ്പെടുവിച്ചത് ക്രിസ്തു രൂപം കൊള്ളപ്പെടുമ്പോഴായിരുന്നു. ഇപ്പോൾ ഒരു നിമിഷത്തേക്ക് നമുക്ക് അവരെ കുറിച്ച് എടുക്കാം, നമുക്കവരെ ശ്രദ്ധിക്കാം. നാം സമാപിപ്പിക്കുന്നതിന് മുമ്പായി കുറച്ചു നേരം കൂടി നമുക്ക് അവരെ കുറിച്ച് എടുക്കാം. എനിക്ക് കാണാൻ കഴിയും, യോസഫ് പറയുകയാണ്, എന്റെ പ്രിയായ മറിയെ, ആ രാജാവ് ക്രൂരനാകുന്നു. എന്നാൽ അവൾ പറഞ്ഞു, പ്രിയ, നീ ശ്രദ്ധിക്കൂ, ഓർക്കുക, പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞിരുന്നു, അവന്റെ പേര് യേശു എന്ന് വിളിക്കണം. അവൻ തന്റെ ജനങ്ങളെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിക്കും. തന്റെ ജനങ്ങളെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിക്കും. ഇപ്പോൾ എന്റെ പ്രിയായ യോസഫെ, എന്തൊക്കെ സംഭവിച്ചാലും, രാജാവ് എന്തൊക്കെ കൽപ്പിച്ചാലും അതൊരു കാര്യമല്ല. എനിക്ക് സാധ്യമാണ്. എനിക്കൊരു ചെറിയ കഴുതയുടെ മേൽ ഇരിക്കാൻ കഴിയും. അത് പാറക്കെട്ടുകളാലുള്ള മലകൾക്കപ്പുറേ വളരെ മൈലുകൾക്കപ്പുറമുള്ള യാത്രയായിരുന്നു. അഥവാ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ സഹായത്തിന് ആവശ്യമുണ്ടായാൽ ഈ യാത്രയിൽ വളരെയധികം പേരുണ്ടായിരിക്കും. കാരണം നാം ഒരു കുടുംബം മാത്രമല്ലല്ലോ പോകുന്നത്. നമുക്കുള്ളതുപോലെ മറ്റുള്ളവരും അതേ കാര്യവുമായി പുറപ്പെട്ടു പോകുന്നവരുണ്ടായിരിക്കുന്നതിനാൽ അവരും വഴിയിൽ നമ്മോടൊപ്പം കാണും. നമുക്കും ബാക്കിയുള്ള യാത്രക്കാരോടൊപ്പം അവർ മല കയറി ബേത്ലഹേമിലേക്ക് പോകുമ്പോൾ അവരോടൊപ്പം പോകാൻ കഴിയും. എന്തുകൊണ്ടാണെന്നാൽ നസറത്തിൽ നിന്നും അവർ മല മറികടന്നു വരികയായിരുന്നു. ഇപ്പോൾ നാം കാണുന്നത്, അവൻ ചെന്ന് ഒരു ചെറിയ കഴുതക്കുട്ടിയെ കൊണ്ടുവന്നിട്ട് അതിന് കുറച്ച് കൂടുതൽ കച്ചിയും ധാന്യവും ആ ദിവസം നൽകിയിരുന്നു. കാരണം ഈ പെൺകുട്ടി കുറച്ച് ഭാരമുള്ളവളായിരുന്നു. അങ്ങനെ അവനവളെ ആ ചെറിയ കഴുതപ്പുറത്തിരുത്തി ഒരു സഞ്ചി വെള്ളവും കുറച്ച് ലഘുഭക്ഷണവും അതിന്മേൽ വെച്ച് തയ്യാറാക്കി. എന്നിട്ട് ആ കഴുതയും തന്റെ വടിയും കയ്യിലെടുത്തു. അങ്ങനെ അവർ വഴിയിൽ യാത്രയാകുകയും ആ ചെറിയ കഴുത ചരിഞ്ഞും ഇടറിയും യാത്ര തുടർന്നു. നോക്കൂ, അവന്റെ മേൽ എന്തൊക്കെ ചുമടായിരുന്നു. അവന്റെ ഭാരത്തെ നോക്കൂ, അതെന്തായിരുന്നു? അവൻ ക്രിസ്തുവിനെ അവന്റെ ജന്മസ്ഥലത്തേക്ക് കൊണ്ടുപോകുകയായിരുന്നു. ഇവിടെ ഇതാ അവൾ അതിന്റെ മേൽ പ്രസവവേദനയോടെ കൂടെ ഇരുന്നു കൊണ്ട് ആ ചെറിയ കഴുതയുടെ കൊഞ്ചിരോമത്തിൽ പിടിച്ചുകൊണ്ട് വഴിയിൽ കൂടി അവനോട് സംസാരിച്ചു കൊണ്ടുപോയിരുന്നു. എനിക്കവരെ കാണാൻ കഴിയും. ദിവസം മുഴുവൻ അവർ വഴിയിൽ നിൽക്കുകയും അവൾക്ക് കുറച്ച് വിശ്രമം കൊടുക്കുകയും എന്നിട്ട് അവളോട്, പ്രിയെ, നീ വളരെ ക്ഷീണിതയാണോ എന്ന് ചോദിച്ചു വരുന്നു. ഇല്ല പ്രിയ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ശരി, നീ കുറച്ച് കഴുതപ്പുറത്ത് സവാരി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല പ്രിയെ, നീ തന്നെ അതിന്മേൽ ഇരുന്നു കൊള്ളുക. അങ്ങനെ അവൻ അവളെ ആ ചെറിയ കഴുതപ്പുറത്ത് നിന്നും ഇറക്കിയിട്ട് അവളെ കുറച്ചു നേരം വിശ്രമിക്കുന്നതിനിടയാക്കുകയും അവൾക്ക് കുറച്ച് വെള്ളം കൊടുക്കുകയും ഒരു ചെറിയ അപ്പം കൊടുക്കുകയും ചെയ്തിരുന്നു. എന്നിട്ട് അവളെ തിരികെ കഴുതപ്പുറത്ത് കയറ്റി ഇരുത്തുകയും ചെയ്തിരുന്നു. അവസാനം ഇരുട്ടാകാൻ തുടങ്ങി. വഴിയിൽ അവരോടൊപ്പം യാത്ര ചെയ്തിരുന്നവർ, കൂടുതൽ വേഗത്തിൽ കടന്നുപോകാൻ കഴിഞ്ഞിരുന്നവർ അവരെ കടന്നുപോയിരുന്നു. അങ്ങനെ കുതിരകളുടെ മേലും രഥങ്ങളിലും സഞ്ചരിച്ചിരുന്ന ബാക്കിയുള്ളവരെല്ലാം പൊടിയും മറ്റും അവരുടെ മേലായി പോയിരുന്നു. കാരണം അവൾക്ക് അവരുടെ പരിസ്ഥിതിക്കനുസരിച്ച് തീരെ പതിയെ പോകേണ്ടിയിരുന്നു. ആ അമ്മയെ ഈ അവസ്ഥയിൽ അവിടെ അയച്ചിരുന്നത് എന്തൊരു ക്രൂരമായ കാര്യമായിരുന്നു. എന്നാൽ ഈ ചെറിയ നാടകത്തിൽ അവർ ഇപ്പോൾ ആ മലയുടെ മുകളിലേക്ക് കയറി വരുന്നത് എനിക്കിപ്പോൾ ഊഹിക്കാൻ കഴിയും. ബേത്ലഹേം ഇരുന്നിരുന്നത് ഒരുവിധം താഴ്വര പോലെയുള്ള സ്ഥലത്ത് മലയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടായിരുന്നു. അവിടെയാണ് ബേത്ലഹേമിലേക്കുള്ള ചെറിയ കാലടിപ്പാത മലയിൽ നിന്നും വരുന്നത്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായ ഈ ഒരു നാടകത്തിൽ എനിക്കിപ്പോൾ അവരെ കാണാൻ കഴിയും. ഇരുട്ടായിക്കൊണ്ടിരുന്നു. യോസഫ് തന്റെ വടികൊണ്ട് തട്ടി തടഞ്ഞു നോക്കി. തനിക്ക് കഴിയാവുന്ന എല്ലാ കുറുക്കു വഴികളും എടുത്തിരുന്നു. അവൻ ഈ രീതിയിൽ ചുറ്റിക്കറങ്ങിയുള്ള പാതകളും കൂടാതെ വാഹനങ്ങൾ പോയിരുന്ന പാത ഒരുപക്ഷെ അവൻ കുറച്ച് സമയം സേവിക്കാനായി പൊടിയിൽ നിന്നും മാറി തന്റെ ഭാര്യയും കൊണ്ട് കുറുക്കു വഴി എടുത്തു പോയിരുന്നു. നക്ഷത്രങ്ങൾ തെളിയാൻ തുടങ്ങി കഴിഞ്ഞിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം അവൻ ആ കുന്നിന് മുകളിലെത്തി. അല്ലെങ്കിൽ ഒരു വട്ടം കൂടി വീണ്ടും അവർ രണ്ടുപേരും ജനിച്ച ബേത്ലഹേം എന്ന നഗരത്തിലേക്കും നഗരത്തിലെ വെളിച്ചത്തിലേക്കും നോക്കി. വളരെയധികം പേരുണ്ടായിരുന്നു.
സ്ഥലം തിങ്ങി നിറഞ്ഞിരുന്നു. ജനങ്ങൾ പുറത്തും തറയിലും വയലുകളിലും ഉറങ്ങിയിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് ഒരുപക്ഷെ ഒരു ചോദ്യം യോസഫിന്റെ മനസ്സിൽ അപ്പോൾ പതിച്ചിരിക്കണം. എനിക്കൊരു സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? കാരണം ശിശു ഇന്ന് രാത്രിയിൽ തന്നെ ജനിക്കുന്നതിനിടയായേക്കും. അവൾ പകൽ മുഴുവൻ വേദനയിലായിരുന്നു. അതുകൊണ്ടിപ്പോൾ ഈ ബാലൻ ഇന്ന് രാത്രിയിൽ തന്നെ ജനിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? അവനവിടെ നിന്നുകൊണ്ട് താഴ്വരയ്ക്കപ്പുറത്തേക്ക് നോക്കുകയും അവന്റെ കണ്ണുകൾ നെടുങ്ങനെ ഒരു വശത്തായി നോക്കുന്നതിനിടയാകുകയും അവൻ ഒരു വിചിത്രമായ വെളിച്ചം കാണുന്നതിനുമിടയായി. നിങ്ങൾക്കറിയാമോ, സാധാരണമായും കുഴപ്പങ്ങളുടെ സമയത്ത് തന്നെയാണ് അലൗകികമായ കാര്യങ്ങളും സംഭവിക്കുന്നത്. അവൻ നേരെ അവിടേക്ക് നോക്കുകയും അവൻ ഒരു നക്ഷത്രം കാണുകയും ചെയ്തു. ഇത്രയും വലിയ ഒന്നിനെ എപ്പോഴെങ്കിലും കണ്ടിട്ടുള്ളതായി അവൻ ഒരിക്കലും ഓർത്തിരുന്നില്ല. അതത്രയും താഴെയായി കാണപ്പെട്ടിട്ട് അത് നേരെ ബേത്ലഹേമിന്മേൽ തൂങ്ങിക്കിടന്നിരുന്നു. അവൻ മേലേക്ക് നോക്കിയിട്ട് പിന്നെ തിരിഞ്ഞ് മറിയെ ഒരു പാറയുടെ മേലിരുത്തി കുറച്ചുനേരം വിശ്രമിക്കുന്നതിനിടയാക്കി. അവൻ തിരിഞ്ഞ് അവളോട് പറയാൻ തുടങ്ങി, പ്രിയേ, നീ എപ്പോഴെങ്കിലും ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവൻ ആ നക്ഷത്രത്തിന്റെ പ്രതിബിംബം അവൾ അവിടെ ഇരുന്നു കൊണ്ട് പുഞ്ചിരി തൂകുമ്പോൾ അവളുടെ മനോഹരമായ കറുത്ത കണ്ണുകളിൽ പോലും അവന് കാണാൻ കഴിഞ്ഞിരുന്നു. അവൻ പറഞ്ഞു, പ്രിയേ, ഇത് വളരെ വിചിത്രമായിരിക്കുന്നില്ലേ? അവൾ പറഞ്ഞു, എന്റെ പ്രിയനായ യോസഫേ, ഞാനത് സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുമ്പോൾ തൊട്ട് ശ്രദ്ധിച്ചിരുന്നു. ഞാൻ ആ നക്ഷത്രത്തെ ശ്രദ്ധിക്കുകയായിരുന്നു. അതിന് വിചിത്രമായ ഒരു പ്രവൃത്തി അതിനുണ്ടായിരുന്നു. അത് മറ്റുള്ള നക്ഷത്രങ്ങളെ പോലെ ആയിരുന്നില്ല. അത് വിശ്രമമില്ലാതെ നീങ്ങിക്കൊണ്ടിരുന്നു. അതെന്തിനോ വേണ്ടി കാത്തിരിക്കുകയും എന്തോ സംഭവിക്കുന്നതിനു വേണ്ടി കാത്തിരിക്കുന്നത് പോലെയുമായിരുന്നു. അവൻ പറഞ്ഞു, പ്രിയേ, ഇത് വളരെ വിചിത്രമായിരിക്കുന്നില്ലേ? അവൾ പറഞ്ഞു, എന്റെ പ്രിയനായ യോസഫേ, ഞാനത് സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ശ്രദ്ധിച്ചിരുന്നു. ഞാൻ ആ നക്ഷത്രത്തെ ശ്രദ്ധിക്കുകയായിരുന്നു. അതിന് വിചിത്രമായ ഒരു പ്രവൃത്തി അതിനുണ്ടായിരിക്കുന്നു. അത് മറ്റുള്ള നക്ഷത്രങ്ങളെ പോലെ ആയിരിക്കുന്നില്ല. അത് വിശ്രമമില്ലാതെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതെന്തിനോ വേണ്ടി കാത്തിരിക്കുകയും എന്തോ സംഭവിക്കുന്നതിനു വേണ്ടി കാത്തിരിക്കുന്നത് പോലെയുമായിരിക്കുന്നു. നമുക്കിപ്പോൾ നമ്മളുടെ ഈ ദമ്പതിമാരെ ആ പാറയുടെ മേൽ കുറച്ചുനേരം ഇരിക്കുന്നതിനിടയാക്കാം. നമുക്കിവിടെ നിന്ന് മാറി നമുക്ക് നമ്മുടെ മനസ്സിൽ 100ഓളം മൈലുകൾക്കപ്പുറയായി പൂർവ്വദേശത്തേക്ക് ആ വിദ്വാൻമാരുടെ അടുക്കൽ അങ്ങ് ദൂരെയായി കിഴക്കുള്ള ഇന്ത്യയിലേക്ക് പോകാം. അന്ന് രാത്രിയിൽ അവരുടെ മുറപ്രകാരം അവരെല്ലാം ഒരു നക്ഷത്രം വന്നപ്പോൾ സൂര്യൻ അസ്തമിക്കുകയും നക്ഷത്രങ്ങൾ കടന്നു വരികയും അവർ മലയുടെ മുകളിലേക്ക് പോയിട്ട് ഒരു ഗോപുരത്തിന്മേൽ കയറി. അതൊരു നിരീക്ഷണ ഗോപുരം പോലെയുള്ള ഒന്നായിരുന്നു. അവർ അതിനു മുകളിൽ ആരാധനയ്ക്കായും പഠനത്തിനായും കയറിയിരുന്നു. അവർ നക്ഷത്രങ്ങളുടെ സഹായത്താൽ സമയം പാലിച്ചിരുന്നു. അവർ സംഭവങ്ങളെക്കുറിച്ച് പഠിക്കുകയും അവർ അവിടെ കയറിയിരുന്ന രാഷ്ട്രങ്ങളെയും രാഷ്ട്രശക്തികളുടെ വീഴ്ചകളെയും രാഷ്ട്രങ്ങളുടെ പതനത്തെയും ഇത്യാദി കാര്യങ്ങളെയും കുറിച്ച് പഠിച്ചിരുന്നു. എന്നിട്ട് എപ്രകാരം അവർ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ അവർ ഈ നക്ഷത്രങ്ങളെ അവ ഓരോന്നിനെക്കുറിച്ചും അറിഞ്ഞിരുന്നു. നമുക്ക് വേദപുസ്തകം അറിയാവുന്നതുപോലെ അവർ അതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നു. അവ നടത്തിയിരുന്ന ഓരോ നീക്കവും എന്തോ അർത്ഥമാക്കിയിരുന്നു. കൂടാതെ നിങ്ങൾക്കറിയാമോ, ദൈവം എല്ലായ്പ്പോഴും തന്റെ പ്രവൃത്തികളെ ഈ ഭൂമിയിൽ ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെയൊക്കെ ആയാലും ആകാശങ്ങളിൽ പ്രഖ്യാപിച്ചിരുന്നു. കർത്തൃ ശുശ്രൂഷകർക്ക് അതറിയാം. അവിടെ അവർ നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. കാരണം ഏതൊരു ഗതിമാറ്റവും അവർ അറിഞ്ഞിരിക്കുകയും ഉടനെ തന്നെ തിരികെ ചെന്ന് തിരുവെഴുത്തുകളിൽ കൂടി അതെന്തായിരിക്കുന്നു എന്ന് കണ്ടുപിടിക്കുകയും ചെയ്തിരുന്നു. നിങ്ങൾ ചോദിച്ചേക്കാം, തിരുവെഴുത്തിൽ നിന്നോ എന്ന്. അതെ, തിരുവെഴുത്തുകളിൽ നിന്ന് തന്നെ. അവർ വിദ്വാൻമാരായിരുന്നു, എന്നാൽ അവർ മുഹമ്മദിയരായിരുന്നു. അവർ മുഹമ്മദിയരാകേണ്ടിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ അവർ പഴയ മേദ്യരും പാർസികളുമായിരുന്നു. അതിൽ നിന്നുമാണ് മുഹമ്മദിയർ വരുന്നത്. നമുക്കെല്ലാവർക്കും അതറിയാം. കൂടാതെ ശ്രദ്ധിക്കുക, അവർക്കവിടെ ഒരു ഗുരുനാഥൻ ഉണ്ടായിരുന്നു. നിങ്ങളത് വായിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് ദാനിയേൽ 2:43 ആകുന്നു. അവർ ബാബിലോണിലായിരുന്നപ്പോൾ അവരുടെ ഗുരുനാഥൻ ദാനിയേൽ എന്ന പ്രവാചകനായിരുന്നു. അത് കൃത്യമായും ശരിയായിരുന്നു. ദാനിയേൽ അവരുടെ ഗുരുനാഥനായ പ്രവാചകനായിരുന്നു. അവൻ ദൈവത്തെക്കുറിച്ചുള്ള സകല കാര്യങ്ങളും അവരെ പഠിപ്പിച്ചിരുന്നു. കാരണം അവൻ അവർക്ക് ഗുരുനാഥനായിരുന്നു. കൂടാതെ അവൻ അവരോട് പറഞ്ഞിരുന്നു, അതായത് കൈതൊടാതെ ഒരു കല്ല് ഏതെങ്കിലും ഒരു ദിവസം പർവ്വതത്തിൽ നിന്നും പറഞ്ഞു വരും. അവൻ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നത് കൈതൊടാതെ എന്നായിരുന്നു. ആ കല്ല് ജാതികളുടെ ലോകത്തിലുള്ള ജാതികളുടെ രാജ്യത്വങ്ങളെ തകർത്ത് കളയും. നോക്കൂ, സകല രാജ്യത്വങ്ങളും. എന്നിട്ട് അത് സ്വയം തന്നെ വലുതായി ഭൂമിയിലൊക്കെയും നിറയും. ഇപ്പോൾ ഈ വിദ്വാൻമാർ ആരും അവിശ്വാസികളായിരുന്നില്ല. ഇല്ല ശ്രീമാൻ, അവർ വിശ്വാസികളായിരുന്നു. അവർ സത്യ ഏകദൈവത്തിൽ വിശ്വസിച്ചിരുന്നു. അത് സത്യമാണെന്ന് നാം അറിയുന്നു. വേദപുസ്തകം അപ്രകാരം പറയുന്നു. നിങ്ങളത് വായിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അപ്പോസ്തല പ്രവർത്തികൾ 10:35 വായിക്കുക. അവിടെ ഇപ്രകാരം പറയുന്നു, ദൈവത്തിന് മുഖപക്ഷമില്ല. ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു. എന്നിരിക്കലും അവർ സത്യത്തിന്റെ ശരിയായ പാതയിലായിരുന്നില്ല. എന്നാൽ നാം വിശ്വസിക്കുന്ന അതേ ദൈവത്തെ തന്നെ അവർ വിശ്വസിച്ചിരുന്നു. നാം വിശ്വസിക്കുന്ന അതേ ദൈവത്തെ മുഹമ്മദിയരും വിശ്വസിക്കുന്നു. പലപ്പോഴും മുഹമ്മദിയരുടെ പുരോഹിതൻ ആ വലിയ കാര്യത്തെ എടുത്തുകൊണ്ട് ആ വലിയ ശബ്ദമുണ്ടാക്കുന്ന മണിയിൽ അടിച്ചുകൊണ്ട് പറയും, ഒരേ ഒരു ജീവിക്കുന്ന സത്യവാനായ ദൈവമേ ഉള്ളൂ, മുഹമ്മദ് അവന്റെ പ്രവാചകനാകുന്നു. നാം വിശ്വസിക്കുന്നു ഒരേ ഒരു സത്യവാനും ജീവിക്കുന്ന ദൈവമേ ഉള്ളൂ, യേശു അവന്റെ പുത്രനാകുന്നു. നോക്കൂ, അവർ പറയുന്നു ദൈവത്തിനൊരു പുത്രനുണ്ടെന്നുള്ള കാര്യത്തിൽ നിന്നും ദൂരെ മാറിക്കൊള്ളുക, അതൊരു ആത്മാവാകേണ്ടിയിരിക്കുന്നു എന്നവർ വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? അതുകൊണ്ട് അവർ പറയുന്നു ഒരേ ഒരു ജീവിക്കുന്ന സത്യവാനായ ദൈവമേ ഉള്ളൂ, മുഹമ്മദ് അവന്റെ പ്രവാചകനാകുന്നു. അവർ ഇപ്പോഴും ആ ഏക സത്യ
ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഇത് ഇശ്മായേലിന്റെ സന്തതികളാകുന്നു. അങ്ങനെ അവരെ നാം ശ്രദ്ധിക്കുമ്പോൾ ഈ മുഹമ്മദിയർ, അവർ മുഹമ്മദിയരായിരിക്കെ തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചിരിക്കുകയും അവരെ വിദ്വാൻമാർ എന്ന് വിളിക്കപ്പെട്ടിട്ട് അവർ നക്ഷത്രങ്ങളെ നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു. അവർ രാത്രികാലങ്ങളിൽ തീ കത്തിക്കുകയും അതൊരു ദിവ്യമായ അഗ്നിയുമായിരുന്നു. ഈ ദിവ്യമായ അഗ്നി രാത്രിയിൽ കത്തിക്കുന്നതിൽ കൂടെ അവർ അവരുടെ ദൈവത്തെ സേവിക്കുകയും ചെയ്തിരുന്നു. അവർ നിരീക്ഷിക്കുകയും അവർ ആരാധിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ എല്ലാ രാത്രികളിലും സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ മുകളിലേക്ക് കയറിയിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് പഠനം നടത്തിയിരുന്നു. അത് നാം ഒരുമിച്ച് കൂടി യോഗങ്ങളിലും മറ്റും വെച്ച് വേദപുസ്തകം എടുത്ത് വചനത്താൽ എടുത്ത് പഠിക്കുന്നത് പോലെയാണ്. അങ്ങനെ അവർ നക്ഷത്രങ്ങളുടെ സകല നീക്കങ്ങളും അറിഞ്ഞിരുന്നു. ഒരു ദിവസം രാത്രിയിൽ അവർ മുകളിൽ ഇരുന്നു കൊണ്ട് പഠിക്കുകയായിരുന്നു. അപ്പോൾ അവരുടെ ഇടയിൽ ഒരതിഥി പ്രത്യക്ഷപ്പെട്ടത് മിക്കവാറും ഒരമ്പരപ്പിക്കുന്ന കാര്യമായിരുന്നു എന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. അതൊരു അപരിചിതനായിട്ട് അവർ ഒരിക്കലും ആ നക്ഷത്രത്തെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലായിരുന്നു. ഇതിനെക്കുറിച്ച് അവർക്കൊന്നും തന്നെ അറിയില്ലായിരുന്നു. അവർ അമ്പരപ്പെട്ടതിൽ യാതൊരു അത്ഭുതവുമില്ല. രാത്രി മുഴുവനും അവർ അതിനെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു എന്ന് ഞാൻ അനുമാനിക്കുന്നു. അതിനെക്കുറിച്ച് എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ലായിരുന്നു. അതവർക്ക് ഒരു അപരിചിതനായിരുന്നു. അവിടെയുള്ള ആ വലിയ നക്ഷത്ര സമൂഹത്തിനിടയിൽ ഒരു നക്ഷത്രം അവിടെ തൂങ്ങിക്കിടന്നിരുന്നത് അവർ കണ്ടിരുന്നു. അതൊരു അപരിചിതനായിരുന്നു. അതൊരു അപൂർവമായ കാഴ്ചയായിരുന്നു. ഇതുപോലൊരു കാര്യം അവർ ഒരിക്കലും കണ്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഉടനെ തന്നെ അവർ ഇതിനെക്കുറിച്ച് അതെന്താണെന്ന് അറിയുന്നതിന് വേണ്ടി തിരുവെഴുത്തിലേക്ക് ആഴ്ന്നിറങ്ങി പഠിക്കാൻ തുടങ്ങി. തീർച്ചയായും അവരുടെ സ്വന്തം പുസ്തകങ്ങളിൽ അവർക്ക് ഇതിനെക്കുറിച്ച് യാതൊന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ അവർ തിരികെ ദാനിയേലിന്റെ പുസ്തകത്തിലേക്ക് ചെന്ന് അവർ കണ്ടുപിടിച്ചു, ഒരു കല്ല് വരുന്നുണ്ട്, യാക്കോബിന്റെ നക്ഷത്രം ഉയർന്നു വരും, അങ്ങനെ എന്തോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നവർക്ക് മനസ്സിലാകുന്നതിനിടയായി. അവരെല്ലാവരും അവരുടെ പ്രാർത്ഥനകൾ കഴിഞ്ഞ് അവർ ഉറങ്ങുന്നതിനായി പോയി. അവർ ഒരുമിച്ചിരുന്ന് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. രാജാക്കന്മാരുടെ രാജാവ് ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നു എന്നവർ ഒരുപക്ഷെ സ്വപ്നം കണ്ടിരിക്കണം. കാരണം ഈ അടുത്ത സമയത്ത് ഒരു വായനാ പത്രത്തിലെ കുറിപ്പിൽ ഈ വിദ്വാൻമാരെ കുറിച്ച് ഈ 3 നക്ഷത്രങ്ങൾ ഒരേ നിരയിലായി ചേർന്ന് ഒരു നക്ഷത്രമായപ്പോൾ മസിഹ ഭൂമിയിൽ എത്തിച്ചേർന്നു. അവർ യഥാർത്ഥത്തിൽ അവിടെ യഹൂദന്മാരായിട്ട് പഠിക്കുകയും ജ്യോതിശാസ്ത്രത്തിൽ അവരുടെ വിദ്യാഭ്യാസം നേടുകയുമായിരുന്നു. അങ്ങനെ അപ്പോൾ അവർ അത് കണ്ടപ്പോൾ യേശു എവിടെയോ ജനിച്ചിരുന്നു എന്നവർ അറിഞ്ഞിരുന്നു. അതെവിടെയായിരുന്നു എന്ന് അവർക്കറിയില്ലായിരുന്നു. എന്നാൽ അവർ അതിനെക്കുറിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയുന്നതിനു വേണ്ടി, എങ്ങനെ ചെയ്യണം, ആരായിരിക്കും പോകേണ്ടത് എന്നറിയുന്നതിനു വേണ്ടി അവർ നറുക്കിട്ട് നോക്കിയിട്ടുണ്ടായിരിക്കണം. എല്ലാവരും പോകാൻ ആഗ്രഹിച്ചിരുന്നു, എല്ലാവരും. എന്നാൽ അവരെല്ലായ്പ്പോഴും ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നത് പോലെ 3 പേർ ഒരു സാക്ഷിയാകുന്നു. ഒരു തെളിവ് കൊടുക്കുന്നതിനു വേണ്ടി തിരികെ വന്ന് അവരോട് അത് സത്യമാണെന്ന് പറയുന്നതിനാകുന്നു. അതുകൊണ്ട് അവർ എന്താണ് ചെയ്തത്? അവർ അവരുടെ സമ്പത്തും അവരുടെ കാഴ്ചവസ്തുക്കളും അങ്ങനെ എല്ലാം അവന്റെ അടുക്കലേക്ക് കൊണ്ടുപോകുന്നതിനായി കയറ്റിവെച്ചു. ഇന്ന് രാത്രിയിൽ ഞാൻ അത്ഭുതപ്പെടുകയാണ് സഹോദര സഹോദരി. നമുക്കുള്ളതെല്ലാം ക്രിസ്തുവിന് കൊടുക്കാൻ ബാധ്യതപ്പെട്ടിരിക്കെ എല്ലായ്പ്പോഴും നമുക്ക് സ്വയം എത്രയധികം പ്രാപിക്കാൻ കഴിയുമെന്ന് പലപ്പോഴും കാണാൻ നാം ശ്രമിക്കുന്നില്ലേ എന്ന് ഞാൻ ആശ്ചര്യപ്പെടുന്നു. നോക്കൂ, നമുക്ക് എത്ര മിടുക്കന്മാരായിരിക്കാൻ കഴിയും, എങ്ങനെ നമുക്ക് മറ്റേയാളെ കടത്തിവെട്ടാൻ കഴിയും എന്ന് നോക്കുന്നതിന് പകരം നമുക്കുള്ളതെല്ലാം നമുക്കെങ്ങനെ അവന് സമർപ്പിക്കാൻ കഴിയും എന്ന് നോക്കേണ്ടിയിരിക്കുന്നു. ദൈവം എനിക്കൊരു സ്വപ്നം തന്നാലും ഞാനത് വിശ്വസിക്കുക പോലുമില്ല എന്ന് ചില ആളുകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ദിവ്യരോഗശാന്തിയിലും വിശ്വസിക്കുന്നില്ല. ഇതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എത്ര ഡോക്ടർമാർ അവരുടെ പേരെഴുതി ഒപ്പിട്ടാലും ഞാൻ കാര്യമാക്കില്ല. നിങ്ങളിൽ എത്രയധികം പേരും അതെന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ അതിന് വലിയ എന്ത് തന്നെയായിരുന്നാലും ഞാൻ കാര്യമാക്കുന്നില്ല. എന്നിട്ട് പറഞ്ഞു, ഞാനത് വിശ്വസിക്കുകയില്ല, ഞാനത് വിശ്വസിക്കുകയില്ല. ഞാൻ പറഞ്ഞു, തീർച്ചയായുമില്ല, അത് നിങ്ങൾക്ക് വേണ്ടി ആയിരിക്കുന്നില്ല. ദിവ്യരോഗശാന്തി അവിശ്വാസികൾക്ക് വേണ്ടി അയച്ചിരിക്കുന്നില്ല, അത് വിശ്വാസികൾക്ക് വേണ്ടി അയച്ചിരിക്കുന്നു. ക്രിസ്തു വിശ്വാസികൾക്ക് വേണ്ടിയാകുന്നു. പരിശുദ്ധാത്മാവ് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രമാകുന്നു, അവിശ്വസിക്കുന്നവർക്ക് വേണ്ടി അല്ല. അവർക്ക് വേണ്ടി അത് ഉദ്ദേശിച്ചിട്ടില്ല. അതവർക്കൊരു ഇടർച്ചക്കല്ലാകുന്നു. അതെല്ലായ്പ്പോഴും ആയിരിക്കും, എല്ലായ്പ്പോഴും ആയിരുന്നു. അത് അവിശ്വസിക്കുന്നവർക്ക് വേണ്ടിയല്ല, അത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാകുന്നു. അതാകുന്നു അത്. ഇപ്പോൾ നാം കാണുന്നു, ഈ വ്യക്തികൾ അവർ വിശ്വാസികളായിരുന്നു. അവരിത് കണ്ടുപിടിക്കാൻ ആഗ്രഹിച്ചിരുന്നു. അവരുടെ പക്കൽ ഉണ്ടായിരുന്നതെല്ലാം അവരൊരു യാത്രയ്ക്ക് വേണ്ടി കയറ്റിവെച്ചു. ഈ സത്യം എന്താകുന്നുവെന്ന് കണ്ടുപിടിക്കുന്നതിന് അവർ ആഗ്രഹിച്ചിരുന്നു. അവർക്കൊരു നീണ്ട യാത്രയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവർ അവരുടെ സമ്പത്തെല്ലാം ഒരുമിച്ചാക്കിയിട്ട് എല്ലാം കൂടി കെട്ടി ഉറപ്പിച്ച് തയ്യാറാക്കിയും അതോടൊപ്പം പൊന്നും മൂരും കുന്തിരുക്കവും അങ്ങനെ അവർക്കുണ്ടായിരുന്നതെല്ലാം ഈ രാജാവിനെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി എടുത്ത് തയ്യാറായി. അങ്ങനെ അവർ അവരുടെ നിക്ഷേപങ്ങളുമായി യാത്രയായി. കൂടാതെ ശ്രദ്ധിക്കുക, ഈ രാജാവിനെ കണ്ടുപിടിക്കുന്നതിനായി അവർ ദൈവത്താൽ നൽകപ്പെട്ട ഒരു സ്വർഗീയ അടയാളത്താലാണ് പോയത്. അത് ഏതെങ്കിലും മനുഷ്യരുടെ നിർമ്മിതമായ വേദശാസ്ത്രത്താൽ അല്ലായിരുന്നു. അവർ അത് വചനത്തിൽ കണ്ടിരുന്നു. അതവിടെ ഉണ്ടാകേണ്ടിയിരിക്കുന്നതിന് സങ്കല്പിതമായിരുന്നു. അങ്ങനെ അവർ ആ സ്വർഗീയ അടയാളത്തെ പിന്തുടർന്നു. മനുഷ്യന് അവർക്കുള്ളതായ സാഹസികത മാത്രമുണ്ടായിരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അവർക്കുള്ള അറിവ് മാത്രം ഉണ്ടായിരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ദൈവം എന്തെങ്കിലും നമുക്ക് തരുമ്പോൾ അത് തിരുവെഴുത്ത് പ്രകാരമാണെങ്കിൽ അതിൽ മുറുകെ പിടിച്ചുകൊള്ളുക.
മനുഷ്യർ പറയും പരിശുദ്ധാത്മാഭിഷേകം എന്നൊരു കാര്യമേ ഇല്ല. ഒരു പരിശുദ്ധാത്മാഭിഷേകം എന്നൊരു കാര്യമുണ്ട്. പെന്തക്കോസ്ത് ദിവസം അതായിരുന്നു, അതേ രീതിയിൽ തന്നെ ശരിക്കും അതായിരിക്കുന്നു. അതുപോലെ തന്നെ അത് ഇന്നും വരികയും ദിവ്യ രോഗശാന്തിയും ദൈവത്തിന്റെ ശക്തിയുമാകുന്നു. വേദപുസ്തകത്തിൽ അത് ആർക്കും വിശദീകരിക്കാൻ കഴിയില്ല. അത് എടുത്തു മാറ്റപ്പെട്ടിരിക്കുന്നു എന്ന് പറയും. ദൈവം അത് സഭയ്ക്ക് എവിടെയാണ് നൽകിയതെന്ന് എനിക്ക് നിങ്ങളെ കാണിച്ചു തരാൻ കഴിയും. അവനത് എടുത്തു കളഞ്ഞത് എവിടെയാണെന്നുള്ളതിന്റെ തിരുവെഴുത്ത് നിങ്ങൾ എനിക്ക് കാണിച്ചു തരിക. അതവിടെ ഇല്ല. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. ഈ വാഗ്ദത്തം പത്രോസ് പെന്തക്കോസ്ത് നാളിൽ പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട നിങ്ങളുടെ പാപമോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുമുള്ളതല്ലോ. എന്നേക്കും വിളിച്ചു വരുത്തുന്ന ഏവർക്കുമാകുന്നു. അതേ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിലും സത്യസന്ധതയോടുകൂടിയ ഹൃദയങ്ങൾക്ക് അപ്പോഴായിരുന്നതുപോലെ ഇപ്പോഴുമാകുന്നു. അതങ്ങനെയല്ല എങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് അത്രയും അസാധാരണമായ ഒരു കാര്യമാണോ? പൗലോസ് അഗ്രിപ്പാവിനോട് ചോദിച്ചു, അഗ്രിപ്പ രാജാവേ, പ്രവാചകന്മാർ അരുളി ചെയ്തത് നിനക്ക് തള്ളിക്കളയാൻ പറ്റുമോ? യേശു സ്വയം അവനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, വേദപുസ്തകം സ്വയം അതിനെക്കുറിച്ച് അത് മശീഹായ അഭിഷിക്ത വചനമാകുന്നു എന്നുള്ളത് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? വചനം നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ വചനത്തോടുകൂടി അഭിഷേകം ചെയ്യപ്പെട്ട വ്യക്തിയാകുന്നു. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും ചോദിപ്പീൻ, അത് നിങ്ങൾക്ക് നൽകപ്പെടും. അത് ക്രിസ്തു നിങ്ങളിലായിട്ട് ഈ കാലത്തേക്കുള്ള വചനം അഭിഷേകം ചെയ്യുകയും അവർ ജീവിച്ചിരുന്ന മറ്റേതൊരു കാലത്തേക്കുമാകുന്നു. ദൈവം തന്റെ വചനത്തെ കാലഘട്ടങ്ങളിലേക്കായി വിഭജിച്ച് ഓരോ വട്ടവും ആ സമയം എത്തുമ്പോൾ സഭകളെല്ലാം കൂടി ഒരു സംശയത്തിലേക്ക് എത്തുകയും ദൈവം ആരെങ്കിലും അഭിഷേകം ചെയ്യുകയും അവൻ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നതുപോലെ ആ വചനത്തെ കൃത്യമായും അതുപോലെ പെരുമാറുന്നതിന് അവിടെ കയറ്റുകയും ചെയ്യുന്നു. ശരിക്കും അതാകുന്നു. അങ്ങനെ ഈ കാലത്ത് പ്രവചിക്കപ്പെട്ട ഒരു വചനമുണ്ട്. അതത്രയും അസാധാരണമാകാത്ത ആരെയെങ്കിലും കണ്ടുപിടിക്കുന്നതിനായി ദൈവം കാത്തിരിക്കുകയും അതിനാൽ അവർ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട് യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്ന് തെളിയിക്കാൻ കഴിയുകയും ഒരു പ്രകാശിക്കുന്ന വെളിച്ചമായി അവിശ്വാസികളുടെ കണ്ണുകളെ അന്ധരാക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ അതിനെ ദൈവദൂഷണം ചെയ്യുകയും അത് അവരുടെ മേൽ ന്യായവിധി കൊണ്ടുവരികയും ചെയ്യുന്നു. കാരണം ദൈവത്തിന്റെ ന്യായപ്രമാണം നീതിയുള്ളതും അവന്റെ ന്യായാധിപത്യത്താൽ മാത്രം ന്യായവിധി വരികയും ചെയ്യുന്നു. അതിനുശേഷം അവന് ലോകത്തെ കുറ്റം വിധിക്കാനും അവർ സോദ്യമേരെ അയച്ചതുപോലെ അഗ്നിജ്വാലയിലേക്ക് അയക്കാനും കഴിയും. ഇപ്പോൾ ശ്രദ്ധിക്കുക, അവരുടെ യാത്രയിൽ അവർ ദൈവത്താൽ നൽകപ്പെട്ട അടയാളത്തെ പിന്തുടർന്നതായി നാം കാണുന്നു. അവർ അതിനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവർ മറ്റാരുടെയും വാക്കുകൾ എടുത്തിരുന്നില്ല. അവർ ഒരു ബിഷപ്പുമായിട്ടോ മറ്റെന്തെങ്കിലുമായിട്ടോ ബന്ധപ്പെടാൻ പോയില്ല. ദൈവം അവർക്കൊരു അടയാളം കൊടുത്തു. അവർ അവിടെ അത് കണ്ടു. അത് സത്യമായിരുന്നു. അവർ അതിന് പിന്നാലെ യാത്ര തുടങ്ങുകയും ചെയ്തു. അതവരുടെ വഴി നയിച്ചു. അതൊന്നു മാത്രമായിരുന്നു തിരുവെഴുത്ത് മുൻകൂട്ടി പറഞ്ഞിരുന്നത്. അത് വരുന്നുവെന്ന് അവർ അറിഞ്ഞിരിക്കുകയും അവർ അത് പിന്തുടരുകയും ചെയ്തു. എന്തായിരുന്നു അത്? അവർ യാത്ര തുടങ്ങുന്നതും കൈവീശി ശുഭം സംഭവിക്കട്ടെ എന്ന് പറയുന്നതും എനിക്ക് കാണാൻ കഴിയും. സഹോദരന്മാരെ, ഞങ്ങൾ ഒരു ദിവസം തിരികെ എത്തും. നിങ്ങൾക്ക് ആ സന്ദേശം കൊണ്ടുവരും. കാരണം അത് സത്യമാണെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങനെ അവർ അതിനെ പിന്തുടരുകയും മലകൾ മറികടന്നും ടൈഗ്രിസ് നദി മറികടന്നും വിശാല സ്ഥലങ്ങളിൽ കൂടിയും ദിവസങ്ങളോളം അകത്തും പുറത്തും മാസങ്ങളോളം അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് കഴിയാവുന്നത്രയും ബുദ്ധിമുട്ടുകൾ സഹിച്ച് ആ നക്ഷത്രത്തെയും നിരീക്ഷിച്ചുകൊണ്ട് അവർ യാത്ര ചെയ്തിരുന്നു. പകൽ സമയത്ത് ഒരുപക്ഷെ അവർ കിടന്ന് വിശ്രമിക്കുകയും ഉറങ്ങുകയും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടന്നുകൊണ്ട് തമ്മിൽ സംസാരിക്കുകയും, നാം അവിടെ എത്തുമ്പോൾ എത്ര അത്ഭുതകരമായിരിക്കും ഈ സ്വർഗീയ കിരണം, ഈ സ്വർഗീയ വെളിച്ചം, നാം കാണുന്ന ഈ വെളിച്ചം എത്ര അലൗകികമാകുന്നു. ആമേൻ. എനിക്ക് തലതിരിവാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല, എനിക്കില്ല. ഈ സ്വർഗീയ കിരണത്തെ ശ്രദ്ധിക്കുക. നാം നിരീക്ഷിക്കുന്ന വെളിച്ചം അതാകുന്നു. ഇപ്പോൾ ഓർക്കുക, മറ്റാരും അതിനെ കണ്ടിട്ടില്ലായിരുന്നു. അതൊരു നക്ഷത്ര നിരീക്ഷണശാല മറികടന്ന് മറ്റൊരു നിരീക്ഷണശാല മറികടന്ന് വിദ്വാൻമാർക്ക് ശേഷം വിദ്വാൻമാരെയും കടന്നുപോയിരുന്നു. എന്നാൽ അത് അവർക്ക് വേണ്ടി അയക്കപ്പെട്ടതായിരുന്നു. അവർ അത് കണ്ടിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അവർ അത് കണ്ടിരുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. മറ്റാരും അത് കണ്ടിരുന്നില്ല. ശ്രദ്ധിക്കുക, പൗലോസ് വെളിച്ചം കണ്ടത് മറ്റാരും കണ്ടില്ല. അതേ കാര്യം തന്നെയാകുന്നു. അത് അവന്റെ മേൽ ദമസ്കസിലേക്കുള്ള വഴിയിൽ വെച്ച് പതിക്കുകയുണ്ടായി. എന്നാൽ അത് പൗലോസിന് വേണ്ടി നൽകപ്പെട്ടിരുന്നു. പരിശുദ്ധാത്മാവ് ഒരു വെളിച്ചമായി പ്രാവിന്റെ രൂപത്തിൽ വരുന്നത് യോഹന്നാൻ ഒഴിച്ച് മറ്റാരും കണ്ടിരുന്നില്ല. അവനത് കാണുകയും അതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. അവനത് കണ്ടു. മറ്റുള്ളവരാരും അത് കണ്ടില്ല. അവനത് കണ്ടു. കാരണം അവൻ അതിനുവേണ്ടി നോക്കിയിരുന്നു. വിദ്വാൻമാർ അതിനുവേണ്ടി നോക്കിയിരുന്നു. നിങ്ങൾ അതിനുവേണ്ടി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആ യഥാർത്ഥമായ ക്രിസ്മസിന്റെ ഉപഹാരം, യഥാർത്ഥ ക്രിസ്മസ് സമ്മാനം, അത് ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ ഉപഹാരമായ പരിശുദ്ധാത്മാവാകുന്നു. നിങ്ങൾ അതിനുവേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളത് കാണും. അതൊരു സ്വർഗീയ വെളിച്ചം ദൈവത്തിൽ നിന്നും താഴെ അയച്ചതും സ്വർഗത്തിൽ നിന്നും യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യം വഹിക്കുന്നതിനു വേണ്ടി അത് അയച്ചിരിക്കുന്നതുമാകുന്നു. ഇപ്പോൾ അവർ മറ്റാരുടെയും വാക്കുകളെ അതിനുവേണ്ടി എടുത്തിരുന്നില്ല. പകൽ സമയത്ത് അവർ അസ്വസ്ഥരായിരുന്നു. അവർ പറഞ്ഞു, എനിക്ക് ഇനിയും കാത്തിരിക്കാൻ കഴിയില്ല. ഇനിയും എത്ര ദൂരം കൂടി പോകാനുണ്ട് എന്ന് എനിക്കറിയില്ല.
നാം ഒരുപക്ഷെ യെരുസലേം വരെയോ അല്ലെങ്കിൽ പലസ്തീനിലെ വിശുദ്ധ നാട് വരെയോ പോകേണ്ടി വരും. കാരണം അവിടെയാണ് അവൻ ജനിക്കുന്നതിന് വേണ്ടി പ്രവചിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ അത് കണ്ടെത്തും. അങ്ങനെ രാത്രി സമയം വന്നിട്ട് ഇരുട്ട് എല്ലായിടത്തും പരക്കാൻ തുടങ്ങി. ഓർക്കുക, വെളിച്ചം ഇരുട്ടത്ത് മാത്രമേ പ്രകാശിക്കുകയുള്ളൂ. ആ ഒരൊറ്റ രീതിയിൽ മാത്രമേ അത് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. നാം എപ്പോഴെങ്കിലും ഒരു ഇരുണ്ട സമയത്ത് ജീവിക്കുന്നുവെങ്കിൽ അത് മനുഷ്യനും മതസംഹിതം കൂടി മനുഷ്യനെ ദൈവത്തിന്റെ വചനത്തിൽ നിന്നും ദൂരത്താക്കുമ്പോഴാകുന്നു. അതിന്ന് ഈ സഭാ സംഘടനകളെല്ലാം കൂടി അവരെ എല്ലാ തരത്തിലും പെട്ട കാര്യങ്ങളിൽ കൂടി കുത്തി തിരികെ വെച്ചിട്ട് ദൈവത്തിന്റെ വചനമായിരിക്കുന്നില്ല. അതത്രയുമായിട്ട് അവർ ലോകസഭാ സമിതികളിലേക്കും അതുപോലെയുള്ള കാര്യങ്ങളിലേക്കും അത്രയും അന്ധരായി നടന്നു കയറുകയും എല്ലാ തരത്തിൽപ്പെട്ട അവിശ്വാസികളുമായി അവരെ തന്നെ തമ്മിൽ ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. അവിടെ അപ്പോൾ വേദപുസ്തകം പറയുന്നു, രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? അങ്ങനെ നമ്മുടെ സഭകൾ അതുപോലെ ഒരു സമുച്ചയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായും അവർ അന്ധരാകുന്നു. എന്നാൽ അതുപോലൊരു ഇരുണ്ട നാഴിക വരുമ്പോഴാണ് വെളിച്ചം കടന്നു വരുന്നത്. അപ്പോഴാണ് വെളിച്ചം പ്രകാശിക്കുന്നത്. അങ്ങനെ അവർ അത് നിരീക്ഷിച്ചിരുന്നു. രാത്രി വരുമ്പോൾ അവർ ആനന്ദിച്ചുകൊണ്ട് പറയും, നയിച്ചുകൊണ്ടിരിക്കൂ, പടിഞ്ഞാറോട്ട് നയിച്ചുകൊണ്ടിരിക്കൂ. ഇപ്പോഴും മുമ്പോട്ട് നീങ്ങുന്ന ഞങ്ങളെ ആ സമ്പൂർണ്ണ വെളിച്ചത്തിന്റെ അടുക്കലേക്ക് വഴി നടത്തൂ. അങ്ങനെ നദികൾ മറികടന്ന് മണൽ തിട്ടകളും എല്ലായിടങ്ങളും മറികടന്ന് ആ യഥാർത്ഥ സത്യത്തെ കണ്ടുപിടിക്കുന്നതിനുള്ള ആഗ്രഹവുമായി അവർ മുൻപോട്ട് പോയി. ശ്രദ്ധിക്കുക, യഹൂദിയയിൽ അവർ തുടങ്ങിയിടത്തു നിന്നും ബേദലഹേം ഒരേ അതിരിലായിരുന്നു. അല്ല, യെരുശലേം അവർ നിന്നിരുന്ന ബേദലഹേമുമായിട്ട് ഒരേ അതിരിലായിരുന്നു. ശ്രദ്ധിക്കുക, നിങ്ങൾക്കിത് ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ ഇതെന്തൊരു അടയാളമാകുന്നു. ബേദലഹേം ഇവിടെയും യെരുശലേം ഇവിടെ മുകളിലായിട്ടുമാകുന്നു. കൂടാതെ വിദ്വാൻമാർ വന്നിടത്തു നിന്നും അവർക്ക് ബേദലഹേമിൽ എത്തുന്നതിന് മുമ്പായി ആദ്യം യെരുശലേമിൽ എത്തേണ്ടിയിരുന്നു. നിങ്ങൾക്കിത് മനസ്സിലായോ? ആ വലിയ മഹത്തായ സ്വയം രൂപീകരിക്കപ്പെട്ട സഭാ സംഘടനകളുടെ ആസ്ഥാനമായ യെരുശലേം, അതേ ശ്രീമാൻ, അവിടെ എല്ലാ സഭാ സംഘടനകളും തമ്മിൽ ഒരുമിച്ച് കൂടിയിരുന്നു. നിങ്ങൾക്കറിയാമോ, വലിയ സമിതികൾ അവിടെ കണ്ടുമുട്ടിയിരുന്നു. അങ്ങനെ ഈ മനുഷ്യർ അവിടെ എത്തുകയും അവർ ഈ നഗരത്തിൽ എത്തിയപ്പോൾ അവർ വിചാരിച്ചു, അവിടെയാകുന്നു അത്. ആർക്കെങ്കിലും അതിനെക്കുറിച്ച് അറിയാമെങ്കിൽ, ഈ രഹസ്യമായ വലിയ വെളിച്ചത്തെക്കുറിച്ച് നമ്മോട് വിവരിച്ചു പറയാൻ കഴിയുമെങ്കിൽ, അവിടെ എല്ലാ മഹാപുരോഹിതന്മാരും ഉണ്ടായിരിക്കുന്നു. അവിടെ ദിവ്യത്വത്തിന്റെ പണ്ഡിതന്മാരും അവിടെ PhD-യും LLD-കാരും അങ്ങനെ ഇവരെല്ലാം അവിടെ ഉണ്ടായിട്ട് അവർക്കെല്ലാം ഇതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാം. ഓ സഹോദരന്മാരെ, യെരുശലേം കാഴ്ചയിലായിരിക്കുന്നു. ഇവിടെ ഇതാ ഞങ്ങൾ പോകുന്നു, ഞങ്ങൾക്കത് കിട്ടിയിരിക്കും. അവർ നേരെ തെരുവുകളിലേക്ക് അവർ പെട്ടെന്ന് ചാടിയിറങ്ങി. നിങ്ങൾ എവിടെ പോകുന്നു? ഞങ്ങളുടെ പക്കൽ ഒരു വലിയ സന്ദേശമുണ്ട്. എന്താകുന്നു അത്? യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? രഹസ്യമായ ഈ വെളിച്ചത്തെക്കുറിച്ച് എന്താകുന്നു? ആരാകുന്നു അവൻ? എവിടെയാകുന്നു? അങ്ങനെ തെരുവുകളിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ധനികരായ മനുഷ്യർ നന്നായി അലങ്കരിച്ച ഒട്ടകങ്ങളും പൊന്നും മൂറും അങ്ങനെ എല്ലാമായിട്ട് തെരുവുകളിലും എല്ലാ ഇടനാഴികളിലും കൂടി അവൻ എവിടെ, അവൻ എവിടെ, അവൻ എവിടെ എന്ന് നിലവിളിച്ചുകൊണ്ട് അവർ പോയി. എന്നാൽ അവരുടെ പക്കൽ അതിന്റെ ഉത്തരമില്ല എന്നവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇന്നത്തെ ഏറ്റവും വലിയ കരച്ചിലായ കമ്മ്യൂണിസം നമ്മുടെ മേലായിരിക്കുന്നു. ഓ, എല്ലാ റേഡിയോ പ്രക്ഷേപണങ്ങളും എല്ലായ്പ്പോഴും കമ്മ്യൂണിസത്തെക്കുറിച്ച് പ്രഹരിക്കുന്നു. നിങ്ങൾക്ക് കമ്മ്യൂണിസത്തെ വിവേചിച്ചറിയാൻ കഴിയും, എന്നാൽ കാലത്തിന്റെ അടയാളങ്ങൾ നിങ്ങൾക്ക് വിവേചിച്ചറിയാൻ കഴിയില്ല. യേശു പറഞ്ഞു, ഭൂമിയുടെയും ആകാശത്തിന്റെയും ഭാവം വിവേചിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയും, എന്നാൽ ഈ കാലത്തെ വിവേചിപ്പാൻ നിങ്ങൾക്കറിയില്ല. എല്ലായ്പ്പോഴും കമ്മ്യൂണിസം കമ്മ്യൂണിസം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടി പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ കണ്ടുപിടിക്കുന്നതാണ് നല്ലത്. നാം ഏത് സമയത്താണ് ജീവിക്കുന്നത്? ഇത് സംഭവിക്കുന്നതിന് മുമ്പ് ദൈവം അവസാനമായി കാണിക്കുമെന്ന് പറഞ്ഞിരുന്ന അടയാളം എന്തായിരുന്നു? അവൻ പറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്തായിരിക്കുന്നു? ഇസ്രായേൽ അവരുടെ രാജ്യത്ത് അങ്ങ് ദൂരെയായി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അത്തിവൃക്ഷം വീണ്ടും തളർത്ത് യഥാസ്ഥാനത്തായിരിക്കുന്നു. നോക്കൂ, എല്ലാ കാര്യങ്ങളും കൃത്യമായും ശരിയായി അതിന്റെ നിരയിൽ ക്രമപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കൂടാതെ സഭ ലാവോദിക്കയുടെ അവസ്ഥയിൽ യേശു പുറത്തായിട്ട് തന്റെ സ്വന്തം സഭയിൽ ഒരഭയാർത്ഥിയായിരിക്കുന്നു. ദാവീദ് ബേത്ലഹേമിൽ തന്റെ സ്വന്തം ജനങ്ങളുടെ മുമ്പിൽ നിന്നും ഒരു അഭയാർത്ഥിയായി ഓടിപ്പോകുന്നത് പോലെയാകുന്നു. ഒരു അഭയാർത്ഥി. അതുപോലെ ക്രിസ്തു, വേദപുസ്തകം പറയുന്നു, അന്ത്യനാളുകളിൽ തന്റെ സ്വന്തം ജനങ്ങളുടെ ഇടയിൽ ഒരു അഭയാർത്ഥിയെ പോലെ ആയിരിക്കുന്നു. അവിടെ വെളിപാട് 3-ാം അധ്യായത്തിൽ നാം ജീവിക്കുന്നതായ ലാവോദിക്ക കാലഘട്ടത്തിൽ ക്രിസ്തു പുറത്തായിട്ട് അകത്ത് കിടക്കുന്നതിനായി ശ്രമിച്ചുകൊണ്ട് വാതിലിൽ മുട്ടുകയും തന്റെ സ്വന്തം ജനത്തിന് ഒരു അഭയാർത്ഥിയായി തീരുകയും ചെയ്യുന്നു. അപ്പോഴായിരുന്നു ആ യുദ്ധപടയാളികൾ അവരുടെ വാളുകൾ കയ്യിലെടുത്ത് ദാവീദ് കുറിച്ച് ശുദ്ധജലത്തിന് വേണ്ടി നിലവിളിച്ചപ്പോൾ അവർ അവന് വേണ്ടി വെള്ളമെടുത്തു കൊണ്ടുവരുന്നതിനായി 15 മൈലോളം ദൂരം അവരുടെ വഴി വെട്ടിമുറിച്ച് മുന്നോട്ട് പോയി അത് കൊണ്ടുവന്നു. അവനത് മണ്ണിലേക്ക് തിരികെ ഒഴിച്ച് ഒരു പാനീയകമായി അർപ്പിക്കുകയുണ്ടായി. അതെ, ഇന്ന് പടയാളികൾ യേശുവിന് ഒരു നല്ല പഴയ പെന്തിക്കോസ്തിന്റെ ജലം ആവശ്യമായിരിക്കുന്നു. ഈ സഭാ സംഘടനകളിലെ കെട്ടിക്കിടക്കുന്ന വെള്ളം അവൻ അസഹനീയമായിരിക്കുന്നു.
ദൈവത്തിന്റെ വചനത്തെ എടുക്കുക, അതിനെ വലിച്ചൂരി ഈ മതസമിതികളെയും അതുപോലെയുള്ള കാര്യങ്ങളെ വെട്ടിമുറിച്ചുകൊണ്ട് അവനുവേണ്ടി ഒരു ശുദ്ധജലം കിട്ടുന്ന സ്ഥാനത്തേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും. ഒരു യഥാർത്ഥമായ, ഒരു സത്യമായ ആരാധന, ഒരു സത്യസന്ധമായ ഹൃദയം, അവിടേക്ക് അവനവന്റെ ജീവിക്കുന്ന ഈ കാലത്തെ ജീവിക്കുന്ന വചനത്തെ പകർന്നു തരാൻ കഴിയും. അവനത് പ്രാപിക്കും. അവൻ പറഞ്ഞു, അവൻ ജനങ്ങളുടെ വിശ്വാസത്തെ പിതാക്കന്മാരുടെ അടുക്കലേക്ക് യഥാസ്ഥാനത്താക്കും. അത് മക്കളുടെ വിശ്വാസമാകുന്നു. അത് വരുമെന്നും അതിവിടെ ആയിരിക്കുമെന്നും മലാഖി 4 നമ്മോട് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ വിഷമിക്കേണ്ട, അതിവിടെ എത്തിയിരിക്കും. ദൈവം അപ്രകാരം അത് കൽപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അതെല്ലാമായിരിക്കുന്നു. ഘടികാരം നേരെ അത് ടിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേ ശ്രീമാൻ. എന്നാൽ ഇന്ന് ആ വലിയ മഹത്തായ കാര്യങ്ങളെ നാം കാണുന്നു. എന്തുകൊണ്ട് കമ്മ്യൂണിസം വരുന്നു? എന്തുകൊണ്ട് ലോകം വിഴുങ്ങപ്പെടുന്നു? എങ്ങനെ 1% റഷ്യക്ക് കഴിയും? കമ്മ്യൂണിസം എല്ലാമായിട്ട് അതാകുന്നു. 99% അപ്പോഴും ക്രിസ്ത്യാനികളാകുന്നു. 1% റഷ്യ ബാക്കിയുള്ള ലോകത്തെ മിക്കവാറും പൗരസ്ത്യ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നു. കമ്മ്യൂണിസം എന്തുകൊണ്ട് അതിനത് ചെയ്യാൻ കഴിയും? അങ്ങനെ അത് ചെയ്യുമെന്ന് വേദപുസ്തകം പറയുന്നു. അദ്ദേഹത്തിന് അതിന്റെ ഉത്തരം കിട്ടിക്കഴിഞ്ഞു. എന്നാൽ നിങ്ങളിപ്പോൾ കാണുന്നത് നാം ഇതിനും അതിനും വേണ്ടി വഴക്കിടാൻ ശ്രമിക്കുന്നതാണ്. നാം ശ്രദ്ധിക്കുന്നതിനായി ദൈവം അയച്ചു തന്നിരിക്കുന്ന അതേ കാര്യത്തെ നാം കാണുന്നില്ല. അവർ അവിടെ അവരുടെ വസ്ത്രങ്ങളിൽ ഏതു തരത്തിലുള്ള ബട്ടണുകൾ പിടിപ്പിക്കണമെന്നും അടുത്ത സമ്മേളനത്തെയും അവരുടെ മുഖ്യ പ്രാസംഗികൻ ആരായിരിക്കണമെന്നും ഇതുപോലെ എന്തോ ഈ തരത്തിൽപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് കണ്ടുപിടിക്കുന്നതിനുള്ള ശ്രമത്തിലായിരിക്കുന്നു. അങ്ങനെ ഇവിടെ ഇതാ ആ വിദ്വാൻമാരായ മനുഷ്യർ അവരുടെ സ്വർഗീയ വെളിച്ചത്തെ നിരീക്ഷിച്ചുകൊണ്ട് അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയും, ഞാൻ യെരുശലേമിലെത്തുമ്പോൾ നമ്മുടെ മേലെയായി നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ രഹസ്യമായ സ്വർഗീയ വെളിച്ചം എന്താണെന്ന് അവർ നമ്മോട് പറഞ്ഞു തരും എന്ന് പറഞ്ഞു. അങ്ങനെ തെരുവുകളിൽ കൂടി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അവൻ എവിടെയാകുന്നു? യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ കിഴക്ക് അവന്റെ നക്ഷത്രം കണ്ടിരിക്കുന്നു. ഞങ്ങൾ അവനെ ആരാധിക്കാൻ എത്തിയിരിക്കുന്നു. ഞങ്ങളുടെ പക്കൽ പൊന്നും മൂരും അവനു വേണ്ടി എല്ലാം ഉണ്ടായിരിക്കുന്നു. അവൻ എവിടെ? അവർ ചോദിച്ചു, എവിടെ? ആരാകുന്നു? എന്താകുന്നു? അതുപോലെ തന്നെയാണ് ഇന്നുമായിരിക്കുന്നത്. അങ്ങനെ യാതൊരു കാര്യവും ഇന്ന് സംഭവിക്കുന്നില്ല. അവർ പറഞ്ഞു, സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോൾ ഞങ്ങൾ രഹസ്യമായ ഒരു വെളിച്ചം കാണുന്നു. ഞാൻ ഒരിക്കലും അത് കണ്ടിട്ടില്ല. കോട്ടയുടെ മേലെയുള്ള മനുഷ്യനെ വിളിക്കുക, നീ എന്തെങ്കിലും രഹസ്യമായ വെളിച്ചം കണ്ടിട്ടുണ്ടോ? നിങ്ങൾ എന്താണ് പറയുന്നത്? നീ എന്തെങ്കിലും രഹസ്യമായത് കണ്ടോ? ഇല്ല. എന്താണ് നിങ്ങൾക്ക് പറ്റിയിരിക്കുന്നത്? നോക്കൂ, അവരുടെ പക്കൽ അതിന് ഉത്തരമില്ലായിരുന്നു. അവർക്ക് ഇന്നും അത് കിട്ടിയിട്ടില്ല. ഈ കാര്യങ്ങളൊക്കെ എന്താണെന്ന് അവർക്കറിയില്ല. പക്ഷെങ്കിൽ അവർ അറിഞ്ഞിരിക്കേണ്ടതായിരുന്നു. സഭകളുടെ വലിയ തലവന്മാരായ ആളുകൾ ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമായിരുന്നു. ദൈവം എല്ലായ്പ്പോഴും ന്യൂനതയിൽ അത്രമാത്രം താഴ്മയോടെ പ്രവർത്തിച്ചിട്ട് അതവരുടെ തലയ്ക്ക് മേലെ കൂടി കടന്നു പോകുന്നു. അവർ അത് അറിയുന്നത് പോലുമില്ല. എന്നിരിക്കലും അവൻ ഇപ്രകാരം തന്റെ വചനത്തെ നിവൃത്തിയാക്കുന്നു. അതാകുന്നു ഇത്. നാം നമ്മെ തന്നെ ഇതുപോലൊരു വലിയ മഹത്തായ കാര്യങ്ങളിൽ കെട്ടുപിണച്ചിട്ട് നമുക്ക് മുമ്പോട്ട് നീങ്ങാൻ കഴിയാതെ വരുന്നു. ദൈവം നമ്മെ ഈ കുരുക്കുകളിൽ നിന്നും വെട്ടിമുറിച്ച് സ്വതന്ത്രമാക്കിയിട്ട് അതിനാൽ നാം ജീവിക്കുന്ന നാഴിക എന്താണെന്ന് നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിന് വീണ്ടും ഒരു സ്വപ്നത്തിൽ കൂടി പ്രവർത്തിക്കേണ്ടി വന്നാലും അവനത് നിങ്ങൾക്ക് വെളിപ്പെടുത്താൻ കഴിയും. തീർച്ചയായും അവന് കഴിയും. നാം അന്ത്യകാലത്ത് ജീവിക്കുന്നു. ശ്രദ്ധിക്കുക, ഈ രഹസ്യമായ വെളിച്ചത്തെക്കുറിച്ച് അവർക്ക് ഒരു ഉത്തരമുണ്ടായിരുന്നില്ല. അവരുടെ മുഖ്യ പ്രവർത്തന കേന്ദ്രത്തിൽ അതിനൊരു ഉത്തരമുണ്ടായിരുന്നില്ല. അതുമല്ല, ഇന്നും അവർക്ക് അതുണ്ടായിരിക്കുന്നില്ല. അതുകൊണ്ട് അവർ എന്താണ് ചെയ്തത്? അവർ ദൈവത്തിന്റെ വചനത്തെ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അതാണ് ആശയം. അവർ പറഞ്ഞു, നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ നോക്കിയിട്ട് ഈ കാര്യങ്ങൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കാം. അങ്ങനെ അവർ ദൈവത്തിന്റെ വചനത്തെ കൊണ്ടുവരാനായി ആവശ്യപ്പെട്ടപ്പോൾ ഈ വിദ്വാൻമാർ ഇന്നുള്ള വളരെയധികം ജനങ്ങളെക്കാളും മിടുക്കരായിരുന്നു. ദൈവത്തിന്റെ വചനപ്രകാരം അവരുടെ പക്കൽ അത് ഉണ്ടായിരുന്നില്ല എന്നും അവർക്ക് കിട്ടാനും പോകുന്നില്ല എന്ന് വിദ്വാൻമാർ കണ്ട് മനസ്സിലാക്കി. ആമേൻ. ഇതാ നഗരമല്ലെന്നും ഇതാ സ്ഥലം പോലുമല്ലെന്ന് അവർക്ക് മനസ്സിലാക്കുന്നതിനിടെയായി അവൻ യഹൂദിയിലെ ബേത്ലഹേമിൽ ജനിക്കേണ്ടിയിരിക്കുന്നു എന്നവർ അറിഞ്ഞു. ആമേൻ. അതെല്ലാറ്റിലും ചെറുതും ഏറ്റവും താഴ്മയേറിയതും നിസ്സാരവും തീരെ ചെറിയതുമായ ഒരു സ്ഥലമായിട്ട് അതൊരു വലിയ സ്വയം പരിഷ്കൃതമായ ഒന്നായിരുന്നില്ല. ഉടനെ തന്നെ ഈ വിദ്വാൻമാർക്ക് അത് മനസ്സിലാക്കുന്നതിനിടെയായി ദൈവത്തിന്റെ വചനം അവർക്കത് വെളിപ്പെടുത്തി കൊടുക്കുകയും, അതായത് അത് ഈ സ്ഥലമല്ലെന്നും അവർക്ക് അതിവിടെ കിട്ടുകയുമില്ലെന്ന് അറിഞ്ഞിട്ട് അവർ ഈ സ്ഥലത്തെ കുഴപ്പത്തിൽ നിന്നും ചാടി പുറത്തായി. നമുക്ക് അതേപോലെ ചെയ്യാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ. ഒരു സ്വപ്നത്തിൽ കൂടി മുന്നറിവ് ലഭിച്ചിട്ട് ഈ കുഴപ്പത്തിൽ നിന്നും അവർ പുറത്തു ചാടി അവർ മുമ്പോട്ട് പോയി. അങ്ങനെ അത് അവർ വിട്ടുകളഞ്ഞു. അവർക്ക് വേണ്ടി ഹല്ലേലൂയ, അവർ അത് വിട്ടുകളഞ്ഞു. അവർ ഈ കുഴപ്പത്തിൽ നിന്നും പുറത്തായി കഴിഞ്ഞപ്പോൾ അലൗകികത വീണ്ടും അവർക്ക് പ്രത്യക്ഷമായി. അവിടെയാകുന്നു അതവർ ഈ കാര്യങ്ങളിൽ നിന്നും അവരെ തന്നെ സ്വതന്ത്രമാക്കിയപ്പോഴായിരുന്നു. അങ്ങനെ അവിടെ നടന്നിരുന്ന സകല സമുച്ചയങ്ങളിൽ നിന്നും, വഴക്കിൽ നിന്നും, വാദപ്രതിവാദങ്ങളിൽ നിന്നും, അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും അവർ പുറത്തു കടന്നു വരികയും അതവിടെയുള്ള ആ വലിയ മുഖ്യ കാര്യാലയത്തിൽ വെച്ചായിരുന്നിട്ട് അവരുടെ ഉയർന്ന നിലയിലുള്ള പുരോഹിതന്മാരും ദിവ്യത്വത്തിന്റെ ഡോക്ടർ ബിരുദധാരികളും അങ്ങനെ അവരെല്ലാവരും അവരുടെ PhDയും അവരുടെ വലിയ ഉയർന്ന തലയിലുള്ള തൊപ്പിയും അതെല്ലാമായിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും, എന്നാൽ അതിനുവേണ്ടി ആ നക്ഷത്രത്തെ അവർക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല. ആ നടപ്പിൽ ഇപ്രകാരമുള്ള കാര്യങ്ങൾ അത് വളരെയധികം ജനങ്ങൾ
ജനങ്ങളെ അന്ധരാക്കി കളയുന്നു. അത് വലിയ പേരുകളും ഇതുപോലെയുള്ള നടപ്പുകളുമാക്കുന്നു. അവരിൽ വളരെയധികം പേര് പറഞ്ഞു, കൊള്ളാം, അങ്ങനെ ഒരു കാര്യം തന്നെയില്ല, 400 വർഷങ്ങളായിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു കാര്യം കേട്ടിട്ട് പോലുമില്ല. ഈ ഭ്രാന്തി പിടിച്ച മനുഷ്യർക്ക് എന്ത് പറ്റിയിരിക്കുന്നു? അവരെ തിരികെ ഇന്ത്യയിലേക്ക് അവർ വന്നിടത്തേക്ക് തന്നെ തിരിച്ചു പറഞ്ഞയക്കുക. ശരി, എങ്കിൽ എന്തായിരുന്നു അത്? ദൈവത്തിന്റെ വചനം അതിനെക്കുറിച്ച് എന്താകുന്നു? അവൻ പറഞ്ഞു, യഹൂദ്യ ദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദ്യ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല, എന്നാൽ അവൻ നിന്നിൽ നിന്നും പുറപ്പെട്ടു വരും. അവർ പറഞ്ഞു, ഓ, നാം തെറ്റായ സ്ഥാനത്തെത്തിയിരിക്കുന്നു, നാം ഇപ്രകാരമുള്ള യാതൊരു കാര്യത്തിനും കൂട്ടുനിൽക്കുകയില്ല. അങ്ങനെ അവർ അവരുടെ ഒട്ടകങ്ങളെ തിരിച്ച് അവരുടെ ഇടയിൽ നിന്ന് മാറിപ്പോയി. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ അവർ അവിടെ നിന്നും പുറപ്പെട്ടു പോയി. അവർ അവിടെ നിന്നും പുറത്തു കടന്ന ഉടനെ തന്നെ ആ വെളിച്ചം അവർക്ക് വീണ്ടും പ്രത്യക്ഷമായി. അലൗകികത വീണ്ടും അവരിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. ഓ ദൈവമേ! അവർ അതിനുശേഷം അലൗകിക വെളിച്ചത്തെ പിന്തുടരാൻ തുടങ്ങി. വിദ്വാൻമാർ അവരുടെ സമ്പ്രദായത്തിൽ നിന്നും പുറത്തു കടന്നു. അങ്ങനെ അവർ അതിൽ നിന്നും പുറത്തായ ഉടനെ തന്നെ അലൗകികമായ ആ വെളിച്ചം സ്വർഗത്തിൽ നിന്നും അവർക്ക് വീണ്ടും പ്രത്യക്ഷമായി. ഈ കാര്യങ്ങളെ വിശ്വസിക്കുന്ന ഒരു കൂട്ടം അവിശ്വാസികളോടൊപ്പം നിങ്ങൾ കെട്ടപ്പെട്ട് കിടക്കുന്നിടത്തോളം നിങ്ങൾക്കതൊരിക്കലും കാണാൻ കഴിയുകയില്ലാതെ ഒരു വവ്വാലിനെ പോലെ നിങ്ങൾ അന്ധരായിരിക്കും. ഇതുപോലെയുള്ള സകല കാര്യങ്ങളിൽ നിന്നും നിങ്ങളെ തന്നെ അകറ്റിക്കളയുക. അത് അമ്മയായാലും അപ്പനായാലും സഹോദരിയായാലും സഹോദരനായാലും സഭാ സമുദായമായാലും അല്ലെങ്കിൽ അതെന്ത് തന്നെയുമായിക്കൊള്ളട്ടെ, നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിഞ്ഞ് എന്റെ പിന്നാലെ വരുന്നില്ലെങ്കിൽ എന്റെ ശിഷ്യനായിരിക്കാൻ പോലും യോഗ്യനല്ല. കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല. സഹോദര സഹോദരി, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു യഥാർത്ഥവും സത്യവുമായ ക്രിസ്തീയ വെളിച്ചം ഇന്ന് രാത്രിയിലും പ്രകാശിക്കുന്നുണ്ട്. അത് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു എന്നതാകുന്നു. എല്ലാ കാര്യങ്ങളിൽ നിന്നും നിങ്ങളെ തന്നെ വേർപെടുത്തുക. അവൻ വചനമാകുന്നു. അവൻ എല്ലായ്പ്പോഴും വചനമാകുന്നു. ദൈവത്തിന്റെ വചനം സമ്പൂർണ്ണമായും സത്യമാകുന്നു. ഇത് സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല. നിങ്ങൾ പറഞ്ഞേക്കാം, ഇതിങ്ങനെ അർത്ഥമാക്കുന്നു. അതെന്താണോ പറയുന്നത് അത് തന്നെ അർത്ഥമാക്കുന്നു. വേദപുസ്തകം പറയുന്നു, ഇത് സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല. ഇത് പറയുകയാണ് കറുപ്പും വെള്ളയുമാകുന്നു. എങ്കിൽ പിന്നെ അത് തന്നെയാകുന്നു. അത് അവസാനത്തേതാകുന്നു. അത് അഖണ്ഡമാകുന്നു. ദൈവത്തിന്റെ ആത്മാവിൽ ജനിച്ച എല്ലാ മനുഷ്യരും അതുമായി ബന്ധിക്കപ്പെട്ടിരിക്കുകയും എന്തൊക്കെ സംഭവിച്ചാലും യാതൊന്നിനും അതിൽ നിന്നും അവരെ വേർപെടുത്താൻ കഴിയുകയില്ല. അവൻ ആ വചനവുമായിട്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. കാരണം അത് ക്രിസ്തുവാകുന്നു. ക്രിസ്തു വചനമാകുന്നു. ക്രിസ്തുവിന് തന്റെ വചനത്തെക്കുറിച്ച് കള്ളം പറയാൻ കഴിയുകയില്ല. കാരണം അവൻ തന്നെ വചനമാകുന്നു. നിങ്ങൾ പറഞ്ഞേക്കാം, കൊള്ളാം, അവൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് എനിക്കറിയാം. എന്നാൽ അവിടെ യാതൊരു എന്നാലുമില്ല. അതിനെക്കുറിച്ച് യാതൊന്നും തന്നെയില്ല. അവനത് അപ്രകാരമാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നിടത്തോളം അത് തന്നെയാകുന്നു. അവനത് മാറ്റാൻ കഴിയുകയില്ല. അവന് മാറാൻ കഴിയുകയില്ല. അവൻ മാറ്റമില്ലാത്തവനാകുന്നു. അവൻ പറഞ്ഞു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്നാൽ എന്റെ വാക്കുകൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല. അത് അവിടെ തന്നെ അതിന്റെ കാലത്തെത്തിയിരിക്കും. അതെത്തും. ആരെങ്കിലും അവിടെ അതിനെ പ്രകാശിപ്പിക്കുന്നതിനുണ്ടായിരിക്കും. അത് ശരിയാണ്. അങ്ങനെ ദൈവം ആ വചനം അരുളി ചെയ്തു. ഈ പുത്രൻ അവിടെ ഉണ്ടായിരിക്കും. അങ്ങനെ അവൻ അവിടെ എത്തുകയും അതിനെ പ്രകാശിപ്പിക്കുന്നതിനെത്തുകയും ചെയ്തു. ആ സ്വർഗീയ സന്ദർശകൻ അവിടെ എത്തിയിരിക്കുകയും അവൻ അതിനെ നിരീക്ഷിക്കുകയും അത് നേരെ അവിടേക്ക് വരികയുമായിരുന്നു. അങ്ങനെ അവർ ആ പഴഞ്ചൻ മതസംഹിതകളെ വിട്ടുകളഞ്ഞ് വീണ്ടും അലൗകികതയിലേക്ക് യാത്രയാകുകയും അവർ അവിടെ നിന്നും ദൂരത്തേക്ക് പോവുകയും ചെയ്തു. അവർ അപ്രകാരം ആനന്ദിച്ചിരുന്നു. അവർ, വേദപുസ്തകം പറയുന്നു, നക്ഷത്രം വീണ്ടും കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ഓ സഹോദര സഹോദരി, നമ്മിൽ ഓരോരുത്തരും നാം തന്നെ, ഞാനും, നമ്മിൽ ഓരോരുത്തർക്കും ഈ ക്രിസ്മസിന്റെ എല്ലാ പകിട്ടും ഒരു വശത്തേക്ക് ഇട്ടുകൊണ്ട് നോക്കൂ. ഈ സമ്മാനങ്ങളെല്ലാം കൈമാറ്റം ചെയ്യുന്നത് വിട്ടുകളഞ്ഞ് തമ്മിൽ ഈ ലോകത്തിന്റെ ഇതുപോലെയുള്ള അസംബന്ധങ്ങളെ വിട്ടുകളഞ്ഞ് നമ്മുടെ അഭിമാനങ്ങളെ നിലത്തിട്ട് കളഞ്ഞ് കാലിനടിയിൽ ചവിട്ടി തേച്ചുകൊണ്ട് കർത്താവായ യേശുവെ, ആ സമ്പൂർണ്ണമായ വെളിച്ചത്തിലേക്ക് എന്നെ നയിക്കണമെന്ന് പറയാൻ കഴിയുമെങ്കിൽ അതെത്ര നന്നായിരിക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, എന്തെങ്കിലും അലൗകികത സംഭവിക്കും. പരിശുദ്ധാത്മാവ് ഒരലൗകികമായ രീതിയിൽ കടന്നുവരും. നോക്കൂ, അവർ അലൗകികമായ വെളിച്ചത്തെ പിന്തുടർന്നു കൊണ്ടുപോയി. അവരെന്താണ് വിട്ടുകളഞ്ഞത്? അവർ ആ കാലത്തേക്കുള്ള സ്വർഗീയ അടയാളത്തെ പിന്തുടർന്നു. ഇപ്പോൾ ഓർക്കുക, അത് സ്വർഗീയവും ദൈവത്താൽ നൽകപ്പെട്ട അടയാളവുമായിരുന്നു. അത് സത്യമാണെന്ന് നിങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നുണ്ടോ? അത് ദൈവത്താൽ നൽകപ്പെട്ട സ്വർഗീയ അടയാളമായിരുന്നു. അവർ വചനം ജഡമായി തീർന്നത് കണ്ടെത്തുന്നതുവരെ ആ അടയാളത്തെ പിന്തുടർന്നു. അവൻ വചനം ജഡമായി തീർന്നതായിരുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആ സ്വർഗീയ അടയാളം ആ കാലത്തേക്ക് വാഗ്ദത്തം ചെയ്തിരുന്നത് അവരെ വചനം ജഡമായി തീർന്നിടത്തേക്ക് വഴി നടത്തി. സഹോദര സഹോദരി, ഇന്ന് രാത്രിയിലും അവൻ അതേ കാര്യം തന്നെ ചെയ്യും. സ്വർഗത്തിൽ നിന്നുള്ള ഈ വലിയ അടയാളം, അത് നമുക്കുള്ളതായ പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിൽ ജീവിക്കുന്നത്, അതിനെ പിന്തുടരുക. എന്തോ നിങ്ങളുടെ ഹൃദയത്തിൽ, എനിക്കറിയാം, എനിക്കത് സ്വീകരിക്കേണ്ടത് ആവശ്യമാകുന്നു. ഒരു സഭയിൽ ചേരുന്നതിലും കൂടുതലായി എനിക്കത് ചെയ്യേണ്ടത് ആവശ്യമാകുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്കൊരു വ്യവസായമുണ്ട്, എനിക്കറിയാം, ഞാനതിൽ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. സഹോദര, ഈ വരുന്ന ദിവസങ്ങളിലൊന്നിൽ ഒരു ഹൃദയസ്തംഭനം അതിരാവിലെ 4 മണിക്ക് നിനക്കുണ്ടായിട്ട് ആ വ്യവസായം നിനക്ക് വിട്ടുകളയേണ്ടി വരും എന്നുള്ള കാര്യം നിനക്കറിയാമോ? എങ്കിൽ അതിനുശേഷം നീ എവിടേക്കാണ് പോകുന്നത്?
നിങ്ങളുടെ ജഡത്തിൽ തന്നെ ന്യായീകരിച്ചിട്ട് നിങ്ങൾ തന്നെ പരിശുദ്ധാത്മാവിനാൽ ജനിച്ച വ്യക്തിയാകുന്നു. അത് നിങ്ങൾക്കുണ്ടായിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ആർക്കും പ്രാപിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ക്രിസ്മസിന്റെ സമ്മാനം അതായിരിക്കാൻ കഴിയില്ലേ? നിത്യജീവൻ എന്ന ദാനം തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഞങ്ങൾ അവന്റെ നക്ഷത്രം കണ്ട് അവനെ നമസ്കരിപ്പാൻ എത്തിയിരിക്കുന്നു. നാഗരികത കിഴക്ക് നിന്നും സൂര്യനോടൊപ്പം സഞ്ചരിച്ച് പടിഞ്ഞാറെത്തിക്കൊണ്ടിരിക്കുന്നു. നാം ഇപ്പോൾ പശ്ചിമ തീരത്തായിരിക്കുന്നു. കിഴക്കും പടിഞ്ഞാറും തമ്മിൽ കണ്ടുമുട്ടിക്കഴിഞ്ഞിട്ട് നമുക്കിനി മുമ്പോട്ട് പോകാനൊന്നുമില്ല. ഏറ്റവും പഴയ നാഗരികത ചൈനയായിട്ട് അത് ലോകത്തിന്റെ നേരെ അപ്പുറത്ത് പിന്നിലായിരിക്കുന്നു. ഓർക്കുക, അത് പോയി കഴിഞ്ഞിരിക്കുന്നു. കൂടാതെ പാപവും നാഗരികതയോടൊപ്പം സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ എനിക്കറിയാം ഇത് പറയുന്നത് കട്ടിയായ ഒരു കാര്യമാകുന്നു. എന്നാൽ സഹോദര സഹോദരി, മനുഷ്യന്റെ ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും പോലും ഒരു മനുഷ്യൻ ആത്മാവിൽ അഭിഷിക്തനായി നിന്നുകൊണ്ട് പറയുന്നത് മറ്റുള്ളവരുടെ മേൽ നിങ്ങൾ ശ്രദ്ധിക്കുകയും കാണുകയും ചെയ്തിരിക്കുന്നു. നിങ്ങളൊരു വ്യക്തിയെ അവിടെ നിൽക്കുന്നത് ശ്രദ്ധിക്കുക. അവൻ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ വാക്കുകൾ പറയട്ടെ, നിങ്ങൾക്ക് അവിടെ വെച്ച് തന്നെ അണുക്കൾ പറക്കുന്നത് കാണാൻ കഴിയും. നോക്കൂ, അവർ ആ അഭിഷേകത്തെ അതിനോടൊപ്പം പിടിച്ചെടുക്കുന്നു. മനുഷ്യന്റെ സകല വിചാരങ്ങളും തുടർച്ചയായി ദുഷ്ടതയാകുന്നു. നോഹയുടെ കാലത്തെ പോലെ തന്നെ താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് യഹോവ അനുതപിച്ചിട്ട് അവന്റെ ഹൃദയത്തിൽ ദുഃഖമായിട്ട് പറഞ്ഞു, ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്നും നശിപ്പിച്ചു കളയും. അങ്ങനെ നാം വീണ്ടും തിരികെ ആ സമയത്തേക്ക് തന്നെ എത്തിയിരിക്കുന്നു. ശ്രദ്ധിക്കുക, എന്നാൽ അവനൊരു ചെറിയ സഭ അവൻ എടുത്തുകൊണ്ടു പോകാൻ ആഗ്രഹിക്കുന്നതായിട്ടുണ്ട്. അവൻ ആയിരങ്ങളോളം ഭൂമിയിൽ നിദ്രയിലായി കിടക്കുന്നവരുണ്ട്. ഒന്നാം യാമത്തിലും രണ്ടാം യാമത്തിലും 3-ലും 4-ലും 5-ലും 6-ലുമായി കിടക്കുന്നു. അങ്ങനെ ഇത് 7ാമത്തെ നാഴികയായിരിക്കുന്നു. ഓർക്കുക, അവൻ വരുന്നത് അപ്പോഴാകുന്നു. അത് 7ാമത്തെ നാഴികയിലാകുന്നു. ആ നാഴികയിൽ അവൻ ബുദ്ധിയുള്ളവരായ കന്യകമാരെ കണ്ടെത്തുന്നു. അത് അവരുടെ വിളക്കിൽ എണ്ണയുള്ള കന്യകമാരായിരുന്നു. എണ്ണ പരിശുദ്ധാത്മാവിന്റെ അടയാളമാകുന്നു. ഇന്ന് രാത്രിയിൽ നിങ്ങളത് നിങ്ങളുടെ വിളക്കുകളിൽ കണ്ടെത്തുന്നില്ല എങ്കിൽ എന്റെ സഹോദര സഹോദരി, ദൈവത്തിന്റെ ഏറ്റവും വലിയ ക്രിസ്മസിന്റെ സമ്മാനമായ അത് എന്തുകൊണ്ട് നിങ്ങൾ എടുക്കുന്നില്ല? നിങ്ങൾക്കറിയാമോ, ഇന്ന് നമുക്കൊരു വലിയ സമ്മാനം നാം വാങ്ങിക്കൊണ്ടുവരികയും നാം അതിനെ പൊതിയുകയും അതിനെ പൊതിയുന്നതിനു വേണ്ടി $3 ചെലവഴിച്ചിട്ട് അതിന്മേൽ സകലതരത്തിൽപ്പെട്ട പകിട്ടുകളും ഇട്ട് തിളക്കുന്നു. അങ്ങനെ പലപ്പോഴും നിങ്ങൾ ഓർക്കും ഇതൊരു വലിയ സമ്മാനം തന്നെയാകുന്നു. കഴിഞ്ഞ ദിവസം ഒരു മഹിള കടയിൽ നിൽക്കുമ്പോൾ അവർ 2 പേരായിരുന്നു. അവർ തമ്മിൽ സംസാരിക്കുകയും അവരിൽ ഒരാൾ അവളുടെ പിതാവിന് എന്താണ് സമ്മാനിക്കാനായി വാങ്ങാൻ പോകുന്നതെന്ന് പറയുകയും എന്താകുന്നു അതെന്ന് ചോദിക്കുകയും അവൾ അവളുടെ സഹോദരിയോട്, നീ ഡാഡിക്ക് വേണ്ടി എന്താണ് വാങ്ങിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഒരു കുത്തി ചീട്ടും ഒരു പെട്ടി സിഗരറ്റും വാങ്ങിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞു. മറ്റവൾ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിന് ഒരു 5ാമത്തെ വിസ്കി വാങ്ങിച്ചിരിക്കുകയും എന്നിട്ട് പറഞ്ഞു, ഞാനത് ഇപ്പോൾ പൊതിയാൻ കൊടുക്കാൻ പോകുകയാണ്. നോക്കൂ, ആ സമ്മാനത്തിന്റെ പുറത്തുള്ള പകിട്ട്, അതിന്റെ നിറങ്ങൾ അതിനകത്ത് എന്താണെന്ന് വ്യക്തമാക്കുന്നില്ല. മനസ്സിലായില്ലേ? എന്നാൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി തരാൻ ഒരു ക്രിസ്മസിന്റെ സമ്മാനമുണ്ട്. അവനത് ഒരു പുൽത്തൊഴുത്തിൽ പൊതിഞ്ഞ് പുറമെ അതിനധികമായിട്ട് ഒന്നുമില്ലായിരിക്കുന്നു. എന്നാൽ അതിന്റെ അകത്ത് നിത്യജീവനാകുന്നു. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിന്റെ അപൂർവയേറിയതായ ഈ സമ്മാനത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ പതിയാനിടയാക്കിയിട്ട് അത് നിങ്ങളെ നിത്യമായ വെളിച്ചത്തിലേക്ക് നയിക്കുന്നതിന് നിങ്ങൾ ഇടയാക്കുമോ? പ്രാർത്ഥനയ്ക്കായി ഒരു നിമിഷം നമ്മുടെ തലകളെ വണങ്ങാം. ശാന്തതയോടുകൂടിയ ഈ നാഴികയിൽ ഈ ചെറിയ തുണ്ടമായ സന്ദേശത്തെ ഞാനതിനെ ഒരു ക്രിസ്മസിന്റെ സന്ദേശമായി പറയുകയാണെങ്കിൽ അത് അവയിലൊന്നാകുന്നു. നിങ്ങൾ യഥാർത്ഥമായും ഇത് സത്യമാണെന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇതുവരെയും ആ നിത്യമായ വെളിച്ചത്തെ കണ്ടെത്തിയിട്ടില്ല. നിങ്ങൾ ഒരിക്കലും ആ മഹാനായ പരിശുദ്ധാത്മാവിനെ ആ വെളിച്ചത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നതിന് ഇടയാക്കിയിട്ടില്ല. അതുകൊണ്ടിപ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിങ്ങൾ സംസാരിച്ചുകൊണ്ട് പറയുമോ, കർത്താവായ യേശുവേ, ഞാൻ ആ വെളിച്ചത്തെ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നു. മറ്റാരൊക്കെ എന്ത് പറഞ്ഞാലും ഞാനത് കാര്യമാക്കുന്നില്ല. ഇത് ഞാനാകുന്നു, ഞാൻ ഒരുവനാകുന്നു. ഞാൻ ആ വെളിച്ചത്തെ കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ തലകൾ വണങ്ങിയിരിക്കെ നിങ്ങൾ നിങ്ങളുടെ കൈകളെ ഉയർത്തുമോ? നിങ്ങളുടെ കൈകളെ ഉയർത്തിക്കൊണ്ട് പറയുമോ, സഹോദരൻ ബ്രഹാം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? ഞാൻ സത്യമായും ആ വെളിച്ചത്തെ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നു. മഹിളെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മഹിളെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശ്രീമാൻ, മറ്റാരെങ്കിലും കൈകൾ ഉയർത്തിയിട്ട് പറയുമോ, എനിക്കും ആവശ്യമാകുന്നു, എനിക്കും ആവശ്യമാകുന്നു, എനിക്കും ദൈവത്തിന്റെ ക്രിസ്മസിന്റെ സമ്മാനം ആവശ്യമാകുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശ്രീമാൻ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മഹിളെ, മറ്റൊരാൾ കൂടി പറയുമോ, എനിക്കും ദൈവത്തിന്റെ ക്രിസ്മസിന്റെ സമ്മാനം ആവശ്യമാകുന്നു. കർത്താവെ, എനിക്ക് വേണ്ടി അത് അയക്കണമേ. അതെന്തായിരുന്നാലും ഞാൻ കാര്യമാക്കുന്നില്ല. അതൊരു പുൽത്തൊഴുത്തിലായിരുന്നാലും അതൊരു കളപ്പുരയിലായിരുന്നാലും അത് ലോകത്തിന്റെ മുമ്പിൽ എത്രമാത്രം മാനക്കേടായ ഒന്നായി കാണപ്പെട്ടിരുന്നാലും ഞാനത് കാര്യമാക്കുന്നില്ല. അതെത്ര അപമാനകരമായ ഒന്നായി എനിക്ക് തന്നെ ലോകം മുമ്പാകെ കാണേണ്ടി വന്നാലും ഞാൻ കാര്യമാക്കുന്നില്ല. നിങ്ങൾക്കറിയാമോ, ദൈവത്തിന്റെ വലിയ ദാനങ്ങൾ എല്ലായ്പ്പോഴും മനുഷ്യനെ വിചിത്രമായി പെരുമാറുന്നതിനിടയാക്കുന്നു. മോശയെ നോക്കുക, ഒരു മഹാനായ വേദശാസ്ത്ര പണ്ഡിതനും ഒരു വലിയ വിദ്യാനിപുണനുമായിട്ട് ഒരു ദിവസം അവൻ മരുഭൂമിയുടെ പിന്നിലായി ആ വെളിച്ചത്തെ കണ്ടുമുട്ടുകയുണ്ടായി. അവൻ തന്റെ കാലിലെ ചെരുപ്പൂരി കളഞ്ഞു.
80 വയസ്സ് പ്രായമേറിയ ഒരു മനുഷ്യൻ അരയോളം തൂങ്ങിക്കിടക്കുന്ന താടിയുമായിട്ട് തന്റെ ഭാര്യയെയും കുഞ്ഞിനെയും ഒരു കഴുതപ്പുറത്ത് കയറ്റി ഇരുത്തിയിട്ട് മിസ്രൈമിലേക്ക് യാത്രയായി. അവിടെ ഒരിക്കൽ ഒരു കൂട്ടം പട്ടാള സൈന്യം അവനെ സ്വീകരിക്കുന്നതിനുണ്ടായിരുന്നിട്ട് അവൻ പരാജിതനായിപ്പോയി. ഇപ്പോൾ അവൻ തിരികെ അവിടേക്ക് തന്നെ ഒരു വളഞ്ഞു പെരിഞ്ഞ വടിയുമായിട്ട് മിസ്രൈമിലേക്ക് ഒരു രാജ്യത്തെ മുഴുവൻ പിടിച്ചടക്കാൻ പോകുകയായിരുന്നു. എന്തുകൊണ്ട്? അവൻ ആ വെളിച്ചത്തെ കണ്ടെത്തി. അലൗകികമായ വെളിച്ചത്തെ അവൻ കണ്ടെത്തി. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ തിരിഞ്ഞു പിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ചെറിയ കാര്യം അത് അലൗകികതയാകുന്നു. ഇത് ഈ കാലത്തേക്കുള്ള വെളിച്ചമാകുന്നു. അത് നിങ്ങളെ യേശു ക്രിസ്തുവിലേക്ക് നയിക്കുന്നതിന് നിങ്ങൾ അനുവദിക്കുകയില്ലേ? അതിന് മാത്രമേ നിങ്ങൾക്ക് ജീവൻ തരാൻ കഴിയുകയുള്ളൂ. ആരെങ്കിലും ഒരാൾ കൂടി അവരുടെ കൈകൾ ഇതുവരെയും ഉയർത്തിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ പറയുമോ? ഇപ്പോൾ പ്രാർത്ഥനയിൽ എന്നെയും കൂടി സഹോദരൻ ബ്രഹാം എന്നെയും കൂടി ഓർക്കുമോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മറ്റൊരാൾ കൂടി നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഒരാൾ കൂടിയുണ്ടോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യൗവനക്കാരാ, മറ്റൊരാൾ കൂടി. ചെറുപ്പക്കാരനായ വ്യക്തി, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മറ്റൊരാൾ കൂടി പറയൂ, ഞാൻ നിന്നെ പിന്തുടരാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ക്രിസ്തുവായ പ്രഭാത നക്ഷത്രത്തെ പിന്തുടരാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ ദിവസത്തെ എന്റെ യേശുവിനെ പിന്തുടരാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തുമസിന്റെ പകിട്ടും വർണ്ണങ്ങളിൽ നിന്നും എല്ലാം ഞാൻ ഒഴിഞ്ഞു മാറാൻ ആഗ്രഹിക്കുന്നു. കാരണം ഏതെങ്കിലും ഒരു ദിവസം കെടാത്ത തീയിലിട്ട് ഇത് ചുട്ടരിയപ്പെടും. കൂടാതെ അതുമായിട്ട് കൂടി സഹകരിച്ചു പോകുന്നവരും അതോടൊപ്പം ചുട്ടുകരിയപ്പെടും. ഈ ലോകവും പാപിയും ശിക്ഷിക്കപ്പെടും. അവർ ലോകത്തോടൊപ്പം നശിച്ചു പോകും. ലോകത്തെ സ്നേഹിക്കുന്ന ജനങ്ങൾ ലോകത്തോടൊപ്പം നശിച്ചു പോകും. നിങ്ങൾക്കും അതുണ്ടെങ്കിൽ ഇപ്പോഴും ലോകത്തോടുള്ള സ്നേഹം നിങ്ങളിൽ ഉണ്ടായിരിക്കുകയും എന്നാൽ നിങ്ങൾ നിങ്ങളെ തന്നെ സമ്പൂർണ്ണമായി കർത്താവായ യേശുവിനും അവന്റെ വചനത്തിനും വേണ്ടി വിൽക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കൈകളെ ഉയർത്തുക. വീണ്ടും ഇപ്പോൾ ആരെങ്കിലും കൈകൾ ഉയർത്താത്തവരായിട്ട് ഉണ്ടെങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാനിത് പറയുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മഹിളെ, നിങ്ങൾക്കറിയില്ല, ഒരു മിനിറ്റിൽ ആരെങ്കിലും അവരുടെ കൈകൾ ഉയർത്തിയെന്നിരിക്കാം. നിങ്ങൾ ചോദിച്ചേക്കാം, സഹോദരൻ ബ്രഹാം, അതെന്ത് വ്യത്യാസമാണ് ഉണ്ടാക്കുന്നത്? അത് ജീവനും മരണവും തമ്മിലുള്ള വ്യത്യാസമാകുന്നു. ആ കൈ പ്രകാരം ഉയർന്നിട്ടുണ്ടെങ്കിൽ, കൂടാതെ നിങ്ങൾ വാസ്തവമായും അത് അർത്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ, അതെന്തോ നിങ്ങളിൽ ഉണ്ടായിരിക്കുന്നതാകുന്നു. എന്താകുന്നു അത്? ആ വെളിച്ചത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വെളിച്ചമാണ് അത് നിങ്ങളോട് പറയുന്നത്. ഞാൻ തെറ്റായിരുന്നു. ലോകം എന്നിലായിരിക്കുന്നു. എനിക്കിനിയും അത് വേണ്ട. ഞാൻ എന്റെ കൈ ഉയർത്തും. അതൊരു സാക്ഷ്യമാകുന്നു. ഓർക്കുന്നുണ്ടോ എന്താണെന്ന്? നിങ്ങൾക്കറിയാമോ ഒരു ഉയർന്ന കരം എന്താണ് അർത്ഥമാക്കുന്നതെന്ന്? ആകാശത്തിന് കീഴിലുള്ള സകല ഭാഷകളിലും ഒരു ഉയർന്ന കരം ഒരു കീഴടങ്ങലാകുന്നു. ഒരു കീഴടങ്ങലിന്റെ അടയാളമാകുന്നു അത്. നിങ്ങൾ നിങ്ങളുടെ കൈകൾ ഉയർത്തുമ്പോൾ, ഏത് സൈന്യത്തിലായാലും എവിടെയായാലും നിങ്ങൾ കൈകൾ ഉയർത്തുമ്പോൾ അത് അന്താരാഷ്ട്രീയമായി കീഴടങ്ങലിന്റെ അടയാളമാകുന്നു. ഇന്ന് രാത്രിയിൽ എത്ര പേർ ഇപ്പോൾ പറയപ്പെട്ട ഈ ഉദ്ധരണിയുടെ കാരണത്താൽ നിങ്ങളുടെ കൈകൾ ഉയർത്തി, കർത്താവെ, ഞാനെല്ലാം സമർപ്പിക്കുന്നു, ഞാൻ സമർപ്പിക്കുന്നു, ഞാൻ അവസാനത്തോളം ഞാൻ സമർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അത് ശരിയാണ്. അത് നന്നായിരിക്കുന്നു. ഓ ദൈവമേ, നാം ഇപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ സംഗീതത്തിന്റെ വായനക്കാർ കടന്നുവന്ന് പിയാനോയിൽ രാഗം കൊടുക്കുമോ? സ്വർഗീയ പിതാവേ, ഞാൻ മനസ്സിലാക്കുന്നു, വിശ്വസിച്ചവരെല്ലാം സ്നാനമേറ്റു എന്ന് പറയപ്പെട്ടിരിക്കുന്നു. അതുമാത്രമാകുന്നു ഇപ്പോൾ ആവശ്യമായിട്ടുള്ളത്. കർത്താവെ, അവർ നിന്നെ വിശ്വസിക്കുമെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചിരിക്കേണ്ടത് ആവശ്യമാകുന്നു. അവർ നിന്റേതാകുന്നു. അവർ ദൈവത്തിന്റെ വചനത്തിന്റെ ഈ ചെറിയ യോഗത്തിൽ നിന്നുമുള്ള സമ്മാനങ്ങളാകുന്നു. അവിടെ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം ഈ ചെറിയ വിരുന്നിൽ കൂടിയിരിക്കുന്ന ഈ നല്ല കൂട്ടം ജനങ്ങളോടൊപ്പം ഇന്ന് രാത്രിയിലായിരിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രിയിൽ നീ ഇവിടെ സന്നിഹിതനായിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. എങ്ങനെയൊക്കെയായാലും ഒരുപക്ഷെ ഞങ്ങളുടെ കണ്ണുകളാൽ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് വരാം. എന്നാൽ ഞങ്ങളുടെ മറ്റേ ഇന്ദ്രിയത്താൽ, ഞങ്ങളുടെ മനോഭാവത്തിന്റെ ഇന്ദ്രിയത്താൽ, ഞങ്ങളുടെ ഹൃദയത്തിലുള്ള വികാരങ്ങളുടെ ഇന്ദ്രിയത്താൽ, ഞങ്ങളുടെ ബോധത്തിൽ ഞങ്ങൾ അത് അനുഭവപ്പെട്ടറിയുന്നു. ഞങ്ങളുടെ ആത്മാക്കൾ ഞങ്ങളോട് സംസാരിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യത്തിലാകുന്നു. ക്രിസ്മസിന്റെ ഏറ്റവും വലിയ ദാനമായിട്ട് അത് ദൈവത്തിൽ നിന്നും മനുഷ്യന് വേണ്ടിയുള്ള ആദ്യത്തെ യഥാർത്ഥമായ ക്രിസ്മസിന്റെ സമ്മാനമാകുന്നു. എന്നിരിക്കലും ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന എല്ലാ സമ്മാനങ്ങളിലും ഞങ്ങളിൽ പലരും ഈ വലിയ മഹത്തായ സമ്മാനം ഒരിക്കലും ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. ദൈവമേ, അവർ അവരുടെ കൈകൾ ഉയർത്തിയിരിക്കുമ്പോൾ അവർ ഈ എല്ലാ മതിയായവനെ ആഗ്രഹിക്കുകയും ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പിതാവെ, അവർ ആ രീതിയിൽ ചാഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ റബ്ബിമാരും അത് ചെയ്തിരുന്നു. ആ കാലത്തെ വളരെയധികം വലിയ ഉപദേഷ്ടാക്കന്മാർ തന്നെയും ആ രീതിയിൽ ചാഞ്ഞിരുന്നു. എന്നാൽ അവർ പുറത്തേക്ക് കടന്നുവന്ന് എല്ലാമായിട്ടുള്ള ഒറ്റവട്ടം മാത്രമായിട്ടുള്ള കീഴടങ്ങലിനും അതിനെ വിശ്വസിക്കുന്നതിനും ആ സന്ദേശത്തെ സ്വീകരിക്കുന്നതിനും ആ നാഴികയിലേക്കുള്ള വെളിച്ചത്തെ, ന്യായീകരിക്കപ്പെട്ട വചനത്തെ സ്വീകരിക്കുന്നതിനും അവർ ഭയപ്പെടുന്നു. അങ്ങനെ ചെയ്തപ്പോൾ വളരെയധികമായിരുന്നു. കർത്താവ്, ഇന്ന് രാത്രിയിൽ വളരെയധികം പേർ ഈ ചെറിയ കൂടാരത്തിൽ നിന്നും 20-30 പേർ കടന്നു വന്നിരിക്കുന്നു. ഞാനത് താഴ്ത്തി പറയുകയോ കൂട്ടിപ്പറയുകയോ ചെയ്തെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ. എന്നാൽ ദൈവമായ കർത്താവെ, കൂടിയാലും കുറഞ്ഞാലും അത്രയും പേർ അവരുടെ കൈകൾ ഉയർത്തിയിരിക്കുന്നു. അവർ സമർപ്പിക്കാൻ തയ്യാറായിരിക്കുന്നു. ദൈവമേ, അവർക്ക് യേശുവിനെ നൽകുകയും അവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്യണമേ. ഇതവരുടെ ജീവിതത്തിന്റെ ഏറ്റവും നിർണായകമായ നാഴികയായിരിക്കാൻ ഇടയാക്കണമേ. ഇന്ന്
ഇന്ന് രാത്രിയിൽ അവർ അവരുടെ വീടുകളിലേക്ക് യോസഫിനെ പോലെ അവരുടെ ഹൃദയങ്ങളിൽ ഈ കാര്യങ്ങളെ ചിന്തിച്ചുകൊണ്ട് പോകാനിടയാക്കണമേ. ഞാൻ എന്തിനാണ് എന്റെ കരങ്ങൾ ഉയർത്തിയത്? എന്നെ അത് ചെയ്യാൻ ഇടയാക്കിയത് എന്താണ്? എങ്ങനെ എനിക്കത് ചെയ്യാൻ കഴിഞ്ഞു? വർഷങ്ങളായി ഒരു ക്രിസ്ത്യാനിയാണെന്ന് ഞാൻ അവകാശപ്പെട്ടിരുന്നിട്ടും എന്തോ എന്നോട് കൈകളെ ഉയർത്തുന്നതിന് വേണ്ടി പറഞ്ഞു. കർത്താവെ, സഭയിലെ അംഗങ്ങളും ശുശ്രൂഷകർ പോലും അവരുടെ കൈകൾ ഉയർത്തിയിരിക്കുന്നു. നീ ഈ അനുഗ്രഹങ്ങളെ അവർക്ക് അനുവദിച്ചു കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് അനുവദിച്ചു തരണമേ. കർത്താവിന്റെ ദൂതൻ കടന്നുവെന്ന് അവരോട് ഇപ്രകാരം പറയാനിടയാക്കണമേ. ഭയപ്പെടേണ്ട, ഇത് ഈ കാലത്തേക്കുള്ള വെളിച്ചമാകുന്നു. ഇത് ഈ നാഴികയിലേക്കുള്ള വെളിച്ചമാകുന്നു. സന്ധ്യാസമയത്തെ വെളിച്ചം പ്രകാശിക്കുന്നു. പ്രവാചകൻ പറഞ്ഞു, സൂര്യാസ്തമയത്തിന് മുമ്പേ സന്ധ്യാസമയത്തോ വെളിച്ചമാകും. അങ്ങനെ കർത്താവെ, ഞങ്ങൾ സൂര്യാസ്തമയത്തിന്റെ സമയം കാണുകയും ഉടനെ തന്നെ നിത്യതയിലേക്ക് കൂടിക്കലരുകയും ചെയ്യും. കർത്താവ്, ഇന്ന് രാത്രിയിൽ അവർ ഓരോരുത്തരും യേശുവിനെ കണ്ടെത്താൻ നീ അനുവദിക്കണമേ. അവന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നാം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമ്മളുടെ കരങ്ങളെ പ്രകാരം സമർപ്പണത്തിന്റെ രൂപത്തിൽ ഉയർത്തി നിൽക്കാം. ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ ചോദിക്കാൻ പോകുകയാണ്. കുറച്ചുനേരം മുമ്പ് കൈകൾ ഉയർത്തിയവരായി നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരിക്കുന്നു. എനിക്കെല്ലാമായിട്ട് എങ്ങനെ അത് ചെയ്യണമെന്ന് അറിയാവുന്നത് പ്രാർത്ഥന മാത്രമാകുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ വിശ്വസിക്കാൻ പോവുകയാണ്. ഞാൻ അപേക്ഷിച്ചത് അവൻ എനിക്ക് തരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അവൻ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അവന് കള്ളം പറയാൻ കഴിയുകയില്ല. അവന് കള്ളം പറയാൻ കഴിയുകയില്ല. അത് സംഭവിക്കാതിരിക്കുന്നതിനുള്ള ഏക കാര്യമെന്നത് അതിന്റെ അവിശ്വാസമായിരിക്കും. നിങ്ങൾക്ക് വേണ്ടി ഞാൻ വിശ്വസിക്കാൻ പോവുകയാണ്. അതായത് നിങ്ങൾ വാസ്തവമായും അത് അർത്ഥമാക്കിയിരിക്കുന്നു. ദൈവം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ നൽകാൻ പോവുകയാണ്. അവൻ നിങ്ങൾക്കത് തരാൻ പോവുകയാണ്. കാരണം നിങ്ങൾ അതിനുവേണ്ടി അപേക്ഷിച്ചിരിക്കുകയും നിങ്ങൾ ഒരു സമർപ്പണം നടത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയും എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. നിങ്ങൾ പരിശുദ്ധാത്മാഭിഷേകത്തിൽ വിശ്വസിക്കുന്ന ഏതെങ്കിലും നല്ലൊരു സഭ കണ്ടുപിടിച്ച് അവിടേക്ക് പോകുക. നിങ്ങൾ അതുപോലെയുള്ള ഒരു സഭയിലാണെങ്കിൽ നിങ്ങളുടെ പാസ്റ്ററെ അടുക്കൽ ചെന്നിട്ട് പറയുക, കഴിഞ്ഞ രാത്രിയിൽ ഒരു ചെറിയ യോഗത്തിൽ വെച്ച് ഞാൻ എന്റെ കരങ്ങളെ ഉയർത്തിയിരുന്നു. അതെവിടെയായിരുന്നുവെന്ന് പോലും നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല. ഞാൻ എന്റെ കൈകൾ ഉയർത്തി, പാസ്റ്റർ, നിങ്ങൾ എന്നോടൊപ്പം പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി തേടുകയാകുന്നു. എനിക്കത് ആവശ്യമാകുന്നു. എനിക്കത് കിട്ടിയിരിക്കണം. എനിക്ക് ജീവിക്കുന്നതിന് വേണ്ടി എനിക്കത് കിട്ടിയിരിക്കണം. ഞാൻ ആ വെളിച്ചം കണ്ടിരിക്കുന്നു. ഓ, ദൈവം നിങ്ങൾക്കത് അനുവദിച്ചു തരാൻ ഇടയാകട്ടെ. നിങ്ങൾ അതിപ്പോൾ ചെയ്യുമോ? ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും കൂടി ഒരുമിച്ച് ഞാൻ എല്ലാം സമർപ്പിക്കുന്നു, എന്റെ രക്ഷിതാവായ ക്രിസ്തുവിന് ഞാൻ എല്ലാം സമർപ്പിക്കുന്നു എന്ന പാട്ട് പാടാൻ പോവുകയാണ്. ശരിയെങ്കിൽ നാം അതിപ്പോൾ പാടുമ്പോൾ നമ്മളുടെ കൈകൾ ഉയർത്തി നമ്മുടെ കണ്ണുകൾ അടച്ചുകൊണ്ട് പാടാം. ഞാനെല്ലാം സമർപ്പിക്കുന്നു. ഞാനെല്ലാം സമർപ്പിക്കുന്നു. എന്റെ വാഴ്ത്തപ്പെട്ട രക്ഷിതാവായ അങ്ങേക്ക് ഞാനെല്ലാം സമർപ്പിക്കുന്നു. ഞാനെല്ലാം സമർപ്പിക്കുന്നു. ഞാനെല്ലാം സമർപ്പിക്കുന്നു. എന്റെ വാഴ്ത്തപ്പെട്ട രക്ഷിതാവായ അങ്ങേക്കെല്ലാം ഞാനെല്ലാം സമർപ്പിക്കുന്നു. നിങ്ങളത് അർത്ഥമാക്കുന്നുണ്ടോ? ആമേൻ പറയുക. ഇപ്പോൾ നിങ്ങൾ വാസ്തവമായും മാധുര്യമേറിയ ഒരു കാര്യം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ആളിന്റെ കൈ പിടിച്ചുകൊണ്ട് പറയുക, സഹോദര, ഞാനത് അർത്ഥമാക്കുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ചേർന്നുകൊണ്ട് അതിപ്പോൾ തന്നെ ചെയ്യാം. സഹോദര, ഞാനത് അർത്ഥമാക്കുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാനും അത് നന്നായിരിക്കുന്നു, അത് കൊള്ളാമായിരിക്കുന്നു, അത് നിങ്ങൾക്ക് നന്നായി അനുഭവപ്പെടുന്നതിന് ഇടയാക്കുന്നില്ലേ? ഞാനത് അർത്ഥമാക്കുന്നു. ഇപ്പോൾ നമ്മളുടെ ഹൃദയങ്ങളിൽ നിന്ന് യഥാർത്ഥമായും നാം അത് അർത്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ നാം എല്ലാ കാര്യങ്ങളും സമർപ്പിക്കും. നമ്മുടെ സ്വന്തം ഇഷ്ടത്തെയും നമ്മുടെ സ്വന്തം വഴികളെയും നമുക്കുള്ളതെല്ലാം നാം ക്രിസ്തുവിന് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ കൈകളെ ഉയർത്തി വീണ്ടും പാടാം. ഞാനെല്ലാം സമർപ്പിക്കുന്നു. ഞാനെല്ലാം സമർപ്പിക്കുന്നു. എന്റെ വാഴ്ത്തപ്പെട്ട രക്ഷിതാവായിക്ക് അങ്ങേക്കെല്ലാം ഞാനെല്ലാം സമർപ്പിക്കുന്നു. നമ്മുടെ തലകളെ വണങ്ങിക്കൊണ്ട് നമുക്ക് പാടാം. ഇപ്പോൾ നമ്മുടെ മനസ്സുകളെ അവങ്കിലേക്ക് തിരിക്കാം. ഞാൻ നിങ്ങൾക്ക് ഏറ്റവും ആനന്ദകരമായ ക്രിസ്മസ് ആശംസിക്കുകയും ദൈവം തന്റെ നക്ഷത്രത്തെ കിഴക്ക് നിന്ന് അയക്കുകയും 1900 വർഷങ്ങൾക്ക് മുമ്പ് അത് കിഴക്ക് നിന്ന് ഉയരുകയും അത് നിങ്ങളെ വചനം ജഡമായ ഇടത്തേക്ക് നിങ്ങളെ നയിക്കുകയും ചെയ്യാനിടയാകട്ടെ.
ഞാനെല്ലാം സമർപ്പിക്കുന്നു, I surrender ഞാൻ സമർപ്പിക്കുന്നു. ദൈവത്തിങ്കിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് all to Thee, my blessed എന്റെ വാഴ്ത്തപ്പെട്ട രക്ഷിതാവിന് എല്ലാം ഞാൻ സമർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ടോണി.